Hi. Good evening, good evening, good evening. Hello, dear CUET aspirants. Welcome, everybody. Yes, welcome to Xylem Learning. എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്ന എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? Welcome to the session, all of you. Good evening. Hi Roshni. Hello Achu. Hi Anandu. Anandu Sajji. അറിയോ ചിക്കുന്നു അറിയൂലോ. ഹായ് MS ധോണി ഒക്കെ ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ. ഹലോ. യെസ്. ജസീര. ഹായ് അമ്മു. ഹലോ ചൈത്ര. എവറിബഡി ഗുഡ് ഈവനിങ്. അപ്പം നമ്മൾ ഇന്ന് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് രാവിലെ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണല്ലേ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം മക്കളെല്ലാവരും ക്ലാസ്സിൽ വന്നിരുന്നു അല്ലേ? എല്ലാവരും ക്ലാസ്സിൽ വന്നിരുന്നില്ലേ? യെസ്. ക്ലാസ്സിൽ വന്നിരുന്നില്ല എല്ലാവരും? ഓക്കെ, അപ്പോൾ എല്ലാ ഫ്രണ്ട്സായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവരോടും ജോയിൻ ചെയ്യാൻ പറയുക. മാക്സിമം ആൾക്കാർ ഈ സെഷനിൽ ബെനിഫിഷ്യൽ ആവട്ടെ. ഹായ് ഗൗതം. ഹലോ അദില. ഹായ് റോഷ്നി. ഹലോ സിയ. ഹായ് നിവേദ്. ഹായ് എവറിബഡി വെൽക്കം ടു ദ സെഷൻ. അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, ആസ് ഇൻ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ഹായ് എവറിബഡി ഹാസ് ജോയിൻഡ്. ഓക്കെ, നമ്മുടെ ചാറ്റ് ബോക്സിൽ കുറേ ഹാർട്ടും കുറേ ഫയറും ഒക്കെ അങ്ങോട്ട് നിറയട്ടെ. യെസ്. ഓക്കെ, ഒരു മോട്ടിവേഷൻ വേണ്ടടാ നമുക്ക്. അപ്പോൾ രാവിലെ വന്ന് പഠിച്ച മക്കളാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻസ് വൃത്തിയായി ആൻസർ ചെയ്യുന്ന മാമിന് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സമയം കളയാതെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കറക്റ്റ് ആൻസർ മക്കൾ ചാറ്റ് ബോക്സിൽ തരിക കേട്ടോ. ദ ഓൺലി ടൈപ്പ് ഓഫ് പോളിനേഷൻ ദാറ്റ് ബ്രിങ്സ് ജനറ്റിക്കലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളൻ ഗ്രെയിൻ ടു ദ സ്റ്റിഗ്മ ഈസ് ചാസ്മോഗാമി, ക്ലെസ്റ്റോഗാമി, ജെറനോഗാമി, സെനോഗാമി. എന്താണ് ജനറ്റിക്കലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളൻ ഗ്രെയിൻസ് കൊണ്ടുവരുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ചാസ്മോഗാമിയിൽ എന്താ സംഭവിക്കുന്നത്? ഓപ്പൺ ഫ്ലവർ ആണ്. ക്ലെസ്റ്റോഗാമിയിൽ ക്ലോസ് ഫ്ലവർ ആണ്. ജെറ്റനോഗാമിയിൽ എന്താണ്? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് അല്ലെ? മെയിൽ ഇവിടെയായിരിക്കും, ഫീമെയിൽ ഇവിടെയായിരിക്കും, ഓഫ് ദ സെയിം പ്ലാന്റ്. അപ്പോൾ അതുമല്ല. പക്ഷേ സെനോഗാമിയിലോ ജനറ്റിക്കലി ഡിഫറെൻറ്റ് കൊണ്ടുവരുന്നത് സെനോഗാമിയിലാണ്. ബിക്കോസ് സെനോഗാമി ഇസ് എ കംപ്ലീറ്റ് ക്രോസ് പോളിനേഷൻ, ഇസ്ന്റ് ഇറ്റ്? യെസ്, ഐ വാച്ച് ഫ്രം ബോത്ത് ആപ്പ് ആൻഡ് ഇറ്റ്. വെരി ഗുഡ് അപ്പൂസ്. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ ഡി ആണല്ലേ, നമ്മൾ രാവിലെ പഠിച്ചതാണിത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is an advantage of cross fertilization? ക്രോസ് പോളിനേഷൻ്റെ ക്രോസ് ഫെർട്ടിലൈസേഷൻ ഇതൊക്കെ മുമ്പ് ക്യുവറ്റിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. Increased genetic recombination, meiosis can occur, greater efficiency of pollination, no flowering is needed. ക്രോസ് പോളിനേഷൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താ മക്കളെ? ഇൻക്രീസ്ഡ് ജനറ്റിക് കോമ്പിനേഷൻ അല്ലെങ്കിൽ റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ജനറ്റിക് വേരിയേഷൻ. അതായത് ജനറ്റിക്കലി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമിറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്രോജനി ഒരുപാട് അഡ്വാൻസ്ഡ് ആയിരിക്കും. ഇസ്ന്റ് ഇറ്റ്? നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഫ്യൂണിക്കിൾ? ഇത് നമ്മൾ ഒവ്യൂളിലെ നമ്മുടെ മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ പഠിച്ചിരുന്നു. അതിലെ ഫ്യൂണിക്കിളിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. പ്രൊവൈഡ് സപ്പോർട്ട് ടു ദ ബോഡി, സപ്ലൈ ന്യൂട്രീഷൻസ് ദ ബോഡി ഫ്രം ദ പ്ലസെൻറ്റ. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. നൺ ഓഫ് ദിസ്. സപ്പോർട്ട് ടു ദ ഒവ്യൂൾ അത് കൊടുക്കുന്നുണ്ട്. ഓൾസോ സപ്ലൈങ് ന്യൂട്രീഷൻ ടു ദ ബോഡി ഫ്രം ദ പ്ലാസെൻറ്റ. കാരണം അവരുടെ ഉള്ളിൽ ഒരു കണക്ഷൻ ഉണ്ടല്ലേ, അതിന് നമ്മൾ എന്താ പറയുക? ആ കണക്ഷൻ എന്താ പറയുന്നത്? ഫ്യൂണിക്കിളിൻ്റെ ഉള്ളിൽ ഒരു റിഡ്ജ് ഉണ്ട്, ഒരു വാസ്കുലാർ സ്ട്രാൻഡ് ഉണ്ട്. അതിന് പറയുക റാഫേ എന്നാണ്, ഇസ്ന്റ് ഇറ്റ്? അപ്പം റാഫേ ഉണ്ട്, പ്ലസ് അതിന് പ്ലാസെൻറ്റയുമായിട്ട് നമ്മുടെ ഒവ്യൂളിനെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കണക്ഷനും കൂടിയാണ് എന്ത്? ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ഉണ്ട് അല്ലേ? സപ്പോർട്ടും ഉണ്ട്, സപ്ലൈങ് ന്യൂട്രീഷനും ഉണ്ട്. സോ ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്, ഇസ്ന്റ് ഇറ്റ്? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരിക ഓപ്ഷൻ സി ആയിരിക്കും. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്, ഇസ്ന്റ് ഇറ്റ്? യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ആൻജിയോസ്പേംസ് ദ എംബ്രിയോ സാക്കസ്. മക്കൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? രാവിലത്തെ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത മക്കളെല്ലാവരും പറഞ്ഞേ, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേടാ? In angiosperm, the embryo sac is 8 nucleated 7 celled, 7 nucleate 7 celled, 7 nucleate 8 celled, 9 nucleate 6 celled, 8 nucleated and 7 celled. പോളിഗോണം ടൈപ്പ് ഓഫ് എംബ്രിയോ സാക്ക് ആണ്. നമ്മുടെ എല്ലാം ഹാപ്ലോയിഡ് സെൽസ് ആണ്. ആൻജിയോസ്പേംസിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ്, സർട്ടൈൻ റിവാർഡ്സ് ടു പോളിനേറ്റേഴ്സ് ഇൻക്ലൂഡ്. പോളിനേറ്റേഴ്സിനുള്ള റിവാർഡ്സ് ഏതൊക്കെയാണ്? നെക്ടർ ആൻഡ് പോളൻ ഗ്രെയിൻ ആസ് ഫുഡ്സ്. ഫ്ലവർ
ക്രോസ് പോളിനേഷൻ നടത്തുമ്പം നമ്മളെ പോളിനേറ്റേഴ്സിന് കുറച്ച് അട്രാക്റ്റൻസ് കൊടുക്കും, റിവാർഡ്സ് കൊടുക്കും നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ റിവാർഡ്സ് എന്തൊക്കെയാണെന്ന് തന്നെ ചോദിക്കുന്നത്. പ്രൊവൈഡ് സേഫ് പ്ലേസ് ഫോർ ലേയിങ് എഗ്സ്, ഫോർമേഷൻ ഓഫ് എംബ്രിയോസ്, എ ആൻഡ് ബി രണ്ടുമുണ്ട് അല്ലേ. ബോത്ത് എ ആൻഡ് ബി, നെക്ടർ ആൻഡ് പോളൻ ഗ്രെയിൻസ് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നു, സേഫ് പ്ലേസ് ഫോർ ലേയിങ് എഗ്സും കൊടുക്കുന്നു. ബോത്ത് എ ആൻഡ് ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻജിയോസ്പേം മെഗാസ്പൊറാൻജിയം ഇസ് ഈക്വലൻ ടു. മെഗാസ്പൊറാൻജിയം എന്ന് പറയുന്നത് എന്ത് ടേം ആണ്, എന്തിൻ്റെ മറ്റൊരു പേരാണ്? ഒവ്യൂൾ, എംബ്രിയോസാക്, ഓവറി, എഗ് അപ്പാരറ്റസ്. ഒവ്യൂളിൻ്റെ മറ്റൊരു പേരാണ് മെഗാസ്പൊറാൻജിയം. എംബ്രിയോസാക്കിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരെന്താ? ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് എന്നാണ് പറയുക. isn't it? Next question, which of the following is a characteristic of insect pollinated flowers? മക്കളെല്ലാവരും പറഞ്ഞേ, ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഏതാണ്? ലൈറ്റ് കളേർഡ് സെൻറ്റഡ് പോളൻ കവേർഡ് വിത്ത് നെക്ടർ, ഡ്രൈ പോളൻസ് വിത്ത് സ്മൂത്ത് സർഫസ്, സ്റ്റിക്കി പോളൻ ആൻഡ് റഫ് സർഫസ് സ്റ്റിഗ്മ, ബ്രൈറ്റ്ലി കളേർഡ് പോളൻസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ ബ്രൈറ്റ്ലി കളേർഡ് പോളൻസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണോ? സ്റ്റിക്കി പോളൻ വിത്ത് ആൻഡ് റഫ് സർഫസ് സ്റ്റിഗ്മ ആയിരിക്കും? എന്തായിരിക്കും? യെസ്, പോളൻ ഗ്രെയിൻ്റെ പ്രത്യേകത എന്തായിരിക്കും മക്കൾ പറഞ്ഞേ? ഡെയിലി ക്ലാസ് ഉണ്ടാകും കേട്ടോ മീനു, ഡെയിലി ക്ലാസ് ഉണ്ടാകും. ലൈറ്റ് കളേർഡ് സെൻറ്റഡ് പോളൻ കവേർഡ് വിത്ത് നെക്ടർ ആയിരിക്കുമോ? ഡ്രൈ പോളൻസ് വിത്ത് സ്മൂത്ത് സർഫസ് ആയിരിക്കുമോ? സ്റ്റിക്കി പോളൻ ആൻഡ് റഫ് സർഫസ് സ്റ്റിഗ്മ ആയിരിക്കും. സ്റ്റിക്കി പോളൻ ഗ്രെയിൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. യെസ്, ആൻഡ് ലാർജ് ക്വാണ്ടിറ്റിയിൽ പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിമോഫിലിയിലാണ്, പക്ഷേ എൻറ്റമോഫിലിയിലും. അപ്പോൾ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്തായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ? ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? സ്റ്റിക്കി പോളൻ ആയിരിക്കണം നമുക്കറിയാം, പക്ഷേ സ്റ്റിഗ്മയുടെ കാര്യം നമ്മളോട് പറയുന്നില്ല, isn't it? അപ്പോൾ നമ്മൾ ബ്രൈറ്റ്ലി കളേർഡ് പോളൻസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി ആണ് എടുക്കുക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് എടുക്കുന്നത് കേട്ടോ. യെസ്, നെക്സ്റ്റ്, പോളിനേഷൻ ക്യാരിഡ് ഔട്ട് ത്രൂ വാട്ടർ ഈസ് അനിമോഖോറി, ഹൈഡ്രോഫിലി, ഹൈഡ്രോഖോറി, അനിമോഫിലി. ഹൈഡ്രോഫിലി ആണ് പോളിനേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ടർ നമ്മൾ പറയുക. ഈ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ? 7th ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വിൽ കം ബാക്ക് ടു ദിസ് ക്വസ്റ്റ്യൻ. കുറച്ച് മക്കൾക്കെങ്കിലും ഈ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, വിൽ കം ബാക്ക്. മാം ഒന്നും കൂടി ഇത് നിങ്ങൾക്ക് ലാസ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ടിപ്പിക്കൽ എംബ്രിയോ സാക്ക് കൺസിസ്റ്റ് ഓഫ്. ആൻജിയോസ്പേംസിലെ ടിപ്പിക്കൽ എംബ്രിയോ സാക്ക്. മാം മിസ് ഇന്നലത്തെ 100 ക്വസ്റ്റ്യൻ്റെ PDF കിട്ടിയില്ല എന്ന് ഹിമ പറയുന്നുണ്ട്. ഓക്കെ, ചെയ്യാട്ടോ. Typical embryo sac consists of egg, synergids and secondary cell, synergids, egg, central cell and secondary wall, egg, synergids, polar nuclei and antipodals. എന്താണുള്ളത്? 8 ന്യൂക്ലിയേറ്റഡ് ആണ്, 7 സെൽഡ് ആണ്. അപ്പോൾ ഏതൊക്കെയുള്ളത്? എഗ് ഉണ്ട്, സിനർജിഡ്സ് ഉണ്ട്, പോളാർ ന്യൂക്ലിയ ഉണ്ട്, ആൻറ്റിപോഡൽസ് ഉണ്ട്. isn't it? ഓപ്ഷൻ സി ആണ് വരിക അല്ലേ. 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇസ് ഓപ്ഷൻ സി. isn't it children? Okay, which one produces embryo sac? മെഗാസ്പോർ മദർ സെൽ, മെഗാസ്പോർ, മൈക്രോസ്പോർ, എംബ്രിയോ സെൽ. ആരാ പ്രൊഡ്യൂസ് ചെയ്യാം? മെഗാസ്പോർ മദർ സെല്ല് മെഗാസ്പോറോജെൻസിസിൽ ആദ്യം എന്താ ചെയ്യും? മിയോസിസ് നടത്തി നമുക്ക് മെഗാസ്പോർ ടെട്രായിഡ് തരും. അതിലെ ഒരു മെഗാസ്പോർ, അതായത് നമ്മുടെ ഫങ്ഷണൽ മെഗാസ്പോർ എന്ന് പറയുന്ന ആളാണ് എന്ത്? നമുക്ക് നമ്മുടെ എംബ്രിയോ സാക്കിനെ തരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. രാവിലെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് വെച്ചിട്ട് മക്കൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. ഐ യു ഏബിൾ ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ചിൽഡ്രൻ? ഇതുവരെ നമ്മൾ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റ് ആക്കാൻ പറ്റിയത് ആർക്കാണ്? എല്ലാം കറക്റ്റ് ആക്കാൻ പറ്റിയത് ആർക്കാന്ന് പറഞ്ഞേ. യെസ്, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് വെച്ചിട്ട് കണക്ട് ചെയ്ത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? യെസ്, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ കമൻറ്റ് ബോക്സിൽ. അപ്പം തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിച്ച് പോവാം. നെക്സ്റ്റ്, which of the following condition is required for the autogamy? ഓട്ടോഗാമിക്ക് വേണ്ട കണ്ടീഷൻ, അതായത് സെൽഫ് പോളിനേഷൻ നടക്കാൻ വേണ്ട കണ്ടീഷൻ എന്താണ്? ബൈസെക്ഷുവാലിറ്റി വേണം, സിൻക്രണി ഇൻ പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി, രണ്ടും ഒരേ സമയത്ത് മെച്ചുർ ആവണം അല്ലേ. കാരണം ഇതിപ്പോൾ ഒരു ക്ലോസ് ഫ്ലവർ ആണെങ്കിൽ സ്റ്റിഗ്മ ആൻഡ് ആന്തർ ഷുഡ് ബി ക്ലോസ് ടു ഈച്ച് അതർ. ഓൾ ഓഫ് ദീസ് ആണ് വരിക അല്ലേ. കാരണം എന്താ? ഇതൊരു ക്ലോസ് ഫ്ലവർ ആണെന്ന് വെക്കുക. ഒരു ക്ലെസ്റ്റോഗാമസ് ഫ്ലവർ ആണെങ്കിൽ ഇതിൽ സ്റ്റിഗ്മ റെഡി ആയിരിക്കണം അല്ലേ പോളൻ ഗ്രെയിനെ റിസീവ് ചെയ്യാൻ. അറ്റ് ദ സെയിം ടൈം ആന്തേഴ്സും റെഡി ആയിരിക്കണം, മെച്ചുർ ആയിരിക്കണം. എന്നാലേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. isn't it? ബൈസെക്ഷുവാലിറ്റി, സിൻക്രണി ഇൻ പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി, സ്റ്റിഗ്മ ആൻഡ് ആന്തർ ഷുഡ് ബി ക്ലോസ് ടു ഈച്ച് അതർ. ഓൾ ഓഫ് ദിസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, യെസ് എവറിബഡി,
species that provides floral rewards in the form of providing safe area to lay eggs. ഇത് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞു തന്നിരുന്നു. ഇതിൽ ഏത് ഫ്ലവറാണ് ഇൻസെക്റ്റിന് പോളിനേറ്ററിന് എഗ് ഇടാനുള്ള സ്ഥലം കൊടുക്കുന്നത്? അമോർഫോഫാലസ്, ഫിഗ്, യൂക്ക, ഓൾ ഓഫ് ദിസ് എല്ലാം ഉണ്ടല്ലേ. നമ്മൾ അമോർഫോഫാലസ് പഠിച്ചു, പിന്നെ ഫിഗും വാസ്പും പഠിച്ചു, യൂക്കയും മോത്തും പഠിച്ചു. അപ്പം ഓൾ ഓഫ് ദിസ് അവർക്ക് മുട്ടയിടാനുള്ള സ്ഥലം കൊടുക്കുന്നു. മ്യൂച്വലിസത്തിൻ്റെയും കൂടി എക്സാമ്പിൾ ആണ് അല്ലേ. നെക്സ്റ്റ്, മെനി ഇൻസെക്ട്സ് മേ കൺസ്യൂം pollen or the nectar without bringing about pollination. Such floral visitors referred to as, yes, pollen robbers, nectar robbers, both A and B. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. അതായത് ചിലർ പോളിനേഷൻ ആണെന്നുള്ള രീതിയിൽ ഇൻസെക്റ്റ് പോയിട്ട് ഫ്ലവറിലിരിക്കും. അപ്പോൾ ഫ്ലവർ അവർക്ക് നെക്ടർ കൊടുക്കുന്നു, അവിടെ നിന്ന് പോളൻ ഗ്രെയിൻ കൊടുക്കുന്നു. ഇവരിതെല്ലാം കഴിച്ചിട്ട് ഇവർ പോളിനേഷൻ ഒന്നും നടത്തില്ല അല്ലേ. അപ്പോൾ അവരെ നമ്മൾ പോളൻ റോബേഴ്സ് എന്നും വിളിക്കും, നെക്ടർ റോബേഴ്സ് എന്നും വിളിക്കും. ഓക്കെ, ബോത്ത് A and B കറക്റ്റ് ആണ് കേട്ടോ. 13th ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി, ബോത്ത് A and B. നെക്സ്റ്റ്, വൺ ഓഫ് ദ മേജർ അപ്രോച്ചസ് ഓഫ്, എൻ്റെ വോയിസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? മാം പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? മാം മൈക്ക് യൂസ് ചെയ്യുന്നില്ലായിരുന്നു, മക്കൾക്ക് കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ മൈക്ക് യൂസ് ചെയ്യാം. One of the major approaches of crop improvement program, artificial hybridization for the bisexual flower ഇൻക്ലൂഡ്സ് ഫോളോയിങ് സ്റ്റെപ്സ്. ബൈസെക്ഷൽ ഫ്ലവർ ആണ് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമുക്ക് അൺവാണ്ടഡ് ആന്തേഴ്സിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഇമാസ്കുലേഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് ബാഗിങ് ഉണ്ട്, പിന്നെ നമ്മൾ നമ്മുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ഡസ്റ്റ് ചെയ്യും. അപ്പോൾ പോളിനേഷൻ നടക്കാൻ വേണ്ടി അലൗ ചെയ്യും. അത് കഴിഞ്ഞ് അതിനെ റീബാഗ് ചെയ്യും, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ഓപ്ഷൻ സി ആണ് വരിക. 14th question, the answer is option C. Xenogamy is pollination between two flowers of two different plants, pollination between two different flowers of the same plant and same branch, pollination between anther and stigma of the same flower, mechanism of parthenocarpy. Xenogamy എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് ക്രോസ് പോളിനേഷൻ ആണ്. പോളിനേഷൻ ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഓഫ് ദ two different plants, isn't it? Option A ആണ് വരിക അല്ലേ. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ക്രോസ് പോളിനേഷൻ. സെനോഗാമി ജനറ്റിക് വേരിയേഷൻസ് നമുക്ക് തരുന്ന മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഓഫ് ക്രോസ് പോളിനേഷൻ ആണ് സെനോഗാമി. കറക്റ്റ്. ടു ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഓഫ് ടു ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. പക്ഷേ അതിൻ്റെ ഒരു റൂൾ ഉണ്ട്, ഇഫ് പ്ലാന്റ്സ് ഹാസ് ടു ബിലോങ് ടു ദ സെയിം സ്പീഷീസ്, isn't it? Next, more than one ovule is found in papaya, mango, orchids, both A and C. പപ്പായയിലും നമുക്ക് കാണാം മോർ ദാൻ വൺ ഓവ്യൂള്, ഓർക്കിഡ്സിലും കാണാം. മാംഗോ എന്ന് പറയുന്നത് ഡ്രൂപ്പ് ആണ്, അതായത് സിംഗിൾ സീഡഡ് ഫ്രൂട്ട് ആണ്. അപ്പോൾ ബോത്ത് A and C ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 16th question, the answer is both A and C, isn't it? നെക്സ്റ്റ്, എ പെയർ ദാറ്റ് ഹാസ് ഹാപ്ലോയിഡ് സ്ട്രക്ചർ ഈസ്. എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ന്യൂസെല്ലസ് ആൻഡ് സ്റ്റേമൻ. സ്റ്റേമനിൽ എല്ലാം ഡിപ്ലോയിഡ് ആണ്, ന്യൂസെല്ലസും ഡിപ്ലോയിഡ് ആണ്. ഹാപ്ലോയിഡ് N ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻറ്റിപോഡൽ സെൽസ് ആർ ഹാപ്ലോയിഡ്, എഗ് സെൽ ഇസ് ഹാപ്ലോയിഡ്. ആൻറ്റിപോഡൽ സെൽസ് ആർ ഹാപ്ലോയിഡ്, മെഗാസ്പോർ മദർ സെൽ ഇസ് ഡിപ്ലോയിഡ്, ന്യൂസെല്ലസ് ഇസ് ഡിപ്ലോയിഡ്. പ്രൈമറി എൻഡോസ്പെർമിക് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ട്രിപ്ലോയിഡ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് വരിക അല്ലേ. ആൻറ്റിപോഡൽ സെൽസ് ആൻഡ് എഗ് സെൽസ് ആണ് കറക്റ്റ് ആൻസർ വരിക. നെക്സ്റ്റ്, ചാസ്മോഗാമി റെഫേഴ്സ് ടു എ കണ്ടീഷൻ വെയർ. ചാസ്മോഗാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ പഠിച്ചില്ലായിരുന്നു, ചോമു ഫ്ലവർ, അതായത് എല്ലാം ഓപ്പൺ ആയിട്ടുള്ള ഫ്ലവർ, ആൻതേഴ്സും സ്റ്റിഗ്മയൊക്കെ പുറത്തേക്ക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫ്ലവർ, ഓപ്പൺ ഫ്ലവർ. ഫ്ലവേഴ്സ് റിമെയിൻ ക്ലോസ്, ഫ്ലവേഴ്സ് ആർ ആബ്സെന്റ്, ഫ്ലവേഴ്സ് ആർ ഓപ്പൺ, ഫ്ലവേഴ്സ് ആർ ഗാമോ പെറ്റാലസ്. ഫ്ലവേഴ്സ് ആർ ഓപ്പൺ ആണ് അല്ലേ. ചാസ്മോഗാമസ് ഫ്ലവേഴ്സ് ആർ ഓപ്പൺ ഫ്ലവേഴ്സ്. അപ്പോൾ നമ്മൾ 3 പ്ലാന്റ്സും പഠിച്ചിരുന്നു, ഓക്സാലിസ്, വയോല, കോമൺ പാൻസി. ഇവരിലൊക്കെ ഫ്ലവേഴ്സ് ഓപ്പൺ ഫ്ലവേഴ്സ് ആണ്. ഓക്കെ, ഓപ്പൺ ഫ്ലവേഴ്സും ഉണ്ട്, അവർക്ക് ക്ലോസ് ഫ്ലവേഴ്സും ഉണ്ട് അല്ലേ. യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് കോമൺ പാൻസി? കോമൺലീന, വയല, പൈസം, വാലിസ്നേരിയ. ആരുടെ കോമൺ പേരാണ് കോമൺ പാൻസി എന്നുള്ളത്? വയലയുടെ പേരല്ലേ? യെസ്, കോമൺ പാൻസി എന്ന് നമ്മൾ വിളിക്കുന്നത് വയലയുടെ മറ്റൊരു പേരാണ് അല്ലേ. ഓക്സാലിസ്, കോമൺലീന ആൻഡ് വയല. വയലയുടെ മറ്റൊരു പേരാണ് കോമൺ പാൻസി എന്നുള്ളത്, isn't it? 19th question, the answer is option B. Next, egg apparatus comprises of egg cell and antipodal cells, antipodal cell and central cell, egg cell and 2 synergids, egg cell and 1 synergid. egg cellും നമ്മുടെ ആൻജിയോസ്പെർമിക് എംബ്രിയോ സാക്ക് നമുക്കറിയാം, ദാ ഇങ്ങനെയാണ് ഇരിക്കുക. 8 ന്യൂക്ലിയേറ്റഡ് ആണ്, 7 സെൽഡ് ആണ്, isn't it children? 8 ന്യൂക്ലിയേറ്റഡ് ആണ്, 7 സെൽഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇത് കണ്ടോ, എഗ് അപ്പാരറ്റസ്, ഫൈലിഫോം അപ്പാരറ്റസ് ഉണ്ട്. അപ്പോൾ ദാ ഇവിടെ നമുക്ക് 2 എഗ് സെല്ല് കാണാൻ വേണ്ടി പറ്റും. കറക്റ്റ്, 2 സിനർജിഡ്സിനെ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഇവിടെ ഒരു
egg cell ഉണ്ട്, isn't it? Yes, അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ഇസ് egg cell and 2 synergids ആണ്. ഇതിനെയാണ് നമ്മൾ egg apparatus എന്ന് പറയാം അല്ലേ, ഒരു എഗ്ഗും 2 synergidsഉം. Cross pollination is preferred over self pollination because it results in better offspring. എന്തുകൊണ്ടാണ് cross pollination plants prefer ചെയ്യുന്നത്? It results in better offspring, new varieties are formed, it is easy, parthenogenesis can be induced. Why cross pollination is preferred? Because new varieties are formed. Genetic variation ഉള്ളപ്പോഴല്ലേ നമുക്ക് പുതിയ വെറൈറ്റീസിനെ കിട്ടുന്നത്, കറക്റ്റ്? ബിക്കോസ് ന്യൂ വെറൈറ്റീസ് ആർ ഫോം, ക്രോസ് പോളിനേഷൻ ഇസ് പ്രിഫേർഡ് ഓവർ സെൽഫ് പോളിനേഷൻ. അതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇൻ ക്രോസ് സെൽഫ് ഫെർട്ടിലൈസ്ഡ് പ്ലാന്റ്സ് the flowers are first emasculated, അതായത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. വിച്ച് ഓർഗൻ ഓഫ് ദ പ്ലാന്റ് ഇസ് റിമൂവ്ഡ് ഇൻ ദിസ് പ്രോസസ്? നമ്മൾ എന്താണ് റിമൂവ് ചെയ്യുന്നത്? സ്റ്റേമൻസ് അല്ലെങ്കിൽ ആന്തേഴ്സ് ആണ് ഇവിടെ റിമൂവ് ചെയ്യുന്നത് അല്ലെ. ഇമാസ്കുലേഷനിൽ നമ്മൾ എടുത്തു മാറ്റുന്നത് ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ അതിൻ്റെ ആന്തേഴ്സ് അല്ലെങ്കിൽ സ്റ്റേമൻസ് ആണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. Dioecious condition can prevent, മക്കൾ പറഞ്ഞേ, dioecious condition can prevent autogamy, xenogamy, geitonogamy, both A and C. Dioecious condition എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? both male and female flowers are on 2 different plants. ഓക്കെ, അപ്പോൾ dioecious condition പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ഓട്ടോഗാമീനെയും പ്രിവെൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ ജെറ്റനോഗാമീനെയും പ്രിവെൻറ്റ് ചെയ്യും. ബോത്ത് A and C ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരിക. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. നെക്സ്റ്റ്, the point of attachment of the stalk with the seed is. point of attachment of stalk with the seed is. seed എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓവ്യൂൾ ആണ്. അപ്പം ഓവ്യൂൾ ആണല്ലോ ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ സീഡായിട്ട് മാറുന്നത് അല്ലേ. ഓവറി വിൽ ബിക്കം ദ ഫ്രൂട്ട് ആൻഡ് ഓവ്യൂൾ വിൽ ബിക്കം ദ സീഡ്. അപ്പോൾ പോയിന്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ഓഫ് ദാറ്റ് സ്റ്റോക്ക് ഓഫ് ദാറ്റ് ഓവ്യൂൾ എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂണിക്കിൾ. ഫ്യൂണിക്കിളും ഓവ്യൂളും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ ഹൈലം എന്ന് പറയും. isn't it? scar on the seed. Which of the following is correct about pollination? Shedding of pollen from anthers. Correct ആണ് ചോദിച്ചിരിക്കുന്നത്. Similar to fertilization of animals. Okay. Transfer of pollen from anthers to stigmas. Transfer of pollen from anthers to ovules. Transfer ആണ് അല്ലേ. Pollination എന്ന് പറഞ്ഞാൽ it is the process of transfer of pollen grains from the anther to the stigmas, isn't it? With the help of an external agent. Next, embryo sac is to ovule as dash is to anther. എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്. ഓവ്യൂൾ എന്ന് പറയുന്നത് മെഗാസ്പൊറാൻജിയം. കറക്റ്റ്. അപ്പോൾ ആന്തർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആന്തർ. യെസ്, ആന്തറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പോളൻ ഗ്രെയിൻ ഉണ്ടാവുന്നത് അല്ലേ. ആന്തറിൻ്റെ ഉള്ളിലാണ് ആന്തർ ടു സ്റ്റേമൻ, ആന്തർ ടു ഫിലമെൻറ്റ്, ആന്തർ ടു ആൻഡ്രൂഷ്യം, ആന്തർ ടു പോളൻ ഗ്രെയിൻ ആണ് വരിക. കറക്റ്റ്. ബിക്കോസ് ഓവ്യൂൾ is nothing but the megasporangium. അതിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? embryo sac. embryo sac is the female gametophyte, isn't it? Similarly, ആന്തറിൻ്റെ ഉള്ളിലാണ്, ആന്തർ ബൈലോബ്ഡ് ആണ്, ഡൈത്തീക്കസ് ആണ് നമുക്കറിയാം. അതിൻ്റെ ഉള്ളിലാണ് പോളൻ സാക്ക് ഉള്ളത്. പോളൻ സാക്ക് ആണ് നമ്മുടെ മൈക്രോസ്പൊറാൻജിയം അല്ലേ. യെസ്, അപ്പം അതിൻ്റെ ഉള്ളിലാണ് എന്തുണ്ടാവുന്നത്? പോളൻ ഗ്രെയിൻ ഫോം ചെയ്യുന്നത്. പോളൻ ഗ്രെയിന് നമ്മൾ പറയുന്നത് മെയിൽ ഗാമെറ്റോഫൈറ്റ് ആണ്. എംബ്രിയോ സാക്ക് ഈസ് ടു ഓവ്യൂൾ ആസ് ഡാഷ് ഈസ് ടു ആന്തർ, പോളൻ ഗ്രെയിൻ ഈസ് ടു ആന്തർ എന്നാണ് കറക്റ്റ് ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് വരിക അല്ലേ. പോളൻ ഗ്രെയിൻ ഈസ് ടു ആന്തർ. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് വിത്ത് റെസ്പെക്ട് ടു എ ടിപ്പിക്കൽ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ്. അതായത് എംബ്രിയോ സാക്കിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് 8 ന്യൂക്ലിയേറ്റഡ് ആൻഡ് 7 സെൽഡ് അറ്റ് മെച്യൂരിറ്റി. അത് ശരിയാണ്. ഇറ്റ് ഈസ് ഫ്രീ ന്യൂക്ലിയർ ഡ്യൂറിങ് ഡെവലപ്മെൻറ്റ്. ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻസ് അല്ലേ നടക്കുന്നതും ശരിയാണ്. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ ഇൻറ്റഗ്യുമെൻറ്റ് ബട്ട് ഔട്ട്സൈഡ് ദ ന്യൂസെല്ലസ്. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ ഇൻറ്റഗ്യുമെൻറ്റ്, പക്ഷേ ന്യൂസെല്ലസിൻ്റെ ഉള്ളിലല്ല അല്ലേ, പുറത്താണ് അത് ഫോം ചെയ്യുന്നത്. അതും ശരിയാണ്. ഇറ്റ് കംപ്രൈസസ് ഓഫ് ആൻ എഗ് അപ്പാരറ്റസ് പ്രസൻറ്റ് നിയർ ദ ചെലാസൽ എൻഡ്. അത് തെറ്റാണ്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എ ടിപ്പിക്കൽ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ആണ് ചോദിക്കുന്നത്. 8 ന്യൂക്ലിയർ 7 സെൽഡ് ശരിയാണ്. ഫ്രീ ന്യൂക്ലിയർ ഡ്യൂറിങ് ഡെവലപ്മെൻറ്റ് ശരിയാണ്, കാരണം വോൾ ഫോർമേഷൻ നടക്കുന്നത് ഫൈനൽ സ്റ്റേജിലാണ് നമുക്കറിയാം. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ ഇൻറ്റഗ്യുമെൻറ്റ് ബട്ട് ഔട്ട്സൈഡ് ദ ന്യൂസെല്ലസ് എന്ന് പറയുന്നത് ശരിയാണോ?
ശരിക്കും ഇത് തെറ്റാണ് അല്ലേ? ബിക്കോസ് ഇൻസൈഡ് ദ ഇൻറ്റഗ്യുമെൻറ്റ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇൻസൈഡ് ദ ഇൻറ്റഗ്യുമെൻറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് present, it is actually formed from the nucellular cells, from the megaspore mother cell എന്നാണ് പറയുക അല്ലേ? അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ എ ആൻഡ് ബി നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാം. ഓട്ടോഗാമി ക്യാൻ ഒക്യൂർ ഇൻ എ ചാസ്മോഗാമസ് ഫ്ലവർ ഇഫ്, ഒരു ചാസ്മോഗാമസ് ഫ്ലവറിൽ, ചാസ്മോഗാമസ് പറഞ്ഞാൽ ഓപ്പൺ ഫ്ലവറിൽ ഓട്ടോഗാമി ഒക്യൂർ ചെയ്യുന്ന ഒരു കണ്ടീഷൻ പറയാമോ? പോളൻ മെച്യൂർസ് ബിഫോർ മെച്യൂരിറ്റി ഓഫ് ഒവ്യൂൾ, ഒവ്യൂൾസ് മെച്യൂർ ബിഫോർ മെച്യൂരിറ്റി ഓഫ് പോളൻ, ബോത്ത് പോളൻ ആൻഡ് മെച്യൂർ ഒവ്യൂൾസ് സൈമൾട്ടേനിയസ്ലി, ബോത്ത് ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ ഓഫ് ഈക്വൽ ലെങ്ത്. ഇതിൽ എന്തായിരിക്കും കറക്റ്റ് ആൻസർ? ഓട്ടോഗാമി. ചാസ്മോഗാമസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ഫ്ലവർ. അപ്പോൾ അതിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്സ് സിങ്ക്രണി ഉണ്ടായാൽ, ഒരേ സമയത്ത് മെച്ചുർ ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ സെൽഫ് പോളിനേഷൻ നടക്കാം. ബോത്ത് പോളൻ ആൻഡ് ഓവ്യൂൾസ് മെച്ചുർ സൈമൾട്ടേനിയസ്ലി, ബോത്ത് ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ ഓഫ് ഈക്വൽ ലെങ്സ്. ഇത് രണ്ടും നമുക്ക്, ആന്തറിനും സ്റ്റിഗ്മയ്ക്കും ഈക്വൽ ലെങ്സ്, അത് നമുക്ക് എടുക്കാം. പക്ഷേ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും, ബോത്ത് പോളൻസ് ആൻഡ് ഓവ്യൂൾസ്. ഓവ്യൂൾസ് പറഞ്ഞാൽ എഗ്ഗും എല്ലാം കറക്റ്റ് സമയത്ത് റെഡി ആയിരിക്കുന്നത് മെച്ചുർ ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാൻ പ്രിവെൻറ്റ്സ് ബോത്ത് ജെറ്റനോഗാമി ആൻഡ് ഓട്ടോഗാമി? അതായത് സെൽഫ് പോളിനേഷൻ അലൗ ചെയ്യാത്തത് ആരാണ്? മോണോയിഷ്യസ് പ്ലാന്റ് ബെയറിംഗ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, ഡൈയിഷ്യസ് പ്ലാന്റ് ബെയറിംഗ് ഓൺലി മെയിൽ ഓർ ഫീമെയിൽ ഫ്ലവേഴ്സ്, മോണോയിഷ്യസ് പ്ലാന്റ് ബെയറിംഗ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്, ഡൈയിഷ്യസ് പ്ലാന്റ് ബെയറിംഗ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ആരാണ് ഈ ജെറ്റനോഗാമിയും ഓട്ടോഗാമിയും പ്രിവെൻറ്റ് ചെയ്യുന്നത്? ഡൈയിഷ്യസ്. ഡൈയിഷ്യസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിൽ മെയിൽ ഫ്ലവർ മാത്രമേ ഉള്ളൂ ആൻഡ് ഒരു പ്ലാന്റിൽ ഫീമെയിൽ ഫ്ലവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരല്ലേ ഓട്ടോഗാമി സമ്മതിക്കില്ല, ജെറ്റനോഗാമി സമ്മതിക്കില്ല, ഓൺലി Xenogamy മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. കറക്റ്റ്. യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ് ആൻഡ് ട്രിപ്ലോയിഡ് സ്ട്രക്ചർ ഇൻ എ ഫെർട്ടിലൈസ്ഡ് എംബ്രിയോ സാക്ക്? ഒരു ഫെർട്ടിലൈസ്ഡ് എംബ്രിയോ സാക്കിൽ ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ് ആൻഡ് ട്രിപ്ലോയിഡ് സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്? മക്കൾ പറഞ്ഞേ, ഹാപ്ലോയിഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത് ആദ്യം. സിനർജിഡ് എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്, സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്, ആൻഡ് പ്രൈമറി എൻഡോസ്പെർമിക് ന്യൂക്ലിയസ് ഇസ് ട്രിപ്ലോയിഡ്. ഇവിടെ ഹാപ്ലോയിഡ്, പോളാർ ന്യൂക്ലിയസ് is also haploid, zygote is diploid. Antipodal cells are haploid, synergid is haploid, primary endospermic nucleus is triploid. Synergid is haploid, polar nuclei haploid, zygote is diploid. അപ്പോൾ എന്തായിരിക്കും ഇത് ചോദിച്ചിരിക്കുന്നത്? ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ് ആൻഡ് ട്രിപ്ലോയിഡ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. ഇനി ഏത് ക്വസ്റ്റ്യനിലായിരുന്നു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നത്? 7th ക്വസ്റ്റ്യനിലായിരുന്നു അല്ലേ? ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആണ് ചോദിക്കുന്നത്. ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന് ബ്രൈറ്റ്ലി കളേർഡ് പെറ്റൽസ് ആയിരിക്കും. അവർക്ക് ഒന്നെങ്കിൽ ഫൗൾ ഓർഡർ ഉണ്ടാകും അല്ലെങ്കിൽ ഫ്രാഗ്നൻസ് ഉണ്ടാക്കും. സ്റ്റിക്കി പോളൻ ഗ്രെയിൻസ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്കി പോളൻ ആൻഡ് റഫ് സർഫസ് സ്റ്റിഗ്മ, അതായത് ഈ സ്റ്റിക്കി പോളൻ ഗ്രെയിൻസിനെ പെട്ടെന്ന് അറ്റാച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിഗ്മയുടെ സർഫസ് റഫ് ആയിരിക്കാനും സാധ്യതയുണ്ട് അല്ലേ? ബ്രൈറ്റ്ലി കളേർഡ് പോളൻസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി നമ്മുടെ ബുക്കിൽ എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. സോ ഐ ഹോപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ടൊന്നും ഇല്ലല്ലോ? മക്കൾക്ക് ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ മാം സെഷൻ എൻഡ് ചെയ്യട്ടെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോകാം. ഇനി നെക്സ്റ്റ് ഫിസിക്സ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഐ ഹോപ്പ് വാട്ട് എവർ ഐ ഡിസ്കസ്ഡ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാം ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? എവറിത്തിങ് ഈസ് ക്ലിയർ റൈറ്റ്? യെസ്. അപ്പം ഈ ഡിസ്കഷൻ സെഷൻ മക്കൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ വീഡിയോ എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക കേട്ടോ. ആൻഡ് നെക്സ്റ്റ് സെഷനിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, താങ്ക് യു, ബൈ. ബൈ ബൈ. അപ്പൂസ് പറയുന്നു ഐശ്വര്യന്ന്. എന്താ അപ്പൂസേ? അപ്പൂസിനൊന്നും മനസ്സിലായില്ലേ? എന്താണ് അപ്പൂസ് വിഷമിച്ചിരിക്കുന്നത്? യെസ്, ഈ ലെവൽ ക്വസ്റ്റ്യൻ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. കാരണം മാം ഇവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും ക്യുവറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും 7th ആൻസർ ഫസ്റ്റ് ഡി അല്ലേ പറഞ്ഞേ? ഡി അല്ല, അനന്തകൃഷ്ണൻ മാം പറഞ്ഞതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. യെസ്, യാ, ഓക്കെ. അപ്പോൾ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഓക്കെ, താങ്ക് യു.
ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ബൈ. Hi guys. Good evening everyone. So നമ്മുടെ question discussion series in the first day ആണ്. Hope you can see me and audible അല്ലേ മക്കളെ? കേൾക്കാനൊക്കെ പറ്റുന്നില്ല, റെഡി അല്ലേ? So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത രാവിലെ നമ്മൾ പഠിച്ച കോൺസെപ്റ്റുകൾ റേ ഓപ്റ്റിക്സിന്റെ ബേസിക്സ് ആണ്. വളരെ കുറഞ്ഞ ടോപ്പിക് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ ചാപ്റ്ററിന്റെ ഡെപ്തിലേക്ക് കയറാൻ പോകുന്നുള്ളൂ. ഗുഡ് ഈവനിങ് എവ്രി വൺ. ചാപ്റ്ററിന്റെ ഡെപ്തിലേക്ക് കയറാൻ പോകുന്നുള്ളൂ. വരും ദിവസങ്ങളിൽ പാർട്ട് 2 പാർട്ട് 3 ചാപ്റ്ററിന്റെ ഇൻഡെപ്ത് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഇന്ന് വളരെ ബേസിക് ആയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതിന്റെ ആ കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഇന്ന് ഫിസിക്സിലെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരിക്കും. അത് നെക്സ്റ്റ് ഡേയിൽ നമുക്ക് കൂടുതൽ ടോപ്പിക്സ് എടുത്തതിന് ശേഷം നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് പ്ലെയിൻ മിറർ റിഫ്ലക്ഷനും സ്പെറിക്കൽ മിററിന്റെ ഒരു ഇൻട്രൊഡക്ഷനുമാണ്. അപ്പോൾ പ്ലെയിൻ മിറർ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ വേഗത്തിൽ നിങ്ങൾ ആൻസേഴ്സ് പറയുക. നിങ്ങൾക്ക് ആൻസേഴ്സ് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമ്മൾ രാവിലെ പഠിച്ച കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ലെറ്റ്സ് സീ. The light reflected by a plane mirror may form real image. പ്ലെയിൻ മിററിന് റിഫ്ലക്ട് ചെയ്തിട്ട് റിയൽ ഇമേജ് ഫോം ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. അങ്ങനെയെങ്കിൽ ആ ഇൻസിഡന്റ് റേ ഏത് വിധത്തിലുള്ള ഇൻസിഡന്റ് റേ ആയിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. സി നോക്കൂ, ഇതൊരു പ്ലെയിൻ മിറർ. നിങ്ങളൊന്ന് ആൻസർ കമന്റ് ചെയ്തേ. ഇതൊരു പ്ലെയിൻ മിറർ. ഇതിൽ രണ്ട് പോസിബിലിറ്റിയാണ്. ആസ് വി നോ, കൺവേർജിങ് ബീം ഓഫ് ലൈറ്റ്, അതായത് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യാൻ പോകുന്ന ലൈറ്റ് റൈസ്.
ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യാൻ പോകുന്ന ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്താൽ ദ റിഫ്ലക്ഷൻ വിൽ ബി ലൈക്ക് ദിസ്. ഇവിടെ ഒരു നോർമൽ വരച്ചാൽ ഇവിടെ ഒരു നോർമൽ വരച്ചു കഴിഞ്ഞാൽ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഈ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കും. ഹിയർ ഇറ്റ് ഇസ് ഓൾസോ. അപ്പോൾ ഈ ലൈറ്റ് റേ ആക്ച്വലി ഇവിടെ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ ആക്ച്വലി ലൈറ്റ് റേ മീറ്റ് ചെയ്തിട്ടാണ് ആ ഇമേജ് ഉണ്ടാവുന്നത്. സോ അതൊരു റിയൽ ഇമേജ് ആണ്. ക്ലിയർ അല്ലേ? ഇനി ഡൈവേർജിങ് റേ ഓഫ് ലൈറ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്താ സംഭവിക്കാന്ന്. മിററിൻ്റെ ഫ്രണ്ടിലൊരു ഒബ്ജക്റ്റ്, അത് ആ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ഡൈവേർജിങ് ബീം ഓഫ് ലൈറ്റ്, ആക്ച്വലി ഈ ലൈറ്റ് ഡൈവേർജ് ചെയ്ത് പോവാണ്. അത് റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ it will be like this. The reflecting light is also, reflected light rays are also diverging one. So while trace backing these light rays, it appears to come from a common point, and that common point will be the position of the image, and this image will be a virtual image. So plain mirror real image undavum, virtual image undavum. Appo virtual image undava diverging beam of light il ninnana, real image undava converging beam of light il ninnana. Parallel ആയിട്ട് വരുന്ന ലൈറ്റ് റേ ആണെങ്കിൽ ഇറ്റ് വിൽ റിഫ്ലക്ട് ആൻഡ് ഗോസ് അപ് ടു ഇൻഫിനിറ്റി ആൻഡ് ഇമേജ് വിൽ ബി ഫോം ചെയ്യുകയാണെങ്കിൽ അത് റിയൽ ഇമേജ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൻസർ ഇസ് ഓപ്ഷൻ 1. റെഡി അല്ലടാ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ബി കൺഫേം. ബി എന്താ പറയുന്നത്? ഇഫ് ദ റേ ഇൻസിഡൻറ്റ് ഓൺ ദ മിറർ ആർ കൺവെർജിങ്, ഐ എം സോറി, ദ റേ ഇൻസിഡൻറ്റ് ഓൺ ദ മിറർ ആർ ഡൈവേർജിങ്. സോറി, എ അല്ല, ഐ എം സോറി, ബി ആണ് ആൻസർ. If the ray incident on the mirror are diverging light ray ആണെങ്കിൽ virtual image ഉണ്ടാവുക. നമ്മൾ ചോദിച്ച റിയൽ ഇമേജിൻ്റെ കാര്യമാണ്. If the rays are incident on the mirror are converging, so that is converging beam of light will create a real image. If the object is placed very close to the mirror, അത് നമുക്ക് വിഷയമല്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 2 is the right answer. ഓപ്ഷൻ ബി is the right answer. ബി is the right answer. അങ്ങനെയെങ്കിൽ അതേ കോൺസെപ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഈ ക്വസ്റ്റൻ ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കൂ. All of the following statements are correct except, താഴെ കൊടുത്ത എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്, ഒരെണ്ണം ഒഴിച്ച് നോക്കാം. The magnification produced by a convex mirror is always less than 1. ശരിയാണോ? മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ കോൺവെക്സ് മിറർ. നോക്കൂ, കോൺവെക്സ് മിറർ എന്ത് ഇമേജ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ? വെർച്വൽ ഇമേജ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. നമുക്കറിയാം, കോൺവെക്സ് മിററിൻ്റെ ഫ്രണ്ടിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്താൽ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്ത് അതിനെ ബാക്കോട്ടേക്ക് ട്രേസ് ചെയ്താൽ അത് വെർച്വൽ ഇമേജ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. മാത്രമല്ല, അത് എപ്പോഴും ഒബ്ജക്റ്റിൻ്റെ സൈസിനേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ പറയുന്ന കാര്യം കറക്റ്റാണ്. രണ്ടാമത്തത്, വെർച്വൽ ഇറക്റ്റ് സെയിം സൈസ്ഡ് ഇമേജ് ക്യാൻ ബി, വെർച്വൽ ഇറക്റ്റ് ആൻഡ് സെയിം സൈസ്ഡ് ഇമേജ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ യൂസിങ് എ പ്ലെയിൻ മിറർ. നിങ്ങൾ കണ്ണാടി നോക്കാറില്ലേ? നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ, ഇത് നിങ്ങളാണെന്ന് വിചാരിച്ചോ. നിങ്ങൾ കണ്ണാടിയുടെ ഉള്ളിൽ കാണുന്ന നിങ്ങളുടെ ഇമേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ അതേ വലുപ്പത്തിലുള്ള, നിങ്ങളുടെ അതേ ഫിസിക്കൽ കോൺഫിഗറേഷനുള്ള, നിങ്ങളും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അത്ര തന്നെ ഡിസ്റ്റൻസ് അകത്തേക്കായിട്ട് ഒരു വെർച്വൽ ഇമേജാണ് നിങ്ങൾ കാണുന്നത്. സോ വെർച്വൽ സെയിം സൈസുള്ള വെർച്വൽ ഇമേജ് പ്ലെയിൻ മിററിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഓൾസോ കറക്റ്റ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 3, ദ വെർച്വൽ ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് ക്യാൻ ബി ഫോംഡ് ബൈ യൂസിങ് എ കോൺകേവ് മിറർ. കോൺകേവ് മിററിന് വെർച്വൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. യെസ്, മാഗ്നിഫൈഡ് വെർച്വൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? കോൺകേവ് മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെർച്വൽ ഇമേജ് എപ്പോഴും മാഗ്നിഫൈഡ് ആയിരിക്കും. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? എ റിയൽ ഇൻവേർട്ടഡ് സെയിം സൈസ്ഡ് ഇമേജ് ക്യാൻ ബി ഫോംഡ് ബൈ യൂസിങ് എ കോൺവെക്സ് മിറർ. കോൺവെക്സ് മിറർ കാൺ പ്രൊഡ്യൂസ് എ റിയൽ ഇമേജ്. സോ ഓപ്ഷൻ 4 is a wrong one. So in this question the correct option is option 4. Next question. യെസ്, ഡി. വെരി ഗുഡ്. ഒരുപാട് പേര് ആൻസേഴ്സ് പറയുന്നുണ്ട്. വെരി ഗുഡ്. നോക്കൂ, അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ വിൽ എ കോൺവെക്സ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് എഫ് പ്രൊഡ്യൂസസ് എൻ ഇമേജ് ദാറ്റ് ഈസ് ഇറക്റ്റ് ഡിമിനിഷ്ഡ് വെർച്വൽ. കോൺവെക്സ് മിറർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജ് എപ്പോഴാണ് വെർച്വൽ ആവുക, ഇറക്റ്റ് ആവുക, ഡിമിനിഷ്ഡ് ആവുക? അതായത് വെർച്വൽ ഇമേജ്, കോൺവെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജ് എപ്പോഴും വെർച്വൽ ആയിരിക്കും. മാത്രമല്ല അത് റിയൽ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് എപ്പോഴും വെർച്വൽ ആയിരിക്കും. മാത്രമല്ല അത് ഡിമിനിഷ്ഡ് ആയിരിക്കും. മാത്രമല്ല അത് ഇറക്റ്റ് ആയിരിക്കും. അപ്പോൾ കോൺവെക്സ് എല്ലായ്പ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജ് വെർച്വൽ ആണ്. സപ്പോസ് ഇത് കോൺകേവ് ആണെങ്കിലോ, ഇഫ് ഇറ്റ് ഈസ് കോൺകേവ് എപ്പോഴാണ് വെർച്വൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുക? ഇഫ് ഇറ്റ് ഈസ് കോൺകേവ് എപ്പോഴാണ് വെർച്വൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുക? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഫോക്കൽ ലെങ്ത്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്തിനേക്കാൾ കുറയുമ്പോഴാണ് വെർച്വൽ ഇമേജ്. ഓപ്ഷൻ 3 പറയാൻ ആരാണത്? ഓപ്ഷൻ 3 പറയാനുള്ള കാരണം ഇതാണ്. കോൺവെക്സ് ആയിരുന്നുവെങ്കിൽ, കോൺകേവ് ആയിരുന്നുവെങ്കിൽ ഈ ആൻസർ വന്നേനെ. കാരണം കോൺകേവിൽ ഇമേജ് വെർച്വൽ ആവുക, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഫോക്കൽ ലെങ്ത് ആണ്. ഇവിടെ ഓപ്ഷൻ 4 ആണ് കേട്ടോ.
To get 3 images of a single object, one should have 2 plane mirror at an angle of. 3 ഇമേജ് കിട്ടണമെങ്കിൽ 2 പ്ലെയിൻ മിറർ 3 ഇമേജ് കിട്ടണമെങ്കിൽ 2 പ്ലെയിൻ മിറർ എത്ര ആംഗിളിൽ പ്ലേസ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. 3 ഇമേജ് കിട്ടണമെങ്കിൽ 2 പ്ലെയിൻ മിറർ എത്ര ആംഗിളിൽ പ്ലേസ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. 3 ഇമേജ് കിട്ടണമെങ്കിൽ 2 പ്ലെയിൻ മിറർ 90 ഡിഗ്രിയിൽ വെക്കണം. കാരണം ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആൻസറിലേക്ക് എത്തില്ല. നോക്കൂ, n is equal to 360 divided by 90, that is equal to 4. It is even number, so number of images will be n minus 1, that is equal to 3 number of images will be there. So option 2 is the right answer. 60 oh my god, എങ്ങനെടാ 60 വരിക? 60 നോക്ക്, 360 divided by 60 എത്ര? 360 divided by 60 എത്ര? 360 divided by 6 എത്രടാ? 6 അല്ലേ? 6 minus 1 എത്ര? 5 ഇമേജസ് അല്ലേ വരിക? നമുക്ക് വേണ്ട എത്ര ഇമേജസാ? ടു ഗെറ്റ് 3 ഇമേജസ് അല്ലേ? അല്ലേടാ? സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് രാവിലെ ഹോംവർക്ക് തന്നിരുന്നു, ഓർക്കുന്നുണ്ടോ? 2 പ്ലെയിൻ മിറേഴ്സ് ഇൻക്ലൈൻഡ് ഈച്ച് അതർ such that the ray of light incident on first mirror M1 is parallel to the second mirror M2. നോക്ക്, 2 മിറർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ മക്കളെ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. 2 mirrors are inclined like this. ഇതിനെ ഞാൻ ഫസ്റ്റ് മിറർ M1 എന്ന് വിളിച്ചു. ഇതിനെ സെക്കൻഡ് മിറർ M2 എന്ന് വിളിച്ചു. ഇനി എന്താ ക്വസ്റ്റ്യനിൽ പറയണത് നോക്കൂ. 2 പ്ലെയിൻ മിറർ ഇൻക്ലൈൻഡ് സച്ച് ദാറ്റ് റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ ഫസ്റ്റ് മിറർ M1 പാരലൽ ടു ദ സെക്കൻഡ് മിറർ M2. നോക്കൂ, ഫസ്റ്റ് മിറർ M1ലേക്ക് വരുന്ന ലൈറ്റ് സെക്കൻഡ് മിററിന് പാരലാണ്, അതായത് M2ന് പാരലാണ്. അപ്പോൾ ഫസ്റ്റ് മിററിലേക്ക് വരുന്ന ലൈറ്റ് റേസസ് പാരലൽ ടു M2. അപ്പോൾ ഇങ്ങനെയല്ലേ ലൈറ്റ് റേ ഉണ്ടാവുക? യെസ്, അത് സെക്കൻഡ് മിററായ M2ലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. സെക്കൻഡ് മിററായ M2ലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അവിടുന്ന് ഫേർദർ റിഫ്ലക്ഷൻ നടന്നിട്ട് ഫൈനൽ ലൈറ്റ് ഇങ്ങനെ പുറത്തേക്ക് പോകും. ഫൈനൽ ലൈറ്റ് ഇങ്ങനെ പുറത്തേക്ക് പോകും. എന്നിട്ട് അവർ പറയുകയാണെ ദ ഫൈനലി റിഫ്ലക്റ്റഡ് ഫ്രം ദ മിറർ M2 പാരലൽ ടു ദ ഫസ്റ്റ് മിറർ. അപ്പോൾ ഫൈനലി റിഫ്ലക്റ്റ് ചെയ്ത ലൈറ്റ് ഞാൻ ഇങ്ങനെ വരയ്ക്കാനൊരു കാരണമുണ്ട്. അത് M1ന് പാരലായിരിക്കണം. ശരിടാ, M1ന് പാരലായിരിക്കണം. സോ ആ രൂപത്തിലാകുമ്പോൾ ഇങ്ങനെയാണ് റിഫ്ലക്റ്റഡ് ലൈറ്റ് റേസ് ഉണ്ടാവുക. ദ ആംഗിൾ ബിറ്റ്വീൻ ദ മിറേഴ്സ് വിൽ ബി, ആംഗിൾ ബിറ്റ്വീൻ ദ മിറർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്ക്, ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും, കാരണം ഇത് രണ്ടും പാരലാണ്. ഇനി ഇവിടെ നമുക്കൊരു നോർമൽ വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഇസ് വിൽ ബി 90 മൈനസ് തീറ്റ. അത് 90 മൈനസ് തീറ്റ ആണ്, ഇതും 90 മൈനസ് തീറ്റ. ഹൗ? If it is 90 minus theta, then it will be 90 minus theta. Why? Because this angle of incidence, this is also angle of incidence and this is angle of reflection. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നോക്കൂ, ഇത് 90 ആണ്, ഇത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഇവിടുത്തെ ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റ. അതേ ആർഗ്യുമെൻ്റ് പോലെ ഇത് രണ്ടും പാരലാണ്. അപ്പോൾ ഇവിടെ തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും. അപ്പോൾ അതേ ആർഗ്യുമെൻറ്റ് പ്രകാരം ഇവിടെ തീറ്റ ആയിരിക്കും. 3 ആംഗിളും ഈക്വൽ ആണെങ്കിൽ അത് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ 3 ടൈംസ് ഓഫ് തീറ്റ ഈസ് ഈക്വൽ. ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിളിലെ സം എടുത്താൽ നമുക്ക് 360 കിട്ടും. അപ്പോൾ നമുക്ക് തീറ്റ ഈസ് ഈക്വൽ ടു 180 ആണ്. 360 അല്ല 180. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? ഓക്കെ, അടുത്തേക്ക് പോവാം. സി, a point source of light B is placed at a distance L in front of the center of a mirror of width D. Center of a mirror of width D, vertical on a wall. A man is walking in front of the mirror along a line which is parallel to the mirror at a distance 12 from it. The greatest distance over which he can see the image of the light source in the mirror. എന്താ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഇറ്റ്സ് എ പ്രീവിയസ് ഇയർ JE ക്വസ്റ്റ്യൻ, ഒരു JEയുടെ ക്വസ്റ്റ്യൻ ആണ്. നല്ല കൺസെപ്റ്റ് ആണ്.
എടാ മക്കളെ, ഈ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഇത് തീറ്റയാണെങ്കിൽ ഇവിടെയും തീറ്റ വരും. ഇനി നോക്കൂ, ഇത് ഇൻസിഡൻറ്റ് ലൈറ്റാണ്. ഇൻസിഡൻറ്റ് ലൈറ്റിൽ ഇവിടെ നമ്മളൊരു നോർമൽ വരച്ച് കഴിഞ്ഞാൽ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരിക. ഇത് 90 നമുക്കറിയാം, കാരണം നോർമൽ മിറർ എപ്പോഴും 90 ആയിരിക്കും. അപ്പോൾ ഇതാ ഇവിടുത്തെ ആംഗിൾ 90 മൈനസ് തീറ്റയാണ്. അത് 90 മൈനസ് തീറ്റ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആണ്. അപ്പോൾ ഇപ്പുറത്തുള്ള ഈ ആംഗിളും ഇതെന്തായിരിക്കും? 90 മൈനസ് തീറ്റ അല്ലേ? അപ്പോൾ അത് 90 മൈനസ് തീറ്റയാണ്. ഇത് 90 അല്ലേ? ഇത് 90യിൽ ഇത് 90 മൈനസ് തീറ്റ ആണെങ്കിൽ ഇത് തീറ്റ ആവണ്ടേ? അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണെന്ന് മനസ്സിലായി. അത് മനസ്സിലായോ? ഇത് മനസ്സിലായോടാ? ഇത് മനസ്സിലായോ? ഓക്കെ, അതേ ആർഗ്യുമെന്റ് പ്രകാരം ഇത് തീറ്റയാവുമ്പോൾ ഇത് രണ്ടും പാരലാണ്. പാരൽ ലൈൻസ് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് തീറ്റയാണ്, ഇതും തീറ്റയായിരിക്കും. അതേ ആർഗ്യുമെന്റ് പ്രകാരം ഇവിടെയും നമുക്ക് തീറ്റ എന്ന് പ്രൂവ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. അതിൽ ഡൗട്ട് ഉണ്ടോ? അതിൽ ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇനി ക്വസ്റ്റിലേക്ക് വരാം. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ലൈറ്റ് സോഴ്സ് ഉണ്ട്. ആ ലൈറ്റ് സോഴ്സ് ഞാനിതാ കുറച്ച് വലുതാക്കി കാണിക്കാം. ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. ആ ലൈറ്റ് സോഴ്സിൽ നിന്ന് L ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു പ്ലെയിൻ മിറർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. L ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു പ്ലെയിൻ മിറർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ മിററിൽ നിന്നും 12 ഡിസ്റ്റൻസ് അകലെ ഒരാൾ നടന്നു പോവുകയാണെന്ന് വിചാരിച്ചു. ഇവിടെ ഒരാൾ നടന്നു പോവാണ്. അപ്പോൾ അയാൾ നടക്കുന്ന വഴിക്ക് ഈ മിററിൽ ഈ ലൈറ്റ് സ്പോട്ടിൻ്റെ ഇമേജ് കാണണം. ഈ മിററിൽ കാണാം. ഇതയാൾ കാണുന്നുണ്ടാവും. അത് കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് കാണുന്നുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട. ഈ ലൈറ്റ് സ്പോട്ടിൻ്റെ ഒരു ഇമേജ് മിററിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ലേ? അത് ഇയാൾക്ക് കാണാൻ പറ്റണം. അങ്ങനെ ആ ഇമേജ് നോക്കിക്കൊണ്ട് തന്നെ ഇയാൾ നടന്ന് ഏതോ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഇത് കാണാൻ പറ്റില്ല. ഇവിടം വരെ കാണാൻ പറ്റും, ഇവിടെ വരെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ അയാൾ നിൽക്കുന്ന സമയത്ത് അയാൾക്ക് ഇതിൻ്റെ ഇമേജ് കാണണമെങ്കിൽ എന്താ കണ്ടീഷൻ എന്നറിയടാ? ഇതിന്ന് വരുന്ന ലൈറ്റ് റേസ്, ഈ പോയിന്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ, ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്ന ലൈറ്റ് റേ ഈ മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്തിട്ട് അയാളുടെ കണ്ണിലെത്തണം. ഓക്കെ, അയാൾ കുറച്ചും കൂടെ താഴെയാണ് നിൽക്കുന്നത് എങ്കിൽ ഇവിടുന്ന് വരുന്ന ലൈറ്റ് റേ അയാളുടെ കണ്ണിലെത്തൂല. കാരണം ആ ലൈറ്റ് റേ ഇങ്ങനെ പോവും. അവിടെ മിററില്ല. മിറർ ഈ മിററിൻ്റെ ഈ എക്സ്ട്രീം എൻഡിൽ തട്ടുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അയാളുടെ കണ്ണിലെത്തുന്നു. ഇനി കുറച്ചും കൂടെ ഇപ്പുറത്തേക്ക് ലൈറ്റ് പോയി കഴിഞ്ഞാൽ അത് ആ മിററിൽ തട്ടില്ല. മനസ്സിലായോ? അപ്പോൾ മിററിൽ തട്ടാൻ ഏറ്റവും എക്സ്ട്രീം എൻഡിൽ തട്ടിയിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതാണ് ഇപ്പോൾ അയാൾ കാണുന്നത്. അപ്പോൾ അയാൾ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് ബാക്കോട്ടേക്ക് നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ഈ ലൈറ്റ് സ്പോട്ടിൻ്റെ ഇമേജ് മിററിൽ കാണാൻ പറ്റില്ല. ആ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? മക്കളെ? ആ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്ക്, ഇവിടുന്ന് പോകുന്ന ലൈറ്റ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് അയാൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ പറ്റും. അങ്ങനെ ഏറ്റവും അവസാനം അയാൾക്ക് കാണാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ എക്സ്ട്രീം എൻഡിൽ ലൈറ്റ് തട്ടി, റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്കാണ് എത്തുക. ഇവിടം വരെ എത്തും. അപ്പം ഇവിടം വരെ നടന്നാൽ ഇത്രയും ഗ്യാപ്പ് ലെറ്റ് ഇറ്റ് ബി y, ഇത്രയും ഡിസ്റ്റൻസ് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അയാൾക്ക് ഇതിൻ്റെ ഇമേജ് ഈ മിററിൽ കാണാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഇമേജ് എവിടെ ഉണ്ടാവുക വെച്ചാൽ ഈ രണ്ട് ലൈറ്റും പുറകോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഇമേജ് ഉണ്ടാവുക. ഈ ഡിസ്റ്റൻസ് LN ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് മിററിൽ നിന്നും L ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ ഇമേജ് മിററിൽ നിന്നും L ഡിസ്റ്റൻസ് പുറകിലാണ് ഇമേജ് ഉണ്ടാവുക. ഇത്രയും മനസ്സിലായോ മക്കളെ? ഓക്കെ, ഇനി ഇവിടെ ഞാനൊരു ആംഗിൾ മാർക്ക് ചെയ്യാം. ഇത് തീറ്റയാണ്. ആ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് ഇക്വേഷൻ യൂസ് ചെയ്യാം. ആ തീറ്റ ആർക്ക് ഡിവൈഡ് ബൈ റേഡിയസ്. ആർക്ക് എന്ന് പറയുന്നത് മിററിൻ്റെ വിഡ്ത്ത് D ആണ്. റേഡിയസ് എന്ന് പറയുന്നത് ഇത് L ആയിട്ട് വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് L ആയിട്ട് വരും അപ്രോക്സിമേറ്റ്ലി. ശരിക്കും ഇതാണ് L ആയിട്ട് വരിക. അപ്പോൾ ആർക്ക് ബൈ റേഡിയസ് എന്ന് പറഞ്ഞാൽ ചെറിയ ആംഗിൾ ആയിരിക്കും. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആ തീറ്റ ഈസ് ഈക്വൽ ടു
ഓപ്പോസിറ്റ് ആയ ഡി ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റൻ്റ് ആയ എൽ വരും. ഇത്രയും മനസ്സിലായോ മക്കളെ? ഞാൻ പറഞ്ഞ ഇത്രയും പോയിന്റ് മനസ്സിലായോ? ഇതുവരെ പറഞ്ഞ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കും. ഞാനിപ്പോൾ ഈ ആംഗിൾ, ഈ തീറ്റ എന്ന് പറയുന്ന ഈ ആംഗിൾ ഈ ആംഗിൾ, ഈ തീറ്റ എന്ന് പറയുന്നത് ഇതാ ഓപ്പോസിറ്റ് സൈഡ്, ഇതാ ഇത് ഈ സൈഡിൻ്റെ ലെങ്ത്ത് ഡി ആണ്, ഡിവൈഡഡ് ബൈ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്, അത് റേഡിയസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം നമുക്ക്, ചെറിയ ആംഗിളാണ്, അത് എൽ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ഡി ബൈ എൽ എന്ന് വരും. ഇനി നോക്കുക, ഈ വലിയ ട്രയാങ്കിൾ എടുത്ത് നോക്കുക, ഈ വലിയ ട്രയാങ്കിൾ, അതേ കോൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാം. ഈ വലിയ ട്രയാങ്കിളിലും അതേ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, പാട്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കണ്ടോ? ഈ വലിയ ട്രയാങ്കിൾ എടുക്കുക. ഈ വലിയ ട്രയാങ്കിൾ എടുത്താൽ ദിസ് ഇസ് ഓൾസോ ആ സെയിം ആംഗിൾ തീറ്റ. അവിടെ അതേ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്താൽ ഈ ഡിസ്റ്റൻസ് വൈ ആണ്, ഈ ഡിസ്റ്റൻസ് 3L ആണ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ സൈഡ്സിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും. ആ രൂപത്തിലും എടുത്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വലിയ ട്രയാങ്കിൾ എടുത്താൽ അവിടെ നിങ്ങൾക്ക് തീറ്റ ഈസ് ഈക്വൽ ടു ദിസ് ഇസ് വൈ ആൻഡ് ദിസ് ഇസ് എൽ. എൽ അല്ല, ഈ ഡിസ്റ്റൻസ് എത്ര വരിക? ഈ ഡിസ്റ്റൻസ് എത്ര വരിക? ഇത് 2L അല്ലേ, ഇത് പുറകോട്ടേക്ക് എല്ലും അല്ലേ. ഈ മിററിൽ നിന്നും അയാൾ നടക്കുന്ന സ്പോട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് 2L ആണ്. ഈ മിററിൽ നിന്നും പുറകിലുള്ള ഇമേജ് ഉണ്ടായ ആ സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് L ആണ്. അപ്പോൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരിക? 3L. ശരിയല്ലേ? അപ്പോൾ ആ തീറ്റ ഈസ് ഓൾസോ ഈക്വൽ ടു വൈ ഡിവൈഡഡ് ബൈ 3L. ഈ രണ്ട് ഇക്വേഷൻ എഴുതിയത് മനസ്സിലായോ? അതിൽ കൺഫ്യൂഷൻ വരാൻ ചെറിയൊരു ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ചോദിക്കുന്നത്. ഈ രണ്ട് ഇക്വേഷൻ എഴുതി മനസ്സിലായോ മക്കളെ? അത് ക്ലിയർ ആണോ? ആ രണ്ട് ഇക്വേഷൻ എഴുതി ക്ലിയർ ആണോ? ഒന്ന് ഈ ട്രയാങ്കിൾ എന്നാണ് ഞാൻ എഴുതിയത്, ഓപ്പോസിറ്റ് ഡി ആണ്, ഈ സൈഡ് ഇത്രയും ലെങ്ത് വരുന്നത് എൽ ആണ്. ഇനി ഞാൻ അടുത്തത് എഴുതിയത് ഈ വലിയ ട്രയാങ്കിളാണ്. ഈ വലിയ ട്രയാങ്കിളിൽ ഇത് തീറ്റ, നേരത്തെ സെയിം ആംഗിൾ തന്നെയാണത്. ഈ ഡിസ്റ്റൻസ് വരിക, ഈ എല്ലും കൂടെ 3L വരും. ആ 3L വന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഈ ഡിസ്റ്റൻസ് വരിക, വൈയും വരും. അപ്പോൾ ആ തീറ്റ ഈസ് ഈക്വൾ ടു വൈ ബൈ 3L. ഇനി രണ്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഡി ബൈ എൽ ഇസ് ഈക്വൾ ടു വൈ ബൈ 3L. എല്ലും ക്യാൻസൽ ചെയ്യാം. 3D is equal to y. So answer is option D is the right answer. 2D അല്ലടാ 3D ആണ് ആൻസർ വരിക. മക്കളെ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? മക്കളെ? ക്ലിയർ ആണോടാ? ഓക്കെ, ലിസൺ, ഒന്നുകൂടെ പറയാം. മക്കളെ ഒന്ന് ശ്രദ്ധിക്കേ, ഇവിടെ നല്ലോണം ശ്രദ്ധിക്കട്ടോ. നോക്ക്, ഈ ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ഈ എക്സ്ട്രീമിലേക്ക് വരുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് ഇവിടേക്ക് എത്തി. ഓക്കെ, ഈ എക്സ്ട്രീമിലേക്ക് തട്ടുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് ഇവിടെ എത്തി. അപ്പോൾ ഇത്രയാണ് മാക്സിമം ആ ഇമേജ് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസ്. അതിനെ ഞാൻ വൈ എന്ന് എഴുതിയിടാം, ഈ ഡിസ്റ്റൻസ്. ഇനി ഈ ലൈറ്റ് പുറകോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ, ആ ലൈറ്റ് പുറകോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് കിട്ടുന്ന സ്ഥലവും കിട്ടും. സോ ഇമേജ് കിട്ടുന്ന സ്പോട്ട് ഇതാണ്, ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. ഓക്കെ, അത്രയും ഓക്കെ ആണോ? ഇനി ഞാൻ ഇതിൻ്റെ നടുവിലൂടെ ഒരു ലൈൻ വരച്ചു, ഇങ്ങനെ ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു ട്രയാങ്കിൾ കിട്ടുന്നില്ലേ? ഇത്രയും ഇങ്ങനൊരു ട്രയാങ്കിൾ കിട്ടുന്നില്ലേ? ഈ ട്രയാങ്കിൾ കാണുന്നില്ലേ?
ഞാനതൊന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കാം മക്കളെ, നല്ലോണം ശ്രദ്ധിച്ച് നോക്കടാ. ഈ ട്രയാങ്കിൾ കാണുന്നുണ്ടോ? ഈ ട്രയാങ്കിൾ കാണുന്നുണ്ടോ? ആ ട്രയാങ്കിൾ കാണുന്നുണ്ടോടാ? അപ്പോൾ നോക്ക്, അതിൻ്റെ ആംഗിൾ വരിക θ/2 ആണ്. കാരണം ഇത് തീറ്റയാണെങ്കിൽ അതിൻ്റെ പകുതിയിലൂടെയാണ് ഞാൻ ഈ ലൈൻ വരച്ചു പോകുന്നത്. അപ്പോൾ ആംഗിൾ θ/2 ആണ്. θ/2. ഇനി ഞാൻ ഈ വലിയ ട്രയാങ്കിൾ, ഇതാ ഈ വലിയ ട്രയാങ്കിൾ മാർക്ക് ചെയ്താ, ഈ വലിയ ട്രയാങ്കിൾ, ഓക്കെ, അതിൻ്റെ ആംഗിളും എന്ത് തന്നെ, അതാ θ/2 തന്നെയാണ്. അപ്പോൾ അത് സിമിലർ ട്രയാങ്കിൾസ് ആണ്. സൈഡ്സിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് എത്ര വരിക? ഇത് മൊത്തം മിറർ മൊത്തം D ആണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് വരിക. അപ്പോൾ ഈ ഡിസ്റ്റൻസ് D/2 വരും. ഈ ഡിസ്റ്റൻസ് എത്ര വരും? L വരും. കാരണം ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന, ലൈറ്റ് സോഴ്സ് വെച്ചിരിക്കുന്ന മിററിൽ നിന്നും L ഡിസ്റ്റൻസ് മുന്നിലാണ്. അതിൻ്റെ ഇമേജ് പുറകിലേക്ക്, L ഡിസ്റ്റൻസ് പുറകിലേക്കാണ് അതിൻ്റെ ഇമേജ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈഡ് റേഷ്യോ വരിക D/2 ഡിവൈഡഡ് ബൈ L, അതായത് D/2/L D/2L. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി വലിയ ട്രയാങ്കിൾ നോക്കുക. വലിയ ട്രയാങ്കിളുടെ ഈ ഓപ്പോസിറ്റ് സൈഡ് ഇത് മൊത്തം y ആണ്. അപ്പോൾ ഇതിൻ്റെ ബൈസെക്റ്റിംഗ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇത് y/2 ആയിരിക്കും. മനസ്സിലായോ? ഇനി ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കുമടാ? ഇത് 2L ആണ്. ഇതാ ക്വസ്റ്റ്യനിൽ കാണാം, ഇത് 2L ആണ്. കണ്ടോ 2L. ഇനി ഇമേജ് L ഡിസ്റ്റൻസ് പുറകിലുണ്ടാവുക, കാരണം ഒബ്ജക്റ്റ് L ഡിസ്റ്റൻസ് മുന്നിലാണ്. അപ്പോൾ ഇവിടെ ഒരു L. അപ്പോൾ ഈ 2L L കൂടെ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര വരും? 3L വരും. 3L. അപ്പോൾ അതിൻ്റെ സൈഡ് റേഷ്യോ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഇവിടെ ഓപ്പോസിറ്റ് y/2 ഡിവൈഡഡ് ബൈ 3L. ഓക്കെ അല്ലേ? ഈ 2ഉം കട്ടായിപ്പോയി, Lഉം കട്ടായിപ്പോയി. സോ D ഈസ് ഈക്വൽ ടു y/3. അപ്പോൾ 3D ഈസ് ഈക്വൽ ടു y. ഇപ്പം മനസ്സിലായോടാ? നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ പറഞ്ഞ് ഞാൻ ആംഗിളിനെ കട്ട് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ടാൻ രണ്ടിൻ്റെയും തീറ്റ ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻ്റ് വെച്ചിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നേരത്തെ ചെയ്യുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഇങ്ങനെ പറയുമ്പോൾ ഒന്നും കൂടെ കൺവിൻസിങ് ആവും. ഇത് ക്ലിയർ ആണോ മക്കളെ? ഇത് മനസ്സിലായോടാ? ഇത് ക്ലിയർ ആണോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ രാവിലെ പഠിച്ച കോൺസെപ്റ്റ് ആണ്. ക്രോസ് ആയിട്ട് ആഡ് ചെയ്ത് പോയാൽ മതി. നോക്ക്, 2 plane mirrors are placed to each other, the spaced 20 meter apart. An object is kept in between 15 centimeter from mirror A. അപ്പോൾ രണ്ട് മിറർ, ഇതാ ഒരു മിറർ ഇവിടെ, ഒരു മിറർ ഇവിടെ. ഇത് മിറർ A ആൻഡ് ഇത് മിറർ B. മിറർ A ആൻഡ് B, ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് 20 ആണ്. An object is kept in between the mirror 15 centimeter from A. 15 centimeter എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും 15 സെൻറ്റിമീറ്റർ. ഇത് 15 സെൻറ്റിമീറ്റർ പറഞ്ഞാൽ സെൻറ്ററിൻ്റെ അപ്പുറത്തായിരിക്കും. ദിസ് ഇസ് 15 and this will be 5. This is object. Which of the following, out of the following, at which the point on the image not formed by mirror A എന്നാണ്. മിറർ എയുടെ ഇമേജ് അല്ലാത്ത പൊസിഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കൂ, ഇവിടെ ഇത് 15 സെൻറ്റിമീറ്റർ. അപ്പോൾ മിറർ എ ഉണ്ടാക്കുന്ന ആദ്യത്തെ ഇമേജ് 15 സെൻറ്റിമീറ്ററിൽ ഉണ്ടാവും. സോ എൻ്റെ ആദ്യത്തെ ഇമേജ് 15 സെൻറ്റിമീറ്റർ. ഇനി ഇത് ബീൻ്റെ ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റ് ആണ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ബിയുടെ ആദ്യത്തെ ഇമേജ് ഇതിൻ്റെ പുറകിൽ 5 സെൻറ്റിമീറ്ററിൽ ഡിസ്റ്റൻസിലുണ്ടാവും. അപ്പോൾ ബിയുടെ ആദ്യത്തെ ഇമേജ് 5. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത്? ക്രോസ് ആയിട്ട് മിററിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആഡ് ചെയ്ത് പോവാം. 5 + 20 ദാറ്റ് ഇസ് 25. 15 + 20 35. 35 + 20 55. 25 + 20 45. 45 + 20 65. 55 + 20 75. അപ്പോൾ എൻ്റെ പുറകിലേക്ക് ഇമേജ് ഉണ്ടാവുന്ന ലൊക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഇതാണ് ലൊക്കേഷൻസ്. 15 ഉണ്ടാവുന്നുണ്ട്, 25 ഉണ്ടാവുന്നുണ്ട്, 55 ഉണ്ടാവുന്നുണ്ട്, 65 ഉണ്ടാവുന്നുണ്ട്, 15 ഉണ്ടാവുന്നുണ്ട്, 25 ഉണ്ടാവുന്നുണ്ട്, 55 ഉണ്ടാവുന്നുണ്ട്, 45 ഉണ്ടാവുന്നുണ്ടോ? 45 ഉണ്ടാവുന്നുണ്ടോ? ഇതാ നോക്ക്, എൻ്റെ പുറകിലേക്കുള്ള ഇമേജ് ഉണ്ടാവുന്ന ലൊക്കേഷൻസ് ആണിത്. അതിൽ 45 ഉണ്ടോ? ഇല്ല. ബീൻ്റെ പുറകിലുള്ളതിൽ 45 ഉണ്ട്. പക്ഷേ നമ്മുടെ എൻ്റെ പുറകിലുള്ളതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്? 15 ഉണ്ട്, 25 ഉണ്ട്, 55 ഉണ്ട്. അപ്പോൾ നോട്ട് ഫോംഡ് അറ്റ് എ, ദാറ്റ് ലൊക്കേഷൻ ഇസ് ഓപ്ഷൻ സി, 45. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഐഡിയ കിട്ടിയോ മക്കളെ? ഐഡിയ കിട്ടിയോടാ? ക്ലിയർ ആണോ?
Is it clear? Clear ആണോടാ? And the last question, a short object of height 100 centimeter lies before the center of axis of a spherical mirror whose focal length is as absolute value is 40. അപ്പോൾ an object, short object is lies before center of curvature, focal length 40 ആണ്. The image is produced by height 15. അപ്പോൾ ഇമേജിൻ്റെ ഹൈറ്റ്, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 100 ആണ്, ഇമേജിൻ്റെ ഹൈറ്റ് 25 ആണ്. അപ്പോൾ ഇമേജ് ചെറുതായി, അപ്പോൾ ഇത് ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. ഡിമിനിഷ്ഡ് ഇവിടെ മാഗ്നിഫിക്കേഷൻ വരിക 1/4 ആണ്. ആൻഡ് ഹാസ് സെയിം ഓറിയൻറ്റേഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് ഇങ്ങനെ വെച്ചാൽ ഇമേജ് അങ്ങനെ തന്നെ ഉണ്ടാവും, സെയിം ഓറിയൻറ്റേഷൻ. അപ്പോൾ ഇത് എന്ത് ഇമേജ് ആണ്? വെർച്വൽ ഇമേജ് ആണ്. സെയിം ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറക്റ്റ് ഇമേജ് ആണ്, അപ്പോൾ വെർച്വൽ ഇമേജ് ആണ്. ഡിമിനിഷ്ഡ് വെർച്വൽ ഇമേജ് ആണ്. ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ ചെറുത്. അപ്പോൾ അത് ഏതാ? കോൺകേവ് ഉണ്ടാക്കുന്ന വെർച്വൽ ഇമേജ് മാഗ്നിഫൈഡ് ആയിരിക്കും. കോൺവെക്സ് ഉണ്ടാക്കുന്ന ഇമേജ് ആണ് ഡിമിനിഷ്ഡ് വെർച്വൽ ഇമേജ് ആവുക. സോ ദ ഇമേജ് ഇസ് വെർച്വൽ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ കോൺവെക്സ് മിറർ. അതെങ്ങനെ കോൺവെക്സ് മിറർ ആണെന്ന് മനസ്സിലായി? കോൺകേവ് ആണെങ്കിൽ മാഗ്നിഫൈഡ് ആയിരിക്കും, കോൺവെക്സ് ആവുമ്പോഴാണ് ഡിമിനിഷ്ഡ് ആവുക. ഐഡിയ കിട്ടിയോ? ഇമേജ് റിയൽ അല്ല മക്കളെ, ഓപ്ഷൻ സി വരില്ല. എങ്ങനെ ഓപ്ഷൻ സി വരിക? ഇമേജ് റിയൽ അല്ല. കാരണം എന്താ? ദ ഓറിയന്റേഷൻ ഓഫ് ദ ഇമേജ് ഈസ് സെയിം ആസ് ദ ഓറിയന്റേഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഏത് ഓറിയന്റേഷനിലാണോ അതേ ഓറിയന്റേഷനിൽ തന്നെയാണ് ഇമേജ് ഉള്ളത്. അതായത് ഒബ്ജക്റ്റ് വെച്ചത് ഇറക്റ്റ് ആയിട്ട്, ഒബ്ജക്റ്റ് വെച്ചത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇമേജ് ഉണ്ടായിരുന്നാണ് ഇമേജസ് ഇറക്റ്റ് വൺ. സോ വെർച്വൽ ഇമേജ് ആണ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ കോൺവെക്സ് മിറർ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. Got it? Okay, now it's time for chemistry. Sudarshan sir ready ആണ്. Okay, sir ഒരു ഡൗട്ട് ഒന്നും കൂടെ പറയാനൊന്നുമില്ലടാ. വെർച്വൽ ഇമേജ് ഉണ്ടാക്കാൻ രണ്ട് മിററിനും പറ്റും, കോൺകേവ് മിററിനും പറ്റും, കോൺവെക്സ് മിററിനും പറ്റും. ഇനി ഇത് വെർച്വൽ ഇമേജ് ആണ് നമുക്ക് എങ്ങനെ മനസ്സിലായി? ഒബ്ജക്റ്റിൻ്റെ ഇമേജിൻ്റെ ഓറിയന്റേഷൻ ഒരുപോലെയാണെങ്കിൽ ഇമേജ് ഇറക്റ്റ് ആണ്. അപ്പോൾ അതൊരു വെർച്വൽ ഇമേജ് ആണെന്ന് മനസ്സിലായി. വെർച്വൽ ഇമേജ് ഉണ്ടാക്കാൻ രണ്ടാൾക്കും പറ്റും, കോൺകേവിനും പറ്റും, കോൺവെക്സിനും പറ്റും. അതിൽ ആരുണ്ടാക്കിയതാണെന്ന് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ, മാഗ്നിഫൈഡ് വെർച്വൽ ഇമേജ് ആണെങ്കിൽ അത് കോൺകേവ് ഉണ്ടാക്കിയതാണ്. ഇത് ക്യുവറ്റ് ആണ്. മാഗ്നിഫൈഡ് വെർച്വൽ ഇമേജ് ആണ് എങ്കിൽ സാർ ഒരു ഡയഗ്രാം പോലെ കാണിക്കുമോ? ഷുവർ, ഓഫ് കോഴ്സ്, ഡയഗ്രാം കാണിക്കാം. നോക്ക് ഞാൻ വെർച്വൽ ഇമേജിൻ്റെ ഇമേജ് ഫോർമേഷൻ ആട്ടോ പറയുന്നത്. വെർച്വൽ ഇമേജ് ഉണ്ടാക്കാൻ കോൺകേവിനും പറ്റും, കോൺവെക്സിനും പറ്റും. എപ്പോഴാണ് കോൺകേവ് ഉണ്ടാക്കുക? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഇത് കോൺകേവ്. ഓക്കെ, ഇത് സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇത് ഫോക്കസ്. ഒബ്ജക്റ്റ് ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പോൾ ലൈറ്റ് നേരെ മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ത്രൂ ഫോക്കസ്. ഇനി നേരെ ഒപ്റ്റിക് സെൻറ്ററിലേക്ക് പോളിലേക്ക് പോകുന്ന ലൈറ്റ് വിത്ത് സെയിം ആംഗിൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ ലൈറ്റ് റേ ട്രേസ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ദിസ് ഈസ് ദ ഇമേജ്, ദിസ് ഈസ് എ വെർച്വൽ വൺ ആൻഡ് ഓൾസോ മാഗ്നിഫൈഡ്. ക്ലിയർ ആണോ? സയൻസ് മാത്രമേ ക്വറ്റിൽ, ഓഫ് കോഴ്സ് ഇപ്പോൾ അങ്ങനെയാണ് നമ്മുടെ എൻഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും അവൈലബിൾ ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മറ്റു ബ്രാഞ്ചിലേക്കുള്ള ക്ലാസ്സുകൾ ഇപ്പം ഇറ്റ്സ് നോട്ട് അവൈലബിൾ. ഓക്കെ, വി ആർ സോ സോറി ഫോർ ദാറ്റ്. ഓക്കെ, ഇനി കോൺവെക്സ് വെർച്വൽ ഇമേജ് ഉണ്ടാക്കുക എങ്ങനെയാണ്? കോൺവെക്സിൽ എവിടെ ഒബ്ജക്റ്റ് വെച്ചാലും ഇമേജ് വിൽ ബി വെർച്വൽ. അപ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് പോകുന്ന ലൈറ്റ് റേ ഡൈവേർജസ് ഫ്രം ഫോക്കസ്, പോളിലേക്ക് പോകുന്ന ലൈറ്റ് വിത്ത് സെയിം ആംഗിൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ കൊണ്ടേക്ക് ട്രേസ് ചെയ്താൽ ഇവിടെ മീറ്റ് ചെയ്യും. സോ ഹിയർ യു വിൽ ഗെറ്റ് ആൻ ഇമേജ് ആൻഡ് ദിസ് വിൽ ബി എ വെർച്വൽ ആൻഡ് ഇറ്റ് ഈസ് ഡിമിനിഷ്ഡ്. റെഡി അല്ലേ?
അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ഡൗട്ട് മാറിയല്ലോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ദാറ്റ്സ് ഇറ്റ്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? വാട്ട് അബൌട്ട് നെക്സ്റ്റ് ഇയർ? ഹോപ്പ്ഫുള്ളി നമുക്ക് അടുത്ത വർഷം പ്ലാൻ ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്. ബാക്കി നമുക്ക് അടുത്ത സെഷൻ വൈൻഡപ്പ് ചെയ്യുമ്പോൾ, അതായത് പാർട്ട് 2 എടുത്തതിൻ്റെ ശേഷം ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ആം വെൽക്കം. യെസ്, സുദർശൻ സാറിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച്. ബൈ. ഹായ്. സുദർശൻ സാറ് ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ച് വന്നാന്ന് തോന്നുന്നു. അതെ, നോമ്പ് തുറക്കാൻ പോയതാന്ന് തോന്നുന്നു. ഓക്കെ, ഒരു കാര്യം ഞാൻ പറയുന്നു, സുദർശൻ സാർ എൻ്റെ ആരുമല്ല. ഓക്കെ, ഞങ്ങളെ താടി കാണുന്ന സമയത്ത് ചെയർ വേണം. ചെയർ ഇരുന്നോട്ടെ, കുറേ നാളെ ചെയർ കിട്ടിയിട്ട്. ഹലോ മക്കളെ, വെൽക്കം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. മക്കളെ സ്ലൈഡ്സ് ഒന്ന് ലോഡ് ചെയ്തോട്ടെ. അല്ലേ കൊടുത്തിട്ടുണ്ടല്ലോ, കിട്ടിയോ? മക്കളെല്ലാവരും പഠിച്ച് ഉഷാറായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. രാവിലത്തെ സെഷനൊക്കെ എല്ലാവരും നോക്കിയിട്ടല്ല വന്നിരിക്കുന്നത്. എപ്പോഴും 100 ക്വസ്റ്റ്യൻ സീരീസിൽ കയറുന്നതിന് മുമ്പ്, ഓക്കെ, വളരെ സിമ്പിളായിട്ടൊരു അഡ്വൈസ് തരാം. 100 ക്വസ്റ്റ്യൻസ് കയറുന്നതിന് മുമ്പ് തന്നെ രാവിലത്തെ സെഷൻ കണ്ടിട്ട് വരണട്ടോ മക്കളെ, എന്നാലേ ഫ്ലോ ഉള്ളൂ. വെറുതെ വന്ന് ക്വസ്റ്റ്യൻ സോൾവിങ്ങിൽ ഇരിക്കരുത്. ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കൂടെ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സാർ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഏത് ഫാക്കൽറ്റി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും അത് പോസ് അടിച്ച് കാണാൻ നോക്കുക. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലെങ്കിൽ ഒബ്വിയസ്ലി സാറിൻ്റെ ഇപ്പോൾ ടഫാണെന്ന് തോന്നുകയാണെങ്കിൽ സാറിൻ്റെ ഒപ്പം തന്നെ നോക്കുക. അല്ലാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എന്തെങ്കിലും ഒരു കണിക സൂചന ഉണ്ടെങ്കിൽ ട്രൈ ടു ഡു ഇറ്റ് യുവർ സെൽഫ്. ഓക്കെ ഫൈൻ, ഒന്ന് പോസ് അടിച്ചിട്ട് നോക്കിയാൽ മതി. ഓക്കെ ആണോ മക്കളെ? സോ നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണോ എല്ലാവരും? ഒരു മിനിറ്റടാ മക്കളെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാടാ. എല്ലാം റെഡിയാണോ? ചാറ്റൊന്നും കാണുന്നില്ലല്ലോ, കാണിച്ചു തരാം. യെസ്, ഗുഡ് ഈവനിങ് മക്കളെ. സോ ബേസിക്കലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് രാവിലെ ഡീൽ ചെയ്ത ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഒന്ന് പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞ മക്കളെ. രാവിലെ ഡീൽ ചെയ്ത ടോപ്പിക്സ് ഏതൊക്കെയാണ്? രാവിലെ നമ്മൾ ഡീൽ ചെയ്ത ടോപ്പിക്സ് ഏതൊക്കെയാണ് മക്കളെ? നമ്മൾ ഫസ്റ്റ് ഡീൽ ചെയ്ത ടോപ്പിക്ക് വേപ്പർ പ്രഷർ ആയിരുന്നു. രണ്ടാമത് ഡീൽ ചെയ്ത ടോപ്പിക്ക് റൗൾട്ട്സ് ലോ ആയിരുന്നു. മൂന്നാമത് ഡീൽ ചെയ്ത ടോപ്പിക്ക് ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആയിരുന്നു. സോ ബേസിക്കലി ഇതിൽ നിന്നുള്ള 25 ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്, വിത്ത് തിയറി, വിത്ത് ന്യൂമറിക്കൽസ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് C6H6, CS3OH, C6H5NH2 എന്ന് വെച്ചാൽ അനിലീൻ, അതേപോലെ തന്നെ നൈട്രോബെൻസീൻ C6H5NO2 ആർ 80 ഡിഗ്രി സെൽഷ്യസ്, 65 ഡിഗ്രി സെൽഷ്യസ്, 184 ഡിഗ്രി സെൽഷ്യസ്, 212 ഡിഗ്രി സെൽഷ്യസ്. Which of the following will have the highest vapor pressure at the room temperature? മക്കളെ പറയൂ മക്കളെ. ബോയിലിംഗ് പോയിന്റ്സ് തന്നിട്ടുണ്ട്. വേപ്പർ പ്രഷറാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഉച്ചയ്ക്ക് പഠിപ്പിച്ചൊരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല മക്കളെ. ഇഫ് വേപ്പർ പ്രഷർ ഇസ് മോർ, boiling point is less. If vapor pressure is more, boiling point is less. അതേപോലെ if vapor pressure is less, boiling point is more. Vapor pressure is less, boiling point is more. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹയസ്റ്റ് വേപ്പർ പ്രഷർ ആർക്കാന്നാണ്. ഹയസ്റ്റ് വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് നോക്കിയാൽ മതി. ഹയസ്റ്റ് വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് ബോയിലിംഗ് പോയിന്റ് ഇവിടെ ആർക്കാണ് ഉള്ളത്? നമ്മുടെ മെത്തനോളിന്. പാവം മെത്തനോൾ. ഓക്കെ, സോ മെത്തനോൾ ഹാസ് ഗോട്ട് ദ ലോവസ്റ്റ് boiling point, so highest vapor pressure. Simple question. Okay, next,
The vapor pressure of water at 300 Kelvin in a closed container is 0.4 atm. If the volume of the container is half. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ വേറെ രൂപത്തിൽ നിങ്ങൾക്ക് രാവിലെ ചോദിച്ചിരുന്നു. ഇതേ ക്വസ്റ്റ്യൻ തന്നെ, സത്യം പറഞ്ഞാൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ സാറ് തന്നെ ഇവിടെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറെ രൂപത്തിൽ സാറ് ചോദിച്ചിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയാനാണ്. Say volume of the container is halved. Its vapor pressure at 300 Kelvin will be. സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒരു വേർഡ് മാറ്റി സാറ് രാവിലെ ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ക്ലാസ് കേട്ടിട്ടുണ്ടോ എന്നറിയാനുള്ള ഒരു ടെസ്റ്റ് സാമ്പിളായിട്ട് കൂട്ടിക്കോ. വോള്യം ഹാഫ് ആക്കി വേപ്പർ പ്രഷർ എന്തെങ്കിലും പറ്റുമോ? വോള്യം ഹാഫ് ആക്കിയാൽ വേപ്പർ പ്രഷർ എന്തെങ്കിലും പറ്റുമോ മക്കളെ? വോള്യം ഹാഫ് ആക്കി എന്ന് വെച്ച് വേപ്പർ പ്രഷറിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബിക്കോസ് വേപ്പർ പ്രഷർ ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. വേപ്പർ പ്രഷർ ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ മാത്രമാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ അറ്റ് 88 ഡിഗ്രി സെൽഷ്യസ് ഇസ് 960 millimeter. Okay, and that of toluene at the same temperature is 380 millimeter. Okay, at what mole fraction of benzene the mixture will boil at 88 degree Celsius? At what mole fraction of benzene the mixture will boil at 88 degree Celsius? അതായത് 88 ഡിഗ്രി സെൽഷ്യസിൽ അത് ബോയിൽ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങളെങ്ങനെ നോക്കും, അയ്യോ ഇതെന്താണത്, ഇത് ബോയിലിംഗ് പോയിന്റ് ഒക്കെ തന്നിട്ടുണ്ട്, ഇതും മോൾ ഫ്രാക്ഷൻ എന്താണ്? ഒന്നുമില്ല മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം, നിങ്ങൾക്ക് എല്ലാവരോടും സാറ് രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ബോയിലിംഗ് പോയിന്റ് എന്താണ്? ബോയിലിംഗ് പോയിന്റ് ഇസ് ബേസിക്കലി ടെമ്പറേച്ചർ അറ്റ് വിച്ച് vapor pressure is equal to atmospheric pressure. Vapor pressure is equal to atmospheric pressure. Temperature at which vapor pressure is equal to atmospheric pressure. ആണോ മക്കളെ? വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ 88 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്യണമെങ്കിൽ, 88 ഡിഗ്രി സെൽഷ്യസിൽ ആ സൊല്യൂഷൻ ബോയിൽ ചെയ്യണമെങ്കിൽ, ഓക്കെ, ഈ സൊല്യൂഷൻ 88 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറായിട്ട് സെയിം ആയിരിക്കണം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണ്? 1 atm, അതായത് 760 millimeter mercury. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് മക്കളെ, ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് 1 atm. 1 atm can be approximately equal to 1 bar. രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. which is equal to 760 millimeter mercury. 760 millimeter mercury, which is also equal to 760 torr. ഇതൊക്കെ അറിയാവുന്ന കൺവേർഷൻസ് ആണ്. which is also equal to 10 power 5 Pascal. 10 power 5 Pascal. ഇത് അറിയാവുന്ന കൺവേർഷൻസ് ആണല്ലോ മക്കളെ. ഇത് പ്രഷർ യൂണിറ്റ്സിൻ്റെ കൺവേർഷൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ട കൺവേർഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ വേണ്ട കൺവേർഷൻസ്. സോ ബേസിക്കലി എല്ലാവരും നോക്കിക്കേ മക്കളെ, നമുക്കിവിടെ 88 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്യണമെങ്കിൽ 88 ഡിഗ്രി സെൽഷ്യസിൽ അത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്തണം. ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ, ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്തണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിയാം. Vapor pressure, total vapor pressure of solution is equal to P naught A into chi A plus P naught B into chi B. P naught A into chi A plus P naught B into chi B. Okay ആണോ മക്കളെ? ഫൈൻ. അപ്പോൾ ബേസിക്കലി ഈ ടോട്ടൽ വേപ്പർ പ്രഷർ ഇവിടെ 760 ഇടാൻ പോവുക സാറ്. ടോട്ടൽ വേപ്പർ പ്രഷർ ഇവിടെ 760 ഇടാൻ പോവുക. കാര്യം എന്താണ്? ബോയിലിംഗ് നടക്കണമെങ്കിൽ ടോട്ടൽ വേപ്പർ പ്രഷർ ഷുഡ് ബി ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 760. ഇനി പി നോട്ട് എ എന്ന് പറയുമ്പോൾ പ്യുവർ ബെൻസീൻ്റെ വേപ്പർ പ്രഷർ 960 എന്ന് തന്നിട്ടുണ്ട്. 960. സോ 960 ഇൻറ്റു കൈ എ പ്ലസ് ടൊളുവിൻ്റെ എന്താണ് 380 ഇൻറ്റു കൈ ബി. ഓക്കെ, കൈ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസീനാണ്, ബെൻസീൻ്റെ മോൾ ഫ്രാക്ഷൻ. കൈ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊളുവിൻ്റെ മോൾ ഫ്രാക്ഷൻ. കൈ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസീൻ്റെ മോൾ ഫ്രാക്ഷൻ, കൈ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊളുവിൻ്റെ മോൾ ഫ്രാക്ഷൻ. ഇത് തന്നെ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീനെ ഇങ്ങനെ തന്നെ നിലനിർത്തുക. മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീനെ ഇങ്ങനെ തന്നെ നിലനിർത്തുക. മോൾ ഫ്രാക്ഷൻ ഓഫ് ടൊളുവിനെ ഞാൻ 1 മൈനസ് കൈ എ എന്നിടാൻ പോവുക. ഗോട്ട് ഇറ്റ്? ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് അറിയുന്നൊരു ഇക്വേഷനിലേക്ക് എത്തും. അറിയാലോ, അത് 380 പ്ലസ് കൈ എ ഇൻറ്റു 960 മൈനസ് 380. ഇത് നിങ്ങൾക്ക് അറിയാവുന്നൊരു ഇക്വേഷനാണ്. നിങ്ങൾക്ക് ഞാൻ രാവിലെ തന്നെ കാണിച്ചിരുന്നു. ടോട്ടൽ പ്രഷർ ക്യാൻ ഓൾവേസ് ബി റിട്ടൺ ആസ് ടോട്ടൽ പ്രഷർ ക്യാൻ ഓൾവേസ് ബി റിട്ടൺ ആസ് P naught A, sorry, total pressure can always be written as P naught B plus chi A into P naught A minus P naught B. Also it can be written as P naught A
പ്ലസ് കൈ ബി ഇൻറ്റു പി നോട്ട് ബി മൈനസ് പി നോട്ട് എ എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, ബേസിക്കലി ഇതൊക്കെ വരുന്നത് ഈ ഇക്വേഷനിൽ നിന്നാണ്. സോ ബേസിക്കലി നമുക്കിത് കിട്ടി. ഇനി കൈ എ കണ്ടുപിടിച്ചാൽ മതി മക്കളെ. 760 മൈനസ് 380, ഇത് 380 ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ 380 ഈ സൈഡിലേക്ക് എടുത്തു. 380 ഈ സൈഡിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് 380 ഇസ് ഈക്വൽ ടു കൈ എ ഇൻറ്റു 960 മൈനസ് 380 എത്രയാണ് മക്കളെ? 960 മൈനസ് 380 എത്രയാണ്? 580 അല്ലേ? 960 മൈനസ് 380 ഇസ് 580. സോ ബേസിക്കലി കൈ എ എന്ത് വരും? ഇതിൽ നിന്ന് കൈ എയുടെ വാല്യൂ എന്ത് വരും? കൈ എ വിൽ ബി ഈക്വൽ ടു 380 ഡിവൈഡഡ് ബൈ 580. 380 ഡിവൈഡഡ് ബൈ 580. 380 ഡിവൈഡഡ് ബൈ 580 എത്രയാണ് മക്കളെ വരിക? 0.655 ആണോ നോക്കിയേ? 0.655 ആണോ നോക്കിയേ മക്കളെ? 380 divided by 0.655 will come as the answer. A will be the answer. Is that clear, my dear students? Okay ആണോടാ മക്കളെ? സെറ്റ് ആണോടാ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് അടിച്ചേടാ. കാൽക്കുലേഷൻ ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് അടിച്ചേടാ മക്കളെ. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഒറ്റൊരു കോൺസെപ്റ്റ് സാർ ഈ ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്തുള്ളൂ. എന്താണ്? ബോയിലിംഗ് പോയിന്റിൽ ഉള്ള വേപ്പർ പ്രഷറാണ് മോൾ ഫ്രാക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ബോയിലിംഗ് പോയിന്റിൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ will be equal to total vapor pressure. Boiling point vapor pressure of solution will be equal to total vapor pressure. Okay, as in boiling point vapor pressure of solution will be equal to atmospheric pressure. Okay, vapor pressure of solution will be equal to atmospheric pressure. അപ്പോൾ atmospheric pressure എത്രയാണ്? 180 എന്ന് വെച്ച് കഴിഞ്ഞാൽ 760 മില്ലിമീറ്റർ mercury. ഇപ്പോൾ വേറെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ atmospheric pressure 760 എടുക്കുക. ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് അടിച്ചേടാ മക്കളെ, ഒരു ഹാർട്ട് ഇട്ടടാ, ഒരു ഫയർ ഇട്ടടാ, ചാറ്റ് ബോക്സ് ഒന്ന് ഭിന്നിച്ചേടാ മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം. ദേ, ആ 323 Kelvin the vapor pressure of ethanol solution is represented as P is equal to 120 into chi plus 140, where chi is a mole fraction of methanol in liquid solution at equilibrium. Then value of P0 ETOH is P0 ETOH എന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ എത്തനോൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ രാവിലെ സാറ് തന്നെ നിങ്ങളെ ചെയ്യിപ്പിച്ചിരുന്നു. എല്ലാവരും നോക്കുക മക്കളെ, നമുക്കറിയാം ടോട്ടൽ പ്രഷർ. ഇത് ബേസിക്കലി ടോട്ടൽ പ്രഷർ ഓഫ് സൊല്യൂഷൻ്റെ എക്സ്പ്രഷനാണ് തന്നിരിക്കുന്നത്. ടോട്ടൽ പ്രഷർ ക്യാൻ ഓൾവേസ് ബി റിട്ടൺ ആസ് P0A plus chi B into P0B minus P0A. അല്ലേ മക്കളെ? ഫൈൻ. സോ ബേസിക്കലി ഐ ക്യാൻ ഈസിലി റൈറ്റ് ഇറ്റ് ആസ്, ഇപ്പോൾ എത്തനോൾ മെത്തനോൾ കോമ്പിനേഷൻ ആയതുകൊണ്ട് P0 ഓഫ് ETOH പ്ലസ് chi ഓഫ് MEOH എന്ന് വെച്ചാൽ മെത്തനോൾ മൾട്ടിപ്ലൈഡ് ബൈ P0 ഓഫ് MEOH മൈനസ് P0 ഓഫ് ETOH. ഗോട്ട് ഇറ്റ്? ഈ ഫോമാറ്റിലേക്ക് ഞാൻ എഴുതി. അതായത് P0 ഓഫ് എന് പകരം P0 ഓഫ് ETOH എടുത്തു. കൈ ബിക്ക് പകരം കൈ ഓഫ് മെത്തനോൾ എന്നെടുത്തു. P0 ബിക്ക് പകരം P0 ഓഫ് മെത്തനോൾ എന്നെടുത്തു. ഇസ് ആർ ക്ലിയർ മൈ ഡിയർ സ്റ്റുഡൻസ്? ഇനി ഇത് വെച്ചങ്ങോട്ട് കമ്പയർ ചെയ്താൽ പോരെ? കമ്പയർ ചെയ്യുക. നോക്കിക്കേ, ഇവിടെ കൈയുടെ കൈയുടെ ഫാക്ടർ എന്താണ്? 120. അപ്പോൾ ഇത് 120 ആണ്. P0 മെത്തനോൾ മൈനസ് P0 എത്തനോൾ ഇസ് 120. പക്ഷെ അവർ ചോദിച്ചിരിക്കുന്നത് അതൊന്നുമല്ല, P0 ഓഫ് എത്തനോളാണ്. P0 ഓഫ് എത്തനോൾ എന്ന് പറയുമ്പോൾ ഇതങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഈ P0 ഓഫ് എത്തനോൾ വിൽ ബി ഈക്വൾ ടു 140. P0 ഓഫ് എത്തനോൾ വിൽ ബി ഈക്വൾ ടു 140. ആ ഇക്വേഷൻസ് അങ്ങോട്ട് കമ്പയർ ചെയ്താൽ മതി. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വേറൊരു ട്രിക്ക് ഉണ്ട്. P0 ഓഫ് എത്തനോൾ എന്ന് പറയുമ്പോൾ പ്യുവർ എത്തനോളിൻ്റെ വേപ്പർ പ്രഷർ, അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ വിൽ ബി 0. അതായത് ഈ കൈയുടെ വാല്യൂ 0 ഇടുക. അപ്പോൾ പ്രഷർ എത്ര കിട്ടുന്നത്? 140. അതായിരിക്കും മെത്തനോളിൻ്റെ പ്യുവർ വേപ്പർ പ്രഷർ അല്ലേ? അതായത് ഈ കൈ ഓഫ് മെത്തനോൾ 0 ഇടുക. കൈ ഓഫ് മെത്തനോൾ 0 ഇട്ട് കഴിഞ്ഞാൽ മെത്തനോൾ അതിനകത്തില്ല, എത്തനോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കിട്ടുന്ന പ്രഷർ എന്ന് പറയുന്നത് ബേസിക്കലി വിൽ ബി P0 ഓഫ് ETOH, ദാറ്റ് ഈസ് 140. അത് 140 ആണ് തന്നിട്ടുണ്ട്. ഇസ് ദാറ്റ് ക്ലിയർ മൈ ഡിയർ സ്റ്റുഡൻസ്? ഫൈൻ, സിമ്പിൾ ലോജിക് കമ്പയറിംഗ് ദ ഇക്വേഷൻ. ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേടാ മക്കളെ, ഒരു ഹാർട്ട് ഇട്ടേടാ, ഒരു ഫയർ ഇട്ടേടാ. റെഡി ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ ഇൻക്രീസിംഗ് ദി ഓൾട്ടിറ്റ്യൂഡ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ്. ഓൺ ഇൻക്രീസിംഗ് ദി ഓൾട്ടിറ്റ്യൂഡ് കൂട്ടി എന്ന് വെച്ചിട്ട് എന്താ ഒന്നും നടക്കാൻ പോകില്ല. ഓൾട്ടിറ്റ്യൂഡ് കൂട്ടിക്കോ, വോളിയം കൂട്ടിക്കോ,
എന്ത് കൂട്ടിയാലും ഓൾട്ടിറ്റ്യൂഡ് കൂട്ടിയാലും ഇത് ബി ആണേ മക്കളെ, ബി വിൽ ബി ദി ആൻസർ ഓവർ ഹിയർ. ഓൾട്ടിറ്റ്യൂഡ് കൂട്ടിയാലും വോളിയം കൂട്ടിയാലും ഒന്നും വേപ്പർ പ്രഷറിന് മാറ്റം വരില്ല മക്കളെ. സോ വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് റിമെയിൻസ് ദ സെയിം. വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് റിമെയിൻസ് ദ സെയിം. ഇസ് ദാറ്റ് ക്ലിയർ മൈ ഡിയർ സ്റ്റുഡൻസ്? മനസ്സിലായോ എൻ്റെ കുട്ടന്മാർക്ക്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാര്യം വേപ്പർ പ്രഷർ ഓൺലി ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചർ. വേപ്പർ പ്രഷർ ഓൺലി ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹെപ്റ്റെയിൻ ആൻഡ് ഒക്ടെയിൻ ഫോം ഐഡിയൽ സൊല്യൂഷൻസ് അറ്റ് 373 Kelvin. ശരി, ഐഡിയൽ ആണ് തന്നിട്ടുണ്ട്. ദ വേപ്പർ പ്രഷേഴ്സ് ഓഫ് ദ പ്യുവർ ലിക്വിഡ്സ് ആർ 106 kilopascal, 46 kilopascal. Okay, respectively. What will be the vapor pressure in bar of a mixture of 30 grams of heptane and 34.2 grams of octane? So basically നമ്മുടെ ഒരു കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നറിൽ നമ്മൾക്ക് ഉള്ളത് എന്താണ്? 30 grams of ഹെപ്റ്റെയിനും നമുക്ക് 34.2 grams of octane ഉണ്ട്. അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് വിൽ ബി ദ വേപ്പർ പ്രഷർ, ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. അവർ തന്നിരിക്കുന്ന വാല്യൂ എന്താണ്? അവർ തന്നിരിക്കുന്ന വാല്യൂ P0 ഓഫ് ഹെപ്റ്റെയിൻ തന്നിട്ടുണ്ട്. P0 ഓഫ് ഹെപ്റ്റെയിൻ എത്രയാണ്? P0 ഓഫ് ഹെപ്റ്റെയിൻ 106 kilopascal എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇനിയൊരു ഹാഫ് ആൻ അവർ ഇപ്പോൾ തുടങ്ങിയുള്ളൂ. ഹാഫ് ആൻ അവർ കൂടെ. ഓക്കെ, P0 ഓഫ് ഹെപ്റ്റെയിൻ. അതേപോലെ തന്നെ P0 ഓഫ് ഒക്ടെയിൻ നോക്കിക്കേടാ മക്കളെ. P0 ഓഫ് ഒക്ടെയിൻ തന്നിട്ടുണ്ട് 46 kilopascal എന്ന് തന്നിട്ടുണ്ട്. ഗോട്ട് ഇറ്റ്? നമുക്കറിയാം ടോട്ടൽ പ്രഷറിന്റെ ഐഡിയൽ ആസ് ഇൻ റൗൾട്ട്സ് ലോ കൂടെ എഴുതിയാൽ മതി. റൗൾട്ട്സ് ലോ ഇസ് ഈക്വൽ ടു P0 ഓഫ് ഹെപ്റ്റെയിൻ ഇൻറ്റു കൈ ഓഫ് ഹെപ്റ്റെയിൻ പ്ലസ് P0 ഓഫ് ഒക്ടെയിൻ ഇൻറ്റു കൈ ഓഫ് ഒക്ടെയിൻ. സമ്മതിച്ചാൽ മാത്രം സാറ് പ്രൊസീഡ് ചെയ്യാം. സമ്മതിച്ചോ മക്കളെ? ഫൈൻ. ജിയോസ് ചെക്ക് ചെയ്യേണ്ടി വരും ഡൗട്ടാ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ഈ ഒരു പാനലിൽ നമ്മൾ വേറെ ഡിസ്കഷനിലേക്ക് കിടക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട അപ്ഡേറ്റ്സ് ഒക്കെ യൂട്യൂബ് ചാനലിൽ വേറെ തരുന്നുണ്ട് മക്കളെ. ക്വസ്റ്റൻ ഡിസ്കഷനിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യടാ. കാര്യം മോൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്താൽ നമ്മൾ അതിനെക്കുറിച്ച് തന്നെ പോകും. ഇവിടെ ഫോക്കസ് ചെയ്യൂ. റൈറ്റ് നൗ ക്വസ്റ്റൻ ഡിസ്കഷൻ, ക്വസ്റ്റൻ സോൾവിങ് മാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ. മാത്രമായിരിക്കണടാ. ഓക്കെ, അതിനല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. മറ്റേതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല ഞാൻ പറയുന്നത്. അത് നമുക്ക് റെഡിയാക്കാം. യൂട്യൂബിലൊക്കെ അതിനെക്കുറിച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ വരുന്നുണ്ട്, നമ്മൾ തന്നെ തരുന്നുണ്ട് ക്യുവറ്റിൻ്റെ. ഓക്കെ, ഫൈൻ. സോ എല്ലാവരും നോക്കുക. ഇവിടെ ഫോക്കസ് വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കുക. നമുക്ക് കൈ ഓഫ് ഒക്ടെയിൻ ആൻഡ് കൈ ഓഫ് ഹെപ്റ്റെയിൻ കണ്ടുപിടിക്കാൻ, മോൾ ഫ്രാക്ഷൻ ഓഫ് ഒക്ടെയിൻ ആൻഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഹെപ്റ്റെയിൻ കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് മോൾസ് വേണ്ടേ? നമ്പർ ഓഫ് മോൾസ് ഉണ്ടെങ്കിലല്ലേ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹെപ്റ്റെയിൻ ആദ്യം നോക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹെപ്റ്റെയിൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നത്തിങ് ബട്ട്, നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് മോൾസ് ഇസ് വെയിറ്റ് ബൈ മോളാർ മാസ് അല്ലേ? വെയിറ്റ് ഓഫ് ഹെപ്റ്റെയിൻ എത്രയാണ്? വെയിറ്റ് ഓഫ് ഹെപ്റ്റെയിൻ 30 ആണ്. മോളാർ മാസ് ഓഫ് ഹെപ്റ്റെയിൻ എത്രയാണ്? ഹെപ്റ്റെയിൻ എന്ന് വെച്ചാൽ എന്താ മക്കളെ? ഹെപ്റ്റെയിൻ ഇസ് ബേസിക്കലി C7H16. C7H16ൻ്റെ മാസ് എന്ന് പറയുന്നത് 7 കാർബൺ. 7 കാർബൺ എന്ന് പറയുമ്പോൾ 7 × 12 84 പ്ലസ് 16 ഹൈഡ്രജൻ. അപ്പോൾ 84 പ്ലസ് 16 100. അതേപോലെ ഒക്ടെയിൻ്റെയും കണ്ടുപിടിച്ച് വയ്ക്കാം നമുക്ക്. ഒക്ടെയിൻ എന്ന് പറയുമ്പോൾ C8H18 അല്ലേ? വളരെ സിമ്പിളാണ്. ഇത് ബേസിക്കലി ഹോമോലോഗസ് സീരീസിൽ പെട്ടതല്ലേ? C7H16 പ്ലസ് ഒരു CH2 കൂടി ആഡ് ചെയ്താൽ ഒക്ടെയിൻ കിട്ടും. ഹെപ്റ്റെയിനിൽ നിന്ന് ഒരു CH2 ആഡ് ചെയ്താൽ ഒക്ടെയിൻ കിട്ടും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, മോളാർ മാസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് CH2, അതായത് 14 വരുള്ളൂ. ഹോമോലോഗസ് സീരീസിൽ അടുത്തടുത്തിരിക്കുന്ന ആളാണ് ഹെപ്റ്റെയിനും ഒക്ടെയിനും. ഹെപ്റ്റെയിൻ്റെ 100 ആണെങ്കിൽ ഒക്ടെയിൻ്റെ 100 + 14 ആയിരിക്കും. ഓക്കെ, 114. ഇതൊരു ട്രിക്കാണ്, ഓർത്ത് വയ്ക്കുക. കാര്യം ഹോമോലോഗസ് സീരീസിൽ അടുത്തടുത്താണ്. ഇപ്പം ഈത്തൈനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? മോളാർ മാസിൻ്റെ ഡിഫറൻസ് 14 ആയിരിക്കും. ഈത്തൈനും പ്രൊപ്പൈനും തമ്മിലുള്ള ഡിഫറൻസ് 14 ആയിരിക്കും. പ്രൊപ്പൈനും ബ്യൂട്ടൈനും തമ്മിൽ 14 ആയിരിക്കും. ബ്യൂട്ടൈനും പെൻറ്റൈനും 14 ആയിരിക്കും. പെൻറ്റൈനും ഹെക്സൈനും 14 ആയിരിക്കും. ഹെക്സൈൻ ഹെപ്റ്റൈൻ 14 ആയിരിക്കും. ഹെപ്റ്റൈൻ ബ്യൂട്ടൈൻ 14 ആയിരിക്കും. സോ ഇത് 100, ഇത് 114. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹെപ്റ്റൈൻ എത്രയാണ്? 30/100, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3. അതേപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഒക്ടെയിൻ എത്രയാണ്? 34.2 ഡിവൈഡഡ് ബൈ 114. ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിചാരിച്ചു ഇത് ഭയങ്കര വൃത്തിയായിട്ട നമ്പർ ആണെന്ന്. പക്ഷേ ഇത് നോക്കിക്കേ മക്കളെ, 34.2 ഡിവൈഡഡ് ബൈ 114 ഇസ് ഈക്വൽ ടു 0.3. 34.2 ഡിവൈഡ് ബൈ 114 ഇസ് ഈക്വൽ ടു 0.3. കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 114 × 3 ആണ് 342. 114 × 3 ആണ് 342. 34.2 ആണ്. 34.2 ഡിവൈഡഡ് ബൈ 114 ഇസ് 0.3. സിമ്പിൾ ലോജിക്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതും 0.3, ഇതും 0.3. സെയിം നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹെപ്റ്റെയിൻ സെയിം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹെപ്റ്റെയിൻ ആൻഡ് ഒക്ടെയിൻ ഇസ് ദ സെയിം. ദാറ്റ് മീൻസ് മോൾ ഫ്രാക്ഷൻ ഇസ് ഹാഫ്.
അതായത് മോൾ ഫ്രാക്ഷൻ ഹാഫാണ് മക്കളെ. നമ്മുടെ കാൽക്കുലേഷൻ വളരെ എളുപ്പമായി മക്കളെ. പി നോട്ട് ഓഫ് ഹെപ്റ്റെയിൻ എത്രയാണ്? 106 ഇൻറ്റു ഹാഫ് പ്ലസ് പി നോട്ട് ഓഫ് ഒക്ടെയിൻ എത്രയാണ്? 46 ഇൻറ്റു ഹാഫ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 106 എന്ന് പറയുമ്പോൾ 53 ആണ്. ഹാഫ് ഇൻറ്റു 46 എന്ന് പറയുമ്പോൾ 23 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 76 ആണ് മക്കളെ. 76 കിലോ ബാർ ആണ്. 76 കിലോ ബാർ എന്ന് പറയുമ്പോൾ 76 ഇൻറ്റു 10 പവർ 3 ബാർ ആണ്. 76 ഇൻറ്റു 10 പവർ 3 ബാർ. സോറി, കിലോ പാസ്കൽ ആണ് കേട്ടോ. ദിസ് ഈസ് ഇൻ പാസ്കൽ റൈറ്റ്. ദിസ് ഈസ് കിലോ പാസ്കൽ. ഓക്കെ, അപ്പോൾ 76 ഇൻറ്റു 10 പവർ 3 പാസ്കൽ. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ടത് ബാറിലാണ്. യൂണിറ്റ് ബാറിൽ വേണം. നമുക്കറിയാം 1 ബാർ ഇസ് ഈക്വൽ ടു 10 പവർ 5 പാസ്കൽ അല്ലേ? അപ്പോൾ 76 ഇൻറ്റു 10 പവർ 3 പാസ്കൽ എന്ന് പറയുമ്പോൾ അതിനെ ബാറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഡിവൈഡ് ദാറ്റ് ബൈ 10 പവർ 5. So 76 ഇൻറ്റു 10 പവർ 3 ഡിവൈഡഡ് ബൈ 10 പവർ 5 ചെയ്താൽ മതി മക്കളെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.76 ബാർ. 1 ബാർ ഇസ് ഈക്വൽ ടു 10 പവർ 5 പാസ്കൽ. അപ്പോൾ 76 ഇൻറ്റു 10 പവർ 3 പാസ്കൽ എന്ന് പറയുമ്പോൾ ഡിവൈഡ് ദാറ്റ് ബൈ 10 പവർ 5. ഹാഫ് എങ്ങനെ വന്നു? എടാ, നമ്പർ ഓഫ് മോൾസ് സെയിം ആണെങ്കിൽ മോൾ ഫ്രാക്ഷൻ എപ്പോഴും ഹാഫ് ആയിരിക്കില്ലേ? കോമൺ സെൻസ് യൂസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, മോൾ ഫ്രാക്ഷൻ ഓഫ് ഹെപ്റ്റെയിൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹെപ്റ്റെയിൻ വിച്ച് ഇസ് 0.3 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. എത്ര? 0.6. അപ്പോൾ 1/2. അപ്പോൾ മറ്റേ മോൾ ഫ്രാക്ഷൻ 1/2. എടാ, നമ്പർ ഓഫ് മോൾസ് സെയിം ആണെങ്കിൽ, രണ്ടുപേരുടെയും നമ്പർ ഓഫ് മോൾസ് സെയിം ആണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഹാഫ് ആയിരിക്കും കൂട്ടാ. സിമ്പിൾ ലോജിക് അല്ലേ? ഒരാളുടെ നമ്പർ ഓഫ് മോൾസ് 2, മറ്റേ 2. അപ്പം മോൾ ഫ്രാക്ഷൻ എത്രയായിരിക്കും? 2/4 രണ്ടുപേരുടെയും. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഓൾവേസ് നമ്പർ ഓഫ് മോൾസ് സെയിം ആണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഹാഫ് ആയിരിക്കും. ആ ഒരു ലോജിക്ക് യൂസ് ചെയ്യട്ടോ മക്കളെ. സോ ബേസിക്കലി ഇവിടെ ആൻസർ കിട്ടാൻ പോകുന്നത് 0.76 ആണ്. ഓക്കെ ആണോ മക്കളെ? ഇത് ഓക്കെ ആണെങ്കിൽ ഒരു തംസപ്പ് അടിച്ചേടാ, ഒരു ഫയർ ഇട്ടേടാ, ഒരു ഹാർട്ട് ഇട്ടേടാ മക്കളെ ചാറ്റ് ബോക്സിൽ. പോരട്ടെ. ഓക്കെ ആണോ? സെറ്റാണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിക്സിംഗ് ഓഫ് ദ കോമ്പണൻസ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റൈസസ് ദ ടെമ്പറേച്ചർ. മിക്സിംഗ് ഓഫ് ദ കോമ്പണൻസ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റൈസസ് ദ ടെമ്പറേച്ചർ. അതായത് അവർ ചോദിക്കുന്നത് ഇവർ 4 പെയർസ് തന്നിട്ടുണ്ട്. 4 പെയർ. ആദ്യത്തെ പെയർ എന്ന് പറയുമ്പോൾ ട്രൈക്ലോറോ മീത്തേൻ ആൻഡ് എത്തനോൾ. രണ്ടാമത്തെ പെയർ എന്ന് പറയുമ്പോൾ CCl4 ആൻഡ് ടൊളുവീൻ. മൂന്നാമത്തെ പെയർ എന്ന് പറയുമ്പോൾ ട്രൈക്ലോറോ മീത്തേൻ ആൻഡ് ഈത്തോക്സി ഈത്തേൻ. നാലാമത്തെ പെയർ എന്ന് പറയുമ്പോൾ അസറ്റോൺ ആൻഡ് എത്തനോൾ. അവർ ചോദിക്കുന്നത് ഇതിൽ ഏത് സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോഴാണ് ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ റൈസ് എപ്പോഴാണ് നടക്കുക? ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ. അതായത് ഞാനിപ്പോൾ എയും ബിയും മിക്സ് ചെയ്തു. എയും ബിയും മിക്സ് ചെയ്തിട്ട് അതൊരു എക്സോതെർമിക് പ്രോസസ്സ് ആണെങ്കിൽ ടെമ്പറേച്ചർ പുറത്തേക്ക് വരും. ടെമ്പറേച്ചർ പുറത്തേക്ക് വരുമ്പോൾ എന്ത് പറ്റും? ഈ കണ്ടെയ്നറിൻ്റെ ടെമ്പറേച്ചർ പുറത്തേക്ക് വരുന്നു, ഹീറ്റ് പുറത്തേക്ക് വരും. ഹീറ്റ് പുറത്തേക്ക് വരുന്നു വിചാരിക്കുക. ഇപ്പം എയും ബിയും മിക്സ് ചെയ്തു, എ ആൻഡ് ബി മിക്സ് ചെയ്തു. എന്നിട്ട് അത് എക്സോതെർമിക് ആണെങ്കിൽ ഹീറ്റ് പുറത്തേക്ക് വരും. ഹീറ്റ് പുറത്തേക്ക് വരുമ്പോൾ എന്ത് പറ്റും? ഈ കണ്ടെയ്നറിൻ്റെ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ എക്സോതെർമിക് റിയാക്ഷൻസിലാണ് ടെമ്പറേച്ചർ കൂടുന്നത്. കാര്യം എന്താ? എക്സോതെർമിക് റിയാക്ഷൻസിൽ ഹീറ്റ് പുറത്തേക്ക് വരും. ഹീറ്റ് പുറത്തേക്ക് വരുമ്പോൾ ടെമ്പറേച്ചർ കൂടും അല്ലേ മക്കളെ? ഹീറ്റ് പുറത്തേക്ക് വരുമ്പോൾ ടെമ്പറേച്ചർ കൂടും. സോ ബേസിക്കലി എക്സോതെർമിക് ഏതാന്ന് നോക്കിയാൽ മതി. ഈ 4 എണ്ണത്തിൽ ഏത് പെയർ ആഡ് ചെയ്യുമ്പോഴാണ്, ഏത് പെയർ സൊല്യൂഷൻ ഫോം ചെയ്യുമ്പോഴാണ് എക്സോതെർമിക് വരുന്നത് മക്കളെ? എക്സോതെർമിക് ആവണമെങ്കിൽ ΔH നെഗറ്റീവ് വരണമെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കണമോ പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കണമോ? ΔH നെഗറ്റീവ് വേണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ ആയിരിക്കണം അല്ലേ? എൻതാൽപ്പി നെഗറ്റീവ് വരണമെങ്കിൽ, എക്സോതെർമിക് ആവണമെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ വേണം. നെഗറ്റീവ് ഡീവിയേഷൻ വന്നാലേ എൻതാൽപ്പി നെഗറ്റീവ് ആവുള്ളൂ. അപ്പോഴേ ഹീറ്റ് പുറത്തേക്ക് വരുള്ളൂ. ഹീറ്റ് പുറത്തേക്ക് വന്നാലേ കണ്ടെയ്നറിൻ്റെ ചൂട് കൂടുള്ളൂ, ടെമ്പറേച്ചർ കൂടുള്ളൂ. സോ ബേസിക്കലി ഇതിൽ ഏതാണ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്? സാർ ഒരു ടേബിൾ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. ആ ടേബിൾ ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി എന്ന് സാറ് പറഞ്ഞിരുന്നു. ഫോർ എക്സാമ്പിൾ ട്രൈക്ലോറോ മീത്തേൻ ആൻഡ് എത്തനോൾ. ദേ ആ ടേബിൾ ഇവിടെ സാറ് കൊണ്ടുവന്നിട്ടുണ്ട്. ട്രൈക്ലോറോ മീത്തേൻ ആൻഡ് എത്തനോൾ നോക്കിക്കേ. ട്രൈക്ലോറോമീത്തേൻ എന്ന് പറയുമ്പോൾ ക്ലോറോഫോം ആൻഡ് എത്തനോൾ പോസിറ്റീവ് ഡീവിയേഷൻ എടുത്താൽ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. CCl4 ആൻഡ് ടൊളുവീൻ. ഇതാണ് കേട്ടോ ടൊളുവീൻ. ഓക്കെ, CCl4 ആൻഡ് ടൊളുവീൻ അഗെയിൻ പോസിറ്റീവ് ഡീവിയേഷൻ്റെ അടിയിലാണ്. നെക്സ്റ്റ് ട്രൈക്ലോറോമീത്തേൻ ആൻഡ് ഈത്തോക്സി ഈത്തേൻ.
ഈത്തോക്സി ഈത്തൈൻ എന്ന് വെച്ചാൽ എന്താ മക്കളെ? ഈത്തോക്സി ഈത്തൈൻ എന്ന് പറയുമ്പോൾ CH3 CH2 O CH2 CH3 ഇതാണ് ഈത്തോക്സി ഈത്തൈൻ കേട്ടോ. അതിനെ ഇങ്ങനെയും എഴുതാം CH3 CH2 twice O. ഓക്കെ. ട്രൈക്ലോറോമീത്തൈൻ ആൻഡ് ഈത്തോക്സി ഈത്തൈൻ. ട്രൈക്ലോറോമീത്തൈൻ ആൻഡ് ഈത്തോക്സി ഈത്തൈൻ വരുന്നത് നെഗറ്റീവ് ഡീവിയേഷനിലാണ്. It comes in negative deviation. It comes in negative deviation. So basically ഇവനെ പിടിച്ചാൽ മതി, ഇവനെ അങ്ങോട്ട് പിടിക്കുക. ഇവനാണ് നമ്മുടെ ആശ. അസറ്റോൺ ആൻഡ് എത്തനോൾ. അസറ്റോൺ ആൻഡ് എത്തനോൾ നമുക്ക് നോക്കാം. അസറ്റോൺ ആൻഡ് എത്തനോൾ നോക്കിക്കേ. അസറ്റോൺ ആൻഡ് എത്തനോൾ ബേസിക്കലി അസറ്റോൺ എന്ന് വെച്ചാൽ CH3 twice CO ആൻഡ് എത്തനോൾ പോസിറ്റീവ് ഡീവിയേഷനിലാണ്. നമുക്ക് നെഗറ്റീവ് ഡീവിയേഷനാണ് വേണ്ടത്. നെഗറ്റീവ് ഡീവിയേഷനാണ് നെഗറ്റീവ് എൻതാൽപ്പി തരിക. നെഗറ്റീവ് എൻതാൽപ്പിയാണ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുക. ഹീറ്റ് ജനറേറ്റ് ചെയ്താലാണ് ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവുക. അപ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ വരുന്നത് ഇത് ഓർത്ത് വയ്ക്കുക. ഇതൊരു തിയറി ആയിട്ട് ഓർത്ത് വയ്ക്കുക. വെനെവർ ദർ ഇസ് എ സൊല്യൂഷൻ ഫോംഡ് ആൻഡ് ഇറ്റ് ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ, ടെമ്പറേച്ചർ റൈസസ്. കാര്യം എന്താ? enthalpy is negative. Exothermic ആണ് പ്രോസസ്. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിക്വിഡ് ഇസ് ഫോംഡ് ബൈ മിക്സിംഗ് 10 moles of aniline and 20 moles of phenol at a temperature where the vapor pressure of pure liquid aniline and phenol are 90 and 87. Pure vapor pressures തന്നിട്ടുണ്ട്. Possible vapor pressure of solution at that temperature is. Possible vapor pressure of the solution. Possible vapor pressure of the solution. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? അവർ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ദേ ഷോ നെഗറ്റീവ് ഡീവിയേഷൻ. അതായത് അനിലീനും ഫീനോളും മിക്സ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, നമുക്കറിയാം നെഗറ്റീവ് ഡീവിയേഷൻ്റെ കേസിൽ നമ്മൾ ഒബ്സേർവ് ചെയ്യാൻ പോകുന്ന പ്രഷർ, നമ്മൾ ഒബ്സേർവ് ചെയ്യാൻ പോകുന്ന സൊല്യൂഷൻ്റെ പ്രഷർ, സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ വിൽ ബി ലെസർ ദാൻ ദി ഐഡിയൽ വേപ്പർ പ്രഷർ. ഇന്ന് രാവിലെ സാറ് പഠിപ്പിച്ചതാ. നെഗറ്റീവ് ഡീവിയേഷനിൽ ഓർമ്മയുണ്ടോ? നെഗറ്റീവ് ഡീവിയേഷനിൽ എന്താ സംഭവിക്കുക? എയും ബിയും സൊല്യൂഷൻ ഫോം ചെയ്യുകയാണ്. ഈ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ എന്ത് പറ്റും? നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഈ എനും ബിനും വേപ്പറൈസ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ്. അപ്പോൾ അവരുടെ പ്രഡിക്റ്റഡ് ആസ് ഇൻ ദി ആക്ച്വൽ വേപ്പർ പ്രഷർ വിൽ ബി ലെസർ ദാൻ ദി ഐഡിയൽ വേപ്പർ പ്രഷർ. ആക്ച്വൽ വേപ്പർ പ്രഷർ വിൽ ബി ലെസർ ദാൻ ഐഡിയൽ വൺ. ഐഡിയൽ വൺ എന്ന് പറയുമ്പോൾ റൗൾട്ട്സ് ലോ വെച്ച് പ്രഡിക്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്കിവിടെ ഐഡിയൽ വേപ്പർ പ്രഷർ എത്രയാണെന്ന് നോക്കാം. ഐഡിയൽ വേപ്പർ പ്രഷർ എത്രയാണെന്ന് നോക്കാം. ഐഡിയൽ അക്കോർഡിംഗ് ടു റൗൾട്ട്സ് ലോ ഐഡിയൽ വേപ്പർ പ്രഷർ എത്രയാണ് വരിക നോക്കാം. ഐഡിയൽ വേപ്പർ പ്രഷർ വിൽ ബി, എല്ലാവരും നോക്കിക്കേ, നമുക്കറിയാം P0A ഇൻറ്റു കൈ എ പ്ലസ് P0B ഇൻറ്റു കൈ ബി. P0A എത്രയാണ്? 90 എന്ന് തന്നിട്ടുണ്ട്. കൈ എ എത്രയാണ്? കൈ എ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അനിലീൻ്റെ മോൾ ഫ്രാക്ഷൻ. Anilene mole fraction will be number of moles of aniline 10 എന്ന് തന്നിട്ടുണ്ട്, divided by total number of moles 10 plus 20, that is equal to 30. So 10 divided by 30, that is equal to 1/3. അപ്പോൾ കൈ ബി എത്രയായിരിക്കും? 2/3 ആയിരിക്കും. സിമ്പിളായിട്ട് പറയാം കാര്യം. കൈ എ 1/3 ആണെങ്കിൽ കൈ ബി 2/3 ആയിരിക്കും. സോ P0A എന്ന് പറയുമ്പോൾ അനിലീൻ്റെ വേപ്പർ പ്രഷർ, പ്യുവർ അനിലീൻ്റെ വേപ്പർ പ്രഷർ എത്രയാണ്? 90. സോ 90 ഇൻറ്റു അനിലീൻ്റെ മോൾ ഫ്രാക്ഷൻ എത്രയാണ്? 1/3 പ്ലസ് P0B എത്രയാണ്? 87 ഇൻറ്റു 2/3. 87 ഇൻറ്റു 2/3 ഇത് എത്ര കിട്ടും മക്കളെ? ദിസ് വിൽ ബി ഈക്വൽ ടു 30 പ്ലസ് 58, ദാറ്റ് ഈസ് ഈക്വൽ ടു 88. ഇതാണ് ഐഡിയൽ കണ്ടീഷനിലുള്ള വേപ്പർ പ്രഷർ. പക്ഷേ ആക്ച്വൽ വേപ്പർ പ്രഷർ ഇതിനും കുറവായിരിക്കില്ലേ? കാര്യം എന്താ? ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് നെഗറ്റീവ് ഡീവിയേഷൻ ആണെന്ന്. ദേ ഷോ നെഗറ്റീവ് ഡീവിയേഷൻ. That means the actual vapor pressure should be lesser than 88. 88നും കുറവായിരിക്കണം. 88നും കുറവുള്ള ഓപ്ഷൻ നോക്കിയാൽ മതി. 88നും കുറവുള്ള ഓപ്ഷൻ എ ആണ്. 88 അല്ല, 88 എടുക്കാൻ പാടില്ല. 88 എന്ന് പറയുമ്പോൾ ഐഡിയൽ സിറ്റുവേഷനാണ്. ഇതൊരു ഐഡിയൽ സൊല്യൂഷൻ അല്ല, ഇത് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു തന്നെ. അപ്പോൾ it will be lesser than that. Is that clear, my dear students? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The vapor pressure of a solution of non-volatile solutes. മക്കളെ ഇത് എല്ലാവരും നോക്കിക്കേ. സാർ ഇതൊരു തിയറി ആയിട്ട് പറയാൻ നിന്നിരുന്നതാണ്, പക്ഷേ എന്തായാലും നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. പക്ഷെ നമുക്ക് അതിപ്പോൾ തന്നെ ഡീൽ ചെയ്യാം. ഞാനിപ്പോൾ റൗൾട്ട്സ് ലോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു തിയറിയാണ്. ഞാനിപ്പോൾ ഒരു ലിക്വിഡ് എടുത്തു. ആ ലിക്വിഡിലേക്ക് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തു. ഈ സൊല്യൂട്ട് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഈ സൊല്യൂഷൻ പ്യുവർ എ മാറി ഇതിലിപ്പോൾ ബിയും വന്നു കഴിഞ്ഞു. അപ്പോൾ റൗൾട്ട്സ് ലോ അനുസരിച്ച്
റൗൾട്ട്സ് ലോ അനുസരിച്ച് എല്ലാവരും നോക്കിക്കേ മക്കളെ, റൗൾട്ട്സ് ലോ അനുസരിച്ച് പി ടി ഈസ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു കൈ എ പ്ലസ് പി നോട്ട് ബി ഇൻറ്റു കൈ ബി. അറിയാമല്ലോ മക്കളെ. പക്ഷെ നമുക്ക് ഓൾറെഡി അറിയാം ഇത് നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ്. നോൺ വോളറ്റൈൽ എന്ന് വെച്ചാൽ എന്താ? ഇവാപ്പറേറ്റ് ചെയ്യാത്ത സൊല്യൂട്ട്. ഫോർ എക്സാമ്പിൾ സോളിഡ്സ്, ഇവാപ്പറേഷൻ നടക്കൂല, നെഗ്ലിജിബിൾ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ബേസിക്കലി നമുക്കിവിടെ പറയാം പി നോട്ട് ബി ഈസ് ഈക്വൽ ടു 0. കാര്യം എന്താണ്? നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ്. ദാറ്റ് മീൻസ് പി ടി ഈസ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു കൈ എ. ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ? ഫൈൻ. അതായത് ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഇസ് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെൻറ്റ് എ മൾട്ടിപ്ലൈഡ് ബൈ എ ഫ്രാക്ഷൻ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഐ ക്യാൻ ഈസിലി സേ ദാറ്റ് പി ടി ഇസ് ലെസ്സർ ദാൻ പി നോട്ട് എ. പി ടി ഇസ് ലെസ് ദാൻ പി നോട്ട് എ. അതായത് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ സോൾവെൻറ്റ്. കാര്യം എന്താ? കൈ എ എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനാണ്, മോൾ ഫ്രാക്ഷനാണ്, 1നും ലോവറാണ്, 0.3 0.4 0.5 0.6 വല്ലതും ആയിരിക്കും. ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ പി നോട്ട് എ വിൽ ബി ലെസ്സർ ദാൻ പി നോട്ട് എ, റൈറ്റ്? ഈ വാല്യൂ വിൽ ബി ലെസ്സർ ദാൻ പി നോട്ട് എ അല്ലേ? ഇപ്പോൾ 3 into 0.3 is lesser than 3, 4 into 0.2 is less than 4, 5 into 0.6 is less than 5 അല്ലേ? സോ ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? നമ്മളൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ആ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കുറയുന്നു. അതാണ് ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. കാര്യം എന്താ? ആ സൊല്യൂട്ടിൽ നിന്ന് കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ല. Got it? That means a vapor pressure of the solvent reduces. കാര്യം ഈ ഭാഗം 0 ആണ്. So basically total vapor pressure is equal to P naught A into chi A. Is that clear, my dear students? Fine. അപ്പോൾ ഒരു നോൺ വോൾട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ റെഡ്യൂസസ്. ഓക്കെ, ഫൈൻ. സോ the vapor pressure of a solution of non volatile solute is less than that of the solvent. ഇത് ഓക്കെ ആണെങ്കിൽ ഒരു തംസ് അപ്പ് അടിച്ചേടാ മക്കളെ. Is that clear? Next question നോക്കാം. Which of the following behavior is true about the ideal binary liquid solution of liquids A and B if P naught A less than P naught B? Plot of total pressure versus chi A is non-linear. Plot of total pressure versus chi B is linear with positive slope. Plot of total pressure versus chi B is linear with slope 0. Plot of total pressure versus chi B is linear with negative slope. ഒന്നുമില്ലടാ, നമ്മുടെ റൗൾട്ട്സ് ലോ ഇക്വേഷൻ അങ്ങോട്ട് എഴുതുക. നമുക്കറിയാം റൗൾട്ട്സ് ലോ ഇക്വേഷൻ എന്താ പറയുന്നത്? പി ടി ഈസ് ഈക്വൽ ടു പി നോട്ട് എ കൈ എ പ്ലസ് പി നോട്ട് ബി കൈ ബി എന്നല്ലേ പറയുന്നത്. ഫൈൻ. ഇതിനെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? പി നോട്ട് എ പ്ലസ് കൈ ബി ഇൻറ്റു പി നോട്ട് എ പ്ലസ് കൈ ബി ഇൻറ്റു പി നോട്ട് ബി മൈനസ് പി നോട്ട് എ എന്ന് എഴുതിക്കൂടെ? യെസ് ഓ നോ? അപ്പോൾ ഇതിനെ ഞാൻ y ഈസ് ഈക്വൽ ടു സി പ്ലസ് എം എക്സ് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പോവാം. y ഈസ് ഈക്വൽ ടു സി പ്ലസ് എം എക്സ്, അതായത് y ആക്സിസിൽ ടോട്ടൽ പ്രഷറിനെ പ്ലോട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻ്റർസെപ്റ്റ് എന്താ? സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർസെപ്റ്റ് വിൽ ബി പി നോട്ട് എ. എക്സ് ഇസ് വാട്ട്? കൈ ബി. അതായത് y ആക്സിസിൽ ടോട്ടൽ പ്രഷർ പ്ലോട്ട് ചെയ്യാണ്, എക്സ് ആക്സിസിൽ കൈ ബി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. കാര്യം ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ പോലെ തന്നെയാണ്. യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ മക്കളെ. എം സ്ലോപ്പ് എന്താണ്? പി നോട്ട് ബി മൈനസ് പി നോട്ട് എ. ഇസ് എ ക്ലിയർ, മൈ ഡിയർ സ്റ്റുഡൻസ്? ആൻഡ് ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അതെങ്ങനെ എനിക്ക് മനസ്സിലായി? കാര്യം ഇവിടെ തന്നിട്ടുണ്ട് പി നോട്ട് എ ഇസ് ലെസ് ദാൻ പി നോട്ട് ബി എന്ന് തന്നിട്ടുണ്ട്. പി നോട്ട് എ ഇസ് ലെസ് ദാൻ പി നോട്ട് ബി. ദാറ്റ് മീൻസ് പി നോട്ട് ബി മൈനസ് പി നോട്ട് എ. പി നോട്ട് ബി മൈനസ് പി നോട്ട് എ ആണല്ലോ സ്ലോപ്പ്. ആ സ്ലോപ്പ് പോസിറ്റീവാണ്. കാര്യം എന്താ? പി നോട്ട് ബി ഇസ് ഗ്രേറ്റർ ദാൻ പി നോട്ട് എ. സോ ദാറ്റ് മീൻസ് സ്ലോപ്പ് ഇസ് പോസിറ്റീവ്. നേരെ മറിച്ച് പി നോട്ട് എ ഗ്രേറ്റർ ആയിരുന്നെങ്കിൽ സ്ലോപ്പ് നെഗറ്റീവ് ആയനെ. ഇസ് ദാറ്റ് ക്ലിയർ? ഫൈൻ. സോ ബേസിക്കലി പ്ലോട്ട് ഓഫ് പി ടി വേഴ്സസ് കൈ ബി ഇസ് ലീനിയർ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ്. ഇസ് എ ക്ലിയർ, മൈ ഡിയർ സ്റ്റുഡൻസ്? മക്കളെ ചാറ്റ് ബോക്സിൽ അനക്കമില്ലല്ലോ, എന്ത് പറ്റി? ഉറങ്ങിപ്പോയ എല്ലാവരും ഇവിടെ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്? അയ്യോ, ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിപ്പോയല്ലോ. പുഷ്പം പോലെ ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ദാറ്റ് ഇസ് എ കറക്റ്റ് വൺ അല്ലേ? ഇതിന് മാത്രം ഒന്നും ഇല്ല ക്വസ്റ്റ്യനിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ദ പോളാർ ലിക്വിഡ്സ്? ഇതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് പോളാർ ലിക്വിഡ്സ്? മക്കളെ, പോളാർ ലിക്വിഡ് എന്ന് പറയുമ്പോൾ
അവരുടെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് വളരെ ഹൈ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ H2O, നിങ്ങൾക്കറിയാം H2O, ഒരു മോളിക്യൂൾ ഓഫ് H2O will be hydrogen bonded to another molecule of H2O. They are very strong attraction. Polar molecules in the intermolecular forces are comparatively higher. അപ്പോൾ ബേസിക്കലി നമുക്ക് പോളാർ ലിക്വിഡ്സിൻ്റെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഹയർ ആണ് എന്ന് പറയാം കമ്പാരിറ്റീവ്ലി. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഹയർ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ബോയിലിംഗ് പോയിൻറ്റ് ഹൈ ആയിരിക്കും അല്ലേ? ബോയിലിംഗ് പോയിൻറ്റ് ഹൈ ആയിരിക്കും. കാര്യം നല്ല ടെമ്പറേച്ചർ കൊടുത്താലേ, കമ്പാരിറ്റീവ്ലി ആണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നോൺ പോളാർ ലിക്വിഡ്സിനെ വെച്ച് നോക്കുമ്പോൾ ബോയിലിംഗ് പോയിൻറ്റ് ഹൈ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ദേ ഹാവ് ഹൈ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, എനർജി റിക്വയർഡ് ടു വേപ്പറൈസ് ദം ഹൈ ആയിരിക്കും. കാര്യം എന്താ? ഈ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് പൊട്ടിക്കണ്ടേ, അത് ഹൈ ആയിരിക്കും. ദേ ഹാവ് ലോ വിസ്കോസിറ്റി അല്ല, ദേ ഹാവ് ഹൈ വിസ്കോസിറ്റി. കാര്യം എന്താണ്? വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി ടു ഫ്ലോ. അതായത് പാർട്ടിക്കിൾസിൻ്റെ എബിലിറ്റി. ഇതാണിപ്പോൾ ലിക്വിഡ് പാർട്ടിക്കിൾ എങ്കിൽ ഇപ്പോൾ ഈ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും തേർഡ് ലെയറും ഉണ്ട്. ഈ ലെയർസ് തമ്മിൽ ഫ്ലോ നടക്കണം. അതായത് ഫസ്റ്റ് ലെയർ ഇതാണ്, സെക്കൻഡ് ലെയർ ഇതാണ്, അവർ തമ്മിൽ റിലേറ്റീവ് മോഷൻ എന്നാലേ ഫ്ലോയിങ് നടക്കുള്ളൂ. അങ്ങനെയുള്ള ലിക്വിഡ്സ് മൂവ് ചെയ്യുന്നത്. ലിക്വിഡ്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് മക്കളെ? ലിക്വിഡ്സ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഇതിപ്പോൾ ഫസ്റ്റ് ലെയറാണ്, ഇത് സെക്കൻഡ് ലെയർ ആണെങ്കിൽ ഈ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും തമ്മിൽ മൂവ് ചെയ്യണം, എന്നാലും ദാറ്റ് ഈസ് ഹൗ ഫ്ലോ ഹാപ്പൻസ്. പക്ഷേ ഇവർ തമ്മിൽ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഹൈ ആണെങ്കിൽ, ഇഫ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ഹൈ, വിസ്കോസിറ്റി കുറയും. കാര്യം എന്താണ്? അവർക്ക് ഫ്ലോ നടക്കില്ല, റിലേറ്റീവ് മോഷൻ നടക്കില്ല, പാർട്ടിക്കിൾസിന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല എന്നല്ല, കുറവായിരിക്കും. സോ ദേ ബേസിക്കലി ദിസ് ഇസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദേ ഹാവ് ലോ വേപ്പർ പ്രഷർ. കറക്റ്റാണ്. പോളാർ മോളിക്യൂൾസിനും കമ്പാരിറ്റീവ്ലി ലോ വേപ്പർ പ്രഷറാണ്. കാര്യം എന്താ? ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. Intermolecular force is high. So you know that vapor pressure is inversely proportional to intermolecular force of attraction. അല്ലേ മക്കളെ? So polar molecules have high intermolecular force of attraction. That means low vapor pressure. Okay. അപ്പോൾ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് low viscosity ആണ്. They have high viscosity. Next, when 25 milliliter of CCl4 and 25 milliliter of toluene is mixed, the total volume of the solution will be CCl4, carbon tetrachloride and toluene. CCl4 and toluene positive deviation കാണിക്കുന്ന സൊല്യൂഷൻ ആണ്. സാറിന് ഇത് എവിടെ നിന്ന് മനസ്സിലായി? സാർ ആ ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ പോസിറ്റീവ് ഡീവിയേഷൻ്റെ അടിയിൽ CCl4 and toluene ഉണ്ട്. CCl4 and toluene പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. പോസിറ്റീവ് ഡീവിയേഷനിൽ നിങ്ങൾക്കറിയാം ഡെൽറ്റ വി ഓഫ് മിക്സിംഗ് ഇസ് ഗ്രേറ്റർ ദാൻ 0. That means total volume after mixing will be greater than total volume before mixing. Before mixing total volume എത്രയാണ്? 50 ആണ്. Before mixing 50 ആണ് total volume. 25 plus 25. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടുന്ന് 25 മിക്സ് ചെയ്യുമ്പോൾ there will be an expansion of volume. Delta V of mixing is greater than 0. ഇത് നമ്മൾ കണ്ടതാണ് മക്കളെ. So basically it will be greater than 50. Is that clear, my dear champions? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം മക്കളെ. Got it. Next, the vapor pressure of a solution of two liquids A, P0, A തന്നിട്ടുണ്ട്, അതിൻ്റെ വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്, മോൾ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്, വേപ്പർ പ്രഷർ തന്നിട്ടുണ്ട്, മോൾ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, is found to be 100 millimeter. It shows that the solution exhibits actual vapor pressure തന്നിട്ടുണ്ട്. അവർ ചോദിക്കുന്നത് ഇത് നെഗറ്റീവ് ഡീവിയേഷൻ ആണോ, പോസിറ്റീവ് ഡീവിയേഷൻ ആണോ, ഐഡിയൽ ബിഹേവിയർ ആണോ, എന്താണ് എന്നാണ് അവർ ചോദിക്കുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ, ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ഏത് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ എന്നാണ് അവരുടെ ചോദ്യം. സോ എല്ലാവരും നോക്കുക മക്കളെ. നമുക്ക് ഇതിൻ്റെ ഐഡിയൽ വേപ്പർ പ്രഷർ ഒന്ന് നോക്കാം. വാട്ട് വിൽ ബി ദ ഐഡിയൽ വേപ്പർ പ്രഷർ? ഐഡിയൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ വിൽ ബി P0A into chi A, അതായത് 80 into 0.4 plus P0B into chi B. That is equal to 80 into 0.4 എന്ന് പറയുമ്പോൾ 32, 120 into 0.6 എന്ന് പറയുമ്പോൾ 72, that is equal to 104. അപ്പോൾ ഐഡിയൽ വേപ്പർ പ്രഷർ is 104. പക്ഷേ ആക്ച്വൽ വേപ്പർ പ്രഷർ is 100. അതായത് ഐഡിയലിനും കുറവാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ. കഴിഞ്ഞു. ഐഡിയലിനും കുറവാണ്. ഐഡിയൽ 104, ആക്ച്വൽ 100. അപ്പോൾ നിങ്ങൾക്കറിയാം ആക്ച്വൽ വേപ്പർ പ്രഷർ ഇസ് ലെസ് ദാൻ ഐഡിയൽ എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ് ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ. ഓക്കെ മക്കളെ. Next, benzene and toluene form an ideal solution. The vapor pressure of benzene and toluene are 75 millimeter and 25 millimeter respectively at 20 degrees Celsius. If the mole fractions of benzene and toluene in vapor are 0.75 and 0.25 respectively, the vapor pressure of the ideal solution is. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം മക്കളെ. ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് ബെൻസീൻ ആൻഡ് ടൊളുവീൻ. ഇപ്പോൾ അതെ B and T എന്ന് ഞാൻ ഇടാം.
ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസീൻ, ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊളുവീൻ. അപ്പോൾ ഇതിൻ്റെ വേപ്പറും ഉണ്ടാവുമല്ലോ, ബെൻസീൻ്റെയും ടൊളുവീൻ്റെയും വേപ്പറും ഉണ്ടാവും മേളിൽ, ബെൻസീൻ്റെയും ടൊളുവീൻ്റെയും വേപ്പറും ഉണ്ടാവും മേളിൽ അല്ലേ. ഞാൻ ബി ടി എന്ന് തന്നെ ഇടാം, പ്ലസിൻ്റെ ആവശ്യമില്ല ഇവിടെ. ഓക്കെ, ബെൻസീനും ടൊളുവീനും സൊല്യൂഷനിലുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ബെൻസീനും ടൊളുവീനും വേപ്പറിലും ഉണ്ട്, ബെൻസീനും ടൊളുവീനും വേപ്പറിലും ഉണ്ട്. വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ ആൻഡ് ടൊളുവീൻ തന്നിട്ടുണ്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ ആൻഡ് ടൊളുവീൻ ഇൻ വേപ്പർ ഫേസ്, വേപ്പർ ഫേസിലെ മോൾ ഫ്രാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വേപ്പർ ഫേസിലെ മോൾ ഫ്രാക്ഷൻ YA is equal to P0A into chi A by P0A chi A plus P0B chi B അല്ലേ. അതേപോലെ തന്നെ YB is equal to P0A chi B by P0A chi A plus P0B chi B. ഇത് നമ്മളിന്ന് ചെയ്തതാണ്. അപ്പോൾ ബേസിക്കലി വേപ്പറിലെ മോൾ ഫ്രാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. വേപ്പറിലെ മോൾ ഫ്രാക്ഷൻ ഫോർ ബെൻസീൻ 3/0.75 എന്ന് തന്നിട്ടുണ്ട്. 0.75 എന്ന് വെച്ചാൽ എന്താണ്? 0.75 is nothing but 3/4 അല്ലേ. ദിസ് ഈസ് നത്തിങ് ബട്ട് 3/4. 3/4 എന്ന് എഴുതണ്ട, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. 0.25 is basically 1/4. ഓക്കെ, എനിക്ക് ഫ്രാക്ഷൻ എടുത്ത് ചെയ്യുന്ന ഇഷ്ടം. നിങ്ങൾക്ക് ഡെസിമലായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെസിമലായിട്ട് തന്നെ വയ്ക്കാം. അപ്പോൾ vapor pressure of mole fraction of benzene in vapor phase 0.75. It will be nothing but vapor pressure of benzene multiplied by mole fraction of benzene in vapor phase. അപ്പോൾ ഞാൻ മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീനെ ഞാൻ കൈ ബി എന്ന് ഇടാൻ പോവാണ് കേട്ടോ. തൽക്കാലം കൈ ബി എന്ന് ഇടുക. കൈ ബി സ്റ്റാൻഡ്സ് ഫോർ മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ. Mole fraction of benzene in liquid phase, okay, divided by total pressure, അതായത് P0 A chi A plus P0 B chi B. അതേപോലെ തന്നെ that of toluene mole fraction in vapor phase is nothing but vapor pressure of pure toluene multiplied by ഈ പറഞ്ഞ പോലെ ഏതാണ് ഇവിടെ സിമ്പിൾസ് തമ്മിൽ. ഓക്കെ, കൈ എ എന്ന് ഇടാൻ തൽക്കാലം. ടൊളുവീൻ്റെ ഞാൻ കൈ എ എന്ന് ഇടാൻ പോവാണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷർ. ഓക്കെ, കൈ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊളുവീൻ്റെ മോൾ ഫ്രാക്ഷൻ ഇൻ ലിക്വിഡ് ഫേസ്, കൈ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസീൻ്റെ മോൾ ഫ്രാക്ഷൻ ഇൻ ലിക്വിഡ് ഫേസ്. അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് ദ ഐഡിയൽ സൊല്യൂഷൻസ്. സോ ബേസിക്കലി നമുക്ക് പി ടി ആണ് വേണ്ടത്. പി ടി വേണമെങ്കിൽ നമുക്ക് കൈ ബിയും കൈ എയും കിട്ടിയേ പറ്റൂ. ബേസിക്കലി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഈ രണ്ട് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.75 ഡിവൈഡഡ് ബൈ 0.25. 0.75 ഡിവൈഡഡ് ബൈ 0.25 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഇവിടെ 75 കൈ ബി ബൈ 25 കൈ എ എന്ന് വരും. പി ടി ക്യാൻസൽ ആയി പോകും. സോ ദാറ്റ് വിൽ ബി 3 ഇൻറ്റു കൈ ബി ബൈ കൈ എ. അപ്പോൾ 3 പോവും. കൈ ബി ബൈ കൈ എ വിൽ ബി ഈക്വൽ ടു 1. അതായത് കൈ ബി ഇസ് ഈക്വൽ ടു കൈ എ ആൻഡ് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ഹാഫ് അല്ലേ. കൈ ബി ബൈ കൈ എ ഈക്വൽ ടു 1 ആണെങ്കിൽ കൈ ബി ഈക്വൽ ടു കൈ എ വരണം. അതായത് മോൾ ഫ്രാക്ഷൻസ് സെയിം ആണ്. ദാറ്റ് മീൻസ് മോൾ ഫ്രാക്ഷൻ ഷുഡ് ബി ഹാഫ്. മോൾ ഫ്രാക്ഷൻസ് ഹാഫ് ആയിരിക്കണം. ഇനി വളരെ സിമ്പിളാണ്. സോ ടോട്ടൽ പ്രഷർ വിൽ ബി ഈക്വൽ ടു 75 ഇൻറ്റു ഹാഫ് പ്ലസ് 25 ഇൻറ്റു ഹാഫ്. നമ്മുടെ റൗൾട്ട്സ് ലോ ഇക്വേഷൻ ഇടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 വരും. ഓക്കെ മക്കളെ, ചെയ്തത് മനസ്സിലായ മക്കളെ? ഈ 0.75 എന്ന് പറയുമ്പോൾ മോൾ ഫ്രാക്ഷൻ ഇൻ വേപ്പർ ഫേസാണ്. മോൾ ഫ്രാക്ഷൻ ഇൻ വേപ്പർ ഫേസിൻ്റെ ഫോർമുല എന്താ? P0B. സോ ലെറ്റ് us say this is YB is equal to P0B into chi B divided by total pressure. ഓക്കെ, ടോട്ടൽ പ്രഷർ. അതേപോലെ തന്നെ YAയുടെ ഫോർമുല എന്താ? P0A into chi A divided by total pressure. ഓക്കെ ഫൈൻ. എന്നിട്ട് ഇത് രണ്ടും ഡിവൈഡ് ചെയ്തു. നമുക്ക് കൈ ബി ബൈ കൈ എ ഈക്വൾ ടു 1 കിട്ടി. കൈ ബി ഈക്വൾ ടു കൈ എ ഈക്വൾ ടു ഹാഫ് എന്ന് കിട്ടി. എന്നിട്ട് നമ്മളത് റൗൾട്ട്സ് ലോ അപ്ലൈ ചെയ്തു. 50 എന്ന് കിട്ടി. ഇസ് എ ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ലിക്വിഡ്സ് എ ആൻഡ് ബി ആർ 400 and 600 millimeter mercury. On mixing the two liquids, the sum of their initial volume is equal to the sum of the final mixture. Sum of initial volume is equal to sum of final mixture എന്ന് പറയുമ്പോൾ ഐഡിയൽ ഡെൽറ്റ വി മിക്സ് is equal to 0. വോളിയം ചേഞ്ച് ഇല്ല. The mole fraction of liquid B is 0.5 in the mixture.
the vapor phase of the final solution, the mole fractions of components A and B in vapor phase respectively are. അതായത് വേപ്പർ പ്രഷർ കണ്ടുപിടിക്കണം സൊല്യൂഷൻ്റെ, അതേപോലെ തന്നെ മോൾ ഫ്രാക്ഷൻസ് ഇൻ വേപ്പർ ഫേസ് കണ്ടുപിടിക്കണം. സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ മോൾ ഫ്രാക്ഷൻസ് ഇൻ വേപ്പർ ഫേസ് കണ്ടുപിടിക്കണം. എല്ലാവരും നോക്കിക്കേ മക്കളെ, സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറിൻ്റെ ഫോമുല എന്താണ്? പി ടി ഈസ് ഈക്വൽ ടു പി നോട്ട് എ കൈ എ പ്ലസ് പി നോട്ട് ബി കൈ ബി. ഓക്കെ, പി നോട്ട് എ എന്ന് പറയുമ്പോൾ 400, കൈ എ എന്ന് പറയുമ്പോൾ എല്ലാവരും നോക്കിയേ മോൾ ഫ്രാക്ഷൻ ഓഫ് ബി 0.5 ആണ്, മോൾ ഫ്രാക്ഷൻ ഓഫ് എയും അപ്പോൾ 0.5 ആയിരിക്കും, ഹാഫ് ആയിരിക്കും അല്ലേ. അപ്പോൾ 400 ഇൻറ്റു ഹാഫ് പ്ലസ് 600 ഇൻറ്റു ഹാഫ്, അതെത്രയാണ് മക്കളെ? 500 വരും. സോ ദിസ് വിൽ ബി വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ. അത് കഴിഞ്ഞിട്ട് വൈ എ കണ്ടുപിടിക്കാനുള്ള ഇതെന്താണ്? വൈ എ ഇസ് നത്തിങ് ബട്ട് പി നോട്ട് എ കൈ എ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷർ. പി നോട്ട് എ കൈ എ എന്ന് പറയുമ്പോൾ 400 ഇൻറ്റു ഹാഫ് ഇടുക, 400 ഇൻറ്റു ഹാഫ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷർ വിച്ച് ഇസ് 500. ദാറ്റ് ഇസ് 200 ബൈ 500, ദാറ്റ് ഇസ് ഈക്വൽ ടു 0.4. ഇതൊക്കെ ഡയറക്റ്റ് ഫോമുലയാണ് മക്കളെ. ടോട്ടൽ പ്രഷർ ഇസ് ഈക്വൽ ടു റൗൾട്ട്സ് ലോ ഇക്വേഷൻ അപ്ലൈ ചെയ്തു. 400 ഇൻറ്റു ഹാഫ് പ്ലസ് 600. ഹാഫ് എവിടെ നിന്ന് വന്നു? മോൾ ഫ്രാക്ഷൻ 0.5 ആണ് തന്നിട്ടുണ്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഇസ് 0.5, ദാറ്റ് മീൻസ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇസ് ഓൾസോ 0.5. ഓക്കെ, കൈ ബി ബൈ കൈ എ നേരത്തെ ക്വസ്റ്റൻ ആണ് മക്കളെ. എടാ നോക്കടാ, ഞാൻ ഈ എൽ എച്ച് എസ് ബൈ എൽ എച്ച് എസ് ചെയ്തു. 0.75 ബൈ 0.25 എത്രയാണ്? 0.75 ബൈ 0.25 ഇസ് 3. ഇവിടെ ആർ എച്ച് എസ് ബൈ ആർ എച്ച് എസ് ചെയ്തപ്പോൾ 75 ബൈ 25 എത്ര? 3. അപ്പോൾ 3 ഇൻറ്റു കൈ ബി ബൈ കൈ എ, 3 ഇൻറ്റു കൈ ബി ബൈ കൈ എ ഇസ് ഈക്വൾ ടു 3 എന്ന് വരും. എൽ എച്ച് എസിൽ 3 വരും, ഇത് രണ്ടും ഡിവൈഡ് ചെയ്തപ്പോൾ ആർ എച്ച് എസിൽ 3 ഇൻറ്റു കൈ ബി ബൈ കൈ എ എന്ന് വരും. അപ്പോൾ കൈ ബി ബൈ കൈ എ എത്രയാണ്? ഈ 3 ഇങ്ങോട്ട് എടുക്കുക, കൈ ബി ബൈ കൈ എ ഇസ് ഈക്വൾ ടു 1. ഫൈൻ. എടാ ഇത് പ്രാക്ടീസിൽ നീ എന്താ വിചാരിച്ച ഒറ്റ അടിക്ക് ഇതൊക്കെ തീരുമെന്ന്? എടാ ഇപ്പോൾ തീരും, 5 ക്വസ്റ്റൻ കൂടി ഉള്ളൂ, 5 ക്വസ്റ്റൻ. ഓക്കെ ഫൈൻ, ഗോട്ട് ഇറ്റ്. ഒറ്റയടിക്ക് ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ടല്ല, ഇത് പ്രാക്ടീസിലൂടെ പറ്റുള്ളൂ മക്കളെ. യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്, ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒറ്റ ദിവസങ്ങൾ 2 മിനിറ്റ് കൊണ്ട് എങ്ങനെ ചെയ്യുന്നു? ഇത് 2 മിനിറ്റ് കൊണ്ട് ചെയ്തുകൊണ്ടല്ലേ ഇതൊരു എക്സാം ക്വസ്റ്റൻ ആണ്, പ്രീവിയസ് ഇയർ പേപ്പേഴ്സിൽ വന്ന ക്വസ്റ്റൻ ആണിത്. അപ്പോൾ 2 മിനിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഉറപ്പാണ്. എനിക്കും നിനക്കും എല്ലാവർക്കും ചെയ്യാം, പ്രാക്ടീസ് ഉണ്ടായാൽ മതി, അതാണ് വേണ്ടത് മക്കളെ. ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ്, 18 grams of glucose is added to 178.2 grams of water. The vapor pressure of water for this aqueous solution is, മക്കളെ 18 grams of glucose, 18 gram glucose ആഡ് ചെയ്യുന്നുണ്ട്, 18 gram glucose ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കുള്ളത് എന്താ? 178.2 grams of water, 178.2 grams of water. അപ്പോൾ മക്കളെ എല്ലാവരും നോക്കിക്കേ, വാട്ട് ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് എത്രയാണ്? given mass by molar mass. Molar mass of glucose 180 ആണ്, so that is equal to 0.1. okay, number of moles of water എത്രയാണ്? number of moles of water is given mass 178.2 divided by 18, that is 9.9. that means mole fraction of water എത്ര വരും? mole fraction of water will be equal to number of moles of water divided by total number of moles. Total number of moles is 0.1 plus 9.9, that is equal to 9.9 divided by 10, that is 0.99. ഇതാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ. മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിലി വേപ്പർ പ്രഷർ കണ്ടുപിടിക്കുക. അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസിൽ ഈ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ. 100 ഡിഗ്രി സെൽഷ്യസ് നിങ്ങൾക്കറിയാം വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ആണെന്നറിയാം. ഓക്കെ, 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ആണെന്നറിയാം. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ആണെന്നറിയാമല്ലോ. ബോയിലിംഗ് പോയിന്റിൽ നിങ്ങൾക്കറിയാം, ബോയിലിംഗ് പോയിന്റിൽ വേപ്പർ പ്രഷർ ഷുഡ് ബി ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ 760. ബോയിലിംഗ് പോയിന്റിൽ വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ 760. സോ ദാറ്റ് 760 വിൽ ബി, എല്ലാവരും നോക്കിക്കേ മക്കളെ. സോ പി ടി ഈസ് ഈക്വൽ ടു 760. നിങ്ങൾക്കറിയാം പി ടി ഈസ് ഈക്വൽ ടു പി നോട്ട് ഓഫ് H2O ഇൻറ്റു കൈ ഓഫ് H2O. സോ പി നോട്ട് ഓഫ് H2O എന്ന് പറയുമ്പോൾ 760 ഇൻറ്റു കൈ ഓഫ് H2O എത്രയാണ്? 0.99, ദാറ്റ് ഇസ് 752.4. ഓക്കെ, ഓരോ ക്വസ്റ്റനിൽ നിന്ന് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ നിങ്ങൾക്കറിയാം ബോയിലിംഗ് പോയിന്റിൽ, ബോയിലിംഗ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് വെള്ളത്തിൻ്റെ വേപ്പർ പ്രഷർ എത്രയായിരിക്കും? 760 ആയിരിക്കും. പ്യുവർ വെള്ളത്തിൻ്റെ 760 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഇസ് പി നോട്ട് H2O ഇൻറ്റു കൈ H2O. ഗ്ലൂക്കോസിന് എടുക്കണ്ട, ഗ്ലൂക്കോസ് ഇസ് എ നോൺ വോൾട്ടൈൽ സൊല്യൂട്ട്. ഗ്ലൂക്കോസ് എടുക്കേണ്ട ആവശ്യമില്ല, നോൺ വോൾട്ടൈൽ സൊല്യൂട്ട്. ഇതിന് വേപ്പർ പ്രഷർ ഇല്ല, പി നോട്ട് ബി കൈ ബി ഇല്ല.
P0B chi B എന്ന് പറഞ്ഞ ടേം ഇവിടെ ഇല്ല, ജസ്റ്റ് സോൾവെൻറ്റിൻ്റെ മാത്രം എടുത്താൽ മതി. ഓക്കെ മക്കളെ, കൂൾ. നെക്സ്റ്റ്, the vapor pressure of pure benzene and toluene are 160 and 60 torr. The mole fraction of toluene in vapor phase in contact with equimolar solution of benzene. Mole fraction of toluene ആണ് ചോദിച്ചിരിക്കുന്നത് in vapor phase. So YT is equal to P0T into chi T divided by അല്ലെങ്കിൽ P0A ഇങ്ങനെ ഇടാം. YA is equal to P0A into chi A divided by total pressure അല്ലേ. സോ ബേസിക്കലി ഇക്വിമോളാർ എന്ന് പറയുമ്പോൾ എന്താണ്, മോൾ ഫ്രാക്ഷൻ ആ സൊല്യൂഷനിൽ ബെൻസീൻ്റെയും ടൊളുവിൻ്റെയും മോൾ ഫ്രാക്ഷൻസ് ഹാഫാണ്, സെയിം ആണ്. സോ P0A ഇൻറ്റു chi A, എല്ലാവരും നോക്കിയാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ടൊളുവീനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടൊളുവീൻ്റെ പ്യുവർ വേപ്പർ പ്രഷർ എടുക്കുക, എത്ര 60 ഇൻറ്റു ഹാഫ് ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു ഹാഫ് പ്ലസ് 160 into half. Is that clear? അപ്പോൾ that is equal to 30 divided by 30 plus 80. That is equal to 30 divided by 210. എത്രയാണ് മക്കളെ? 0.27 ആണ് കിട്ടുക. 0.27 will be the answer. 30 divided by 110. 30 divided by 110. Is that clear my dear students? 0.27 ആണ് ആൻസർ ആയിട്ട് വരിക. Is that clear? Fine. Okay ആണോ? Okay, next, 3 moles of P and 2 moles of Q are mixed. What will be their total vapor pressure in the solution if their pure vapor pressures are 80 and 60 torr respectively? What will be their total vapor pressure in the solution? Ayyo, the direct question aanallo makkale. PT is equal to P0A chi A plus P0B chi B plus P0B chi B. P0A എന്ന് പറയുമ്പോൾ എത്രയാണ്, 80 ആണ്. ഓക്കെ, chi A എത്ര വരും? chi A എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിയും ക്യൂ ആണ്, പിനും ക്യൂവിനും പകരം ഞാൻ എനും ബിന്നും ഇടുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് പി എത്ര വരും? മോൾ ഫ്രാക്ഷൻ ഓഫ് പി എന്ന് തന്നെ എടുക്കാം. തൽക്കാലം ഇവിടെ ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. P0 ഓഫ് പി ഇൻറ്റു chi പി പ്ലസ് P0 ഓഫ് ക്യൂ ഇൻറ്റു chi ക്യൂ. അപ്പോൾ chi പി എത്ര വരും? chi പി ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് പി ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. chi q എത്ര വരും? നമ്പർ ഓഫ് മോൾസ് ഓഫ് ക്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ P0 ഓഫ് പി ഇസ് 80 ഇൻറ്റു 3/5 പ്ലസ് P0 ഓഫ് ക്യൂ എത്രയാണ് മക്കളെ? 60 ഇൻറ്റു 2/5. എത്രയാണത്? 1648 വരും. ഇവിടെ 1224 വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 72. 72 വിൽ ബി ദി ആൻസർ. ഓക്കെ ആണോ മക്കളെ? ഇനി 4 ക്വസ്റ്റനും കൂടി ഉള്ളൂ മക്കളെ. The vapor pressure of a pure liquid A is 70 torr at 27 degrees Celsius. It forms an ideal solution with another liquid B. The mole fraction of B is 0.2 and total vapor pressure of the solution is 84. The vapor pressure of pure liquid B is. Vapor pressure of pure liquid B ആണ് ചോദിച്ചിരിക്കുന്നത്. Vapor pressure of pure liquid B ആണ് ചോദിച്ചിരിക്കുന്നത്. Total vapor pressure തന്നിട്ടുണ്ട്. നമുക്കറിയാം PT can be written as P0B plus chi A into P0A minus P0B. ഈ ഫോർമുല അറിയാമല്ലോ മക്കളെ. അപ്പോൾ PT എത്രയാണ്? 84 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, P0B ആണ് കണ്ടുപിടിക്കേണ്ടത്. chi A എത്രയാണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് B 0.2 എന്ന് വന്നിട്ടുണ്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് B 0.2 ആണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് A എത്രയായിരിക്കും? 0.8 ആയിരിക്കും. അപ്പോൾ ഇവിടെ 0.8 എഴുതുക. ഓക്കെ, ഇൻറ്റു P0A എത്രയാണ്? 70 മൈനസ് P0B. ഈ P0B ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ 84 ഇസ് ഈക്വൽ ടു P0B പ്ലസ് 0.8 ഇൻറ്റു 70 എത്രയാണ്? 56 മൈനസ് 0.8 ഇൻറ്റു P0B. P0B മൈനസ് 0.8 ഇൻറ്റു P0B എത്രയാണ്? 0.2 ഇൻറ്റു P0B. 0.2 ഇൻറ്റു P0B പ്ലസ് 56 ഇസ് ഈക്വൽ ടു 84 എന്ന് വരും. സോ ബേസിക്കലി P0B എത്ര വരും? റീഅറേഞ്ച് ചെയ്യുമ്പോൾ 84 മൈനസ് 56 ഡിവൈഡഡ് ബൈ 0.2. ദാറ്റ് ഈസ് ഈക്വൽ ടു 84 മൈനസ് 56 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 28. 28 ബൈ 0.2 എന്ന് പറയുമ്പോൾ 140. 140 വിൽ ബി ദി ആൻസർ. എല്ലാം ഡയറക്റ്റ് ഫോർമുലയാണ് മക്കളെ. ഗോട്ട് ഇറ്റ്? ഫൈൻ. ഈ ഫോർമുല എപ്പോഴും ഓർത്ത് വെക്കുക കേട്ടോ. അതായത് ടോട്ടൽ പ്രഷർ ഈക്വൽ ഇപ്പോൾ P0B വെച്ചിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ,
ഇപ്പുറത്ത് കൈ എ ആയിരിക്കും. കൈ എ ഇൻറ്റു പി നോട്ട് എ മൈനസ് പി നോട്ട് ബി. ഇനിയിപ്പോൾ അതല്ല, ഈ ഫോമുല മറ്റേ രീതിയിലാണ് എഴുതണമെങ്കിൽ പി നോട്ട് എ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പുറത്ത് കൈ ബി വരും. കൈ ബി ഇൻറ്റു പി നോട്ട് ബി മൈനസ് പി നോട്ട് എ. അപ്പോൾ ആ പാറ്റേണിൽ പഠിച്ചു വെച്ചാൽ മതി. പി നോട്ട് ബി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പി നോട്ട് ബി പ്ലസ് കൈ എ. ബി വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ആണ് ഇപ്പുറത്ത് വരിക, ഇൻറ്റു പി നോട്ട് എ മൈനസ് പി നോട്ട് ബി. നേരെ കുറച്ച് പി നോട്ട് എ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കൈ ബി ഇപ്പുറത്ത് വരും, റൈറ്റ് സൈഡിൽ വരും, ഇൻറ്റു പി നോട്ട് ബി മൈനസ് പി നോട്ട് എ. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, ദ ഡയഗ്രാം ഗിവൺ ബിലോ ഇസ് എ വേപ്പർ പ്രഷർ കോമ്പോസിഷൻ ഡയഗ്രാം ഫോർ എ ബൈനറി സൊല്യൂഷൻ എ ആൻഡ് ബി. ഇൻ ദ സൊല്യൂഷൻ എ ബി ഇൻട്രാക്ഷൻസ് ആർ സൊല്യൂട്ട് സോൾവൻ ഇൻട്രാക്ഷൻസ്. നിങ്ങൾക്കറിയാം ദിസ് ഇസ് ബേസിക്കലി പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫാണെന്ന്. കാര്യം ഐഡിയൽ ഗ്രാഫ് എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഐഡിയൽ ഗ്രാഫിൻ്റെ മേളിൽ കൂടെയാണ്. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷനാണ് ഇത്. പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫാണ്. പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ എ ബി ഇൻട്രാക്ഷൻസ് ആർ ലെസ്സർ ദാൻ എ എ ആൻഡ് ബി ബി. എ ബി ഇൻട്രാക്ഷൻസ് ആർ ലെസ്സർ ദാൻ എ എ ആൻഡ് ബി ബി. സോ ദാറ്റ് മീൻസ് സി വിൽ ബി ദി ആൻസർ. ഇറ്റ് ഇസ് സ്മോളർ ദാൻ എ എ ആൻഡ് ബി ബി. കാര്യം ഇത് പോസിറ്റീവ് ഡീവിയേഷൻ, ഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാം മേളിൽ കൂടെയാണ് പോകുന്നത്. സോ എ ബി ഇൻട്രാക്ഷൻസ് ആർ സ്മോളർ ദാൻ എ എ ആൻഡ് ബി ബി. ഇസ് ദാറ്റ് ക്ലിയർ മൈ ഡിയർ സ്റ്റുഡൻസ്? മനസ്സിലായോ? Next, which statement about the composition of vapor over an ideal 1:1 molar mixture of benzene and toluene is correct? Assume the temperature is constant at 25 degrees Celsius. Vapor pressure data: benzene 75 mm mercury, toluene 22 mm mercury. അതായത് ബെൻസീൻ്റെ വേപ്പർ പ്രഷർ ടൊളുവീനിലും കൂടുതലാണ്. The vapor will contain higher percentage of benzene. The vapor will contain higher percentage of toluene. മക്കളെ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എയും ബിയും ഉള്ളൊരു ലിക്വിഡിൽ എയുടെ വേപ്പർ പ്രഷർ ബിയുടെ വേപ്പർ പ്രഷറിലും കൂടുതലാണ്. അതായത് എ ഹാസ് മോർ ടെൻഡൻസി ടു വേപ്പറൈസ്. അതായത് ആ വേപ്പറിൽ ആരുടെ വേപ്പർ പ്രഷറാണോ കൂടുതൽ അയാളുടെ കോൺസെൻട്രേഷൻ ആയിരിക്കും കൂടുതൽ വേപ്പറിൽ. കാര്യം എ ഹാസ് മോർ വേപ്പർ പ്രഷർ ദാൻ ബി. അപ്പോൾ ആരുടെ വേപ്പർ പ്രഷറാണോ കൂടുതൽ അയാളായിരിക്കും കൂടുതൽ വേപ്പറൈസ് ചെയ്യുക. അപ്പോൾ ആ വേപ്പറിൽ ആരുടെ വേപ്പർ പ്രഷറാണോ കൂടുതൽ അയാളുടെ കോൺസെൻട്രേഷൻ ആയിരിക്കും ഹയർ. സോ ബേസിക്കലി ഇതിൽ ബെൻസീൻ്റെ വേപ്പർ പ്രഷറാണ് കൂടുതൽ. ദാറ്റ് മീൻസ് ദ വേപ്പർ വിൽ കണ്ടെയ്ൻ ഹയർ പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ. ദിസ് ഇസ് കറക്റ്റ്. ഇറ്റ്സ് എ ക്ലിയർ മൈ ഡിയർ സ്റ്റുഡൻസ്? സെറ്റാണോ? നെക്സ്റ്റ്, a liquid solvent is in equilibrium with its vapor. When a non-volatile solute is added to this liquid, the instant effect is the rate at which the solvent molecules leaves the solution decreases. ഇതൊരു വളരെ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ലിക്വിഡ് ഉണ്ട് എ, അതിലേക്ക് ഞാൻ ഒരു നോൺ വോൾട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. ഞാനൊരു നോൺ വോൾട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരു നോൺ വോൾട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ ഡിക്രീസസ്. അതിൻ്റെ റീസൺ എന്താ? ഈ എ അല്ല ഇവിടെ നിരന്നിരിക്കുക, ഈ എയുടെ ഇടയ്ക്ക് ബി കയറി വരും. എ ആയിരുന്നു നേരത്തെ സർഫസിലുണ്ടായിരുന്നു, ഈ എയുടെ ഇടയ്ക്ക് ബി കയറി വരും. അപ്പോൾ ഇവിടെ സർഫസിൽ മൊത്തം എ പാർട്ടിക്കിൾസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ വേപ്പർ പാർട്ടിക്കിൾസ് ഫോം ചെയ്യും. ഇവിടെ ഇപ്പോൾ എയുടെ ഇടയ്ക്ക് ബി കയറി വന്നുകൊണ്ട് നമ്പർ ഓഫ് എ പാർട്ടിക്കിൾസ് ദാറ്റ് ക്യാൻ വേപ്പറൈസ് റെഡ്യൂസ് ചെയ്തു. ഇത് തന്നെയാണ് ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? ആ സൊല്യൂഷനിൽ നിന്ന് ദ എമൗണ്ട് ഓഫ് എ ദാറ്റ് ക്യാൻ വേപ്പറൈസ് ഹാസ് റെഡ്യൂസ്ഡ്. അതുകൊണ്ടാണ് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഇസ് ലെസ്സർ ദാൻ ദ സോൾവെന്റ് എന്ന് പറയുന്നത്. കാര്യം നമ്മളൊരു നോൺ വോൾട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ആ സർഫസിൽ എ പാർട്ടിക്കിൾസിന് പകരം ഇടയ്ക്ക് ബി പാർട്ടിക്കിൾസും കയറി വരും. അപ്പോൾ വേപ്പറൈസ് ചെയ്യുമ്പോൾ നൗ ദ നമ്പർ ഓഫ് എ പാർട്ടിക്കിൾസ് ദാറ്റ് ക്യാൻ വേപ്പറൈസ് റെഡ്യൂസ്. ആദ്യം ലെറ്റസ് 1000 പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു എയുടെ, 1000 പാർട്ടിക്കിളും വേപ്പറൈസ് ചെയ്യും. ഇപ്പോൾ ഈ 1000ൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ആ സർഫസിൽ 1000ന് പകരം ഒരു 500 എ പാർട്ടിക്കിൾസേ ഉള്ളൂ, ബാക്കിയെല്ലാം ബി പാർട്ടിക്കിൾസാണ്. അപ്പോൾ 500 എ പാർട്ടിക്കിൾസേ വേപ്പറൈസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് വേപ്പർ പ്രഷർ കുറയുന്നത്. വെൻ യു ആഡ് എ നോൺ വോൾട്ടൈൽ സൊല്യൂട്ട്, നമ്പർ ഓഫ് സോൾവെന്റ് പാർട്ടിക്കിൾസ് ദാറ്റ് വേപ്പറൈസസ് റെഡ്യൂസസ്. അതായത് സൊല്യൂഷനിൽ നിന്ന് എല്ലാവരും നോക്കുക, ഇൻസ്റ്റന്റ് ഇഫക്റ്റ് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ സോൾവെന്റ് മോളിക്യൂൾസ് ലീവ്സ് ദ സൊല്യൂഷൻ ഡിക്രീസസ്. സൊല്യൂഷനിൽ നിന്ന് സോൾവെന്റ് മോളിക്യൂൾസ് വേപ്പറൈസ് ചെയ്യുന്ന റേറ്റ് കുറയും. കാര്യം എന്താ? ഇടയ്ക്ക് ഈ സൊല്യൂട്ട് കയറി വരുന്നുണ്ട്. ഗോട്ട് ഇറ്റ്? ഫൈൻ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നത്തെ,
The vapor pressure of a solvent decreases by 10 millimeter mercury when a non-volatile solute was added to the solvent. The mole fraction of the solute in solution is 0.2. What would be the mole fraction of the solvent if decrease in vapor pressure is 20 millimeter mercury? എല്ലാവരും നോക്കിക്കേ മക്കളെ, നമ്മൾ നേരത്തെ കണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മളൊരു നോൺ വോൾട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ വേപ്പർ പ്രഷർ ഇസ് P0A കൈ എ പ്ലസ് P0B കൈ ബി ഉണ്ട്. പക്ഷേ P0B കൈ ബി 0 ആണ്. കാര്യം എന്താ? P0B 0 ആയതുകൊണ്ട്. സോ ടോട്ടൽ വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു P0A ഇൻറ്റു കൈ എ. ഓക്കെ മക്കളെ, ഫൈൻ. ഇനി വാട്ട് ഇസ് എ ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ? വാട്ട് ഇസ് എ ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ? Change in vapor pressure is actual vapor pressure minus PT. Actual vapor pressure minus PT. That is equal to P0A minus P0A into chi A. അല്ലേ? P0A പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 1 minus chi A എന്ന് കിട്ടും. 1 minus chi A. That is P0A into chi B. So always understand change in vapor pressure. Change in vapor pressure is P0A into chi B. Change in vapor pressure, എല്ലാവരും നോക്കുക മക്കളെ, change in vapor pressure is P0A into chi B. അതായത് ഞാനൊരു നോൺ വോൾട്ടൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ആ സോൾവൻ്റെ വേപ്പർ പ്രഷർ കുറയും. നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ ഇസ് ഓൾവേസ് a pure solvent vapor pressure into mole fraction of the solute. So basically ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു 10. ദാറ്റ് ഇസ് ഈക്വൽ ടു P0A ഇൻറ്റു കൈ ബി. കൈ ബി എത്രയാണ്? 0.2 ഇൻറ്റു 0.2. ഇനി അവർ വേറെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വാട്ട് വുഡ് ബി ദ മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ് ഇഫ് ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ ഇസ് 20 millimeter mercury. അതായത് ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ 20 ആയിരിക്കണം. 20 ആകുമ്പോൾ P0A മാറില്ല. ഇൻറ്റു നമുക്ക് ആദ്യം കൈ ബി എത്രയാണെന്ന് നോക്കാം. ഇവിടെ കൈ ബി എന്ന് ഇടാൻ പോവാം. ഇതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ എടുക്കുന്നു. 20/10 എത്രയാണ്? 20/10 is 2. P0A കൈ ബി ബൈ P0A ഇൻറ്റു 0.2 ദാറ്റ് ഇസ് കൈ ബി ബൈ 0.2. സോ കൈ ബി എത്ര വരും? 0.4 വരും. ഞാൻ ഇവിടെ ചെയ്തത് എന്താണ്? ചേഞ്ച് ഇൻ പ്രഷർ ഇസ് ഈക്വൽ ടു 10 ഇസ് P0A ഇൻറ്റു കൈ ബി. ആദ്യത്തെ കേസിൽ കൈ ബി 0.2 ആണ്. ആദ്യത്തെ കേസിൽ കൈ ബി 0.2 ആണ്. രണ്ടാമത്തെ കേസിൽ കൈ ബി എനിക്ക് അറിയില്ല. എനിക്ക് ചേഞ്ച് വേണ്ടത് 20 ആണ്. സോ 20 ഈക്വൽ ടു P0A ഇൻറ്റു കൈ ബി എന്ന് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ കേസിൽ കൈ ബി നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? 20/10 LHS by LHS is 2, RHS by RHS is കൈ ബി ബൈ 0.2. സോ അപ്പോൾ കൈ ബി 0.4 എന്ന് കിട്ടി. അതായത് ചേഞ്ച് 20 ആവാൻ വേണ്ടി ഞാൻ മോൾ ഫ്രാക്ഷൻ 0.4 വെച്ചേ പറ്റൂ. ചേഞ്ച് 20 ആവാൻ വേണ്ടി മോൾ ഫ്രാക്ഷൻ 0.4 വെച്ചേ പറ്റൂ. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് 0.4 വെക്കുകയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻ്റ് എത്ര വരണം? 0.6 വരണം. മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻ്റ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതായത് ഫോർ ദ വേപ്പർ പ്രഷർ ടു റെഡ്യൂസ് ബൈ 20 മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻ്റ് ഷുഡ് ബി 0.6. ഓക്കെ മക്കളെ, ഗോട്ട് ഇറ്റ്? സോ ദാറ്റ്സ് ഇറ്റ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടി തനിയെ ചെയ്തു നോക്കാം മക്കളെ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം സാറുമാർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്പേസിൽ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുന്നുണ്ടാവും, മനസ്സിലാവുന്നുണ്ടാവും. പക്ഷേ ഇതെല്ലാം വിട്ടിട്ട് തനിയെ വീട്ടിലിരുന്ന് ചെയ്യാൻ നോക്കണം. ദാറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്താലും സാറുമാരുടെ ഒപ്പം ചെയ്താലും യു ഹാവ് ടു ഡു ഇറ്റ് ഓൺ യുവർ ഓൺ. ദാറ്റ് ഈസ് വാട്ട് മേക്സ് എ ഡിഫറൻസ്. ഇപ്പോൾ നേരത്തെ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചു സാർ 2 മിനിറ്റിൽ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാമെന്ന്. മക്കളെ, സാറുമാർ ഇത് 2 മിനിറ്റിൽ ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് 10-12 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത്രയും കൊല്ലം എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. വീണ് തന്നെ പഠിക്കുന്നത്. പക്ഷേ ചെയ്യണം. ദാറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ മക്കളെ, സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത നമുക്ക് RF സാറിനെ വെൽക്കം ചെയ്യാം ഫോർ യുവർ മാത്സ് ക്ലാസ്. സോ ബെസ്റ്റ് ഓഫ് ലക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, സ്റ്റുഡിയോ ഹായ് ഗായ്സ്, ഹൗ ആർ യു? മക്കളെ ആരും ഇല്ലേ? പ്രശ്നം പറ്റും. മക്കളെ ആരും ഇല്ലടാ? ഒന്ന് കമൻറ്റ് ചെയ്ത്, ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്തടാ. കമോൺ, ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്ത് മക്കളെ. കമോൺ,
ആരുമില്ലേ? ഓക്കെ ഗൈസ്, നിങ്ങളൊന്ന് ആക്റ്റീവായിട്ട് കമോൺ. ഈ വൈകിയ വേളയിൽ നമ്മളിതാ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ വൈകിയ വേളയിലും കുഞ്ഞുമക്കളെ നിങ്ങളുടെ എനർജിയാണ് നമ്മുടെ എന്താ പറയുക, സീക്രട്ട് ഓഫ് എനർജി. ഓക്കെ, അല്ല, നിങ്ങളുടെ റെസ്പോൺസാണ് ഞങ്ങളുടെ സീക്രട്ട് ഓഫ് എനർജി. നോട്ട് ബൂസ്റ്റ് ഈസ് നോട്ട് അവർ സീക്രട്ട് ഓഫ് എനർജി, യുവർ റെസ്പോൺസ് ഈസ് അവർ സീക്രട്ട് ഓഫ് എനർജി. ഓക്കെ, സോ ഗൈസ്, എല്ലാവരും ഒന്ന് അടിപൊളിയായിട്ട് ഒന്ന് റെസ്പോണ്ട് ചെയ്തൊന്ന് ഉഷാറാക്കിയാട്ടെ. കമോൺ, ഒന്നൊന്ന് ആക്റ്റീവായിട്ടിരുന്നാട്ടെ. സാർ, ഞങ്ങൾ ആക്റ്റീവാണ് സാർ, ഞങ്ങളുടെ ക്ലാസ് കേൾക്കാൻ തയ്യാറാണ് സാർ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഉഷാറാക്കിയാട്ടെ. കമോൺ ഗൈസ്. Why these guys are like this? These guys are making me crazy. Yes, Arifa Jasia, Satyan V. Krishna. തുടങ്ങാം. ഓക്കെ, ഒരു മിനിറ്റ്, ആ സ്ലൈഡ് ഒന്ന് സെറ്റ് ആക്കട്ടെ. ഓക്കെ, റെഡി മക്കളെ? ആക്റ്റീവ് ആവൂ. റെഡി? സോ ഗൈസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചടപടേ എന്ന് ചെയ്യണം. ഓക്കെ, എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യലല്ല, എൻ്റെ ആഗ്രഹം നിങ്ങൾ ചെയ്യലാണ്. എൻ്റെ ആഗ്രഹം ഞാൻ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ചറപറേ എന്ന് ആൻസർ പറയലാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ ഞാനിവിടെ വന്ന് വൺമാൻ ഷോ കളിക്കലല്ല മക്കളെ, കുഞ്ഞുമക്കളെ, ചുറ്റുമക്കളെ, എൻ്റെ ആഗ്രഹം. റെഡിയല്ലേ? സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, ദ ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. കമോൺ പറയൂ. The domain of sine inverse x. Come on, parayu. Why these guys are like this? Okay, alle. So what is domain of sine inverse x? Come on, guys. Come on. Domain of sine inverse x. Come on. What is the answer? Yes. നമ്മൾ ടാബിളൊക്കെ പഠിച്ചതാണ് അല്ലേ? ആപ്പിലുണ്ടായിരുന്ന കുട്ടികൾ നമ്മൾ ഇന്ന് ടാബിളൊക്കെ എങ്ങനെ ഓർത്തു വെക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, റെഡി? വാട്ട് ഇസ് ദാറ്റ്? ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. കമോൺ പറ മക്കളെ, എന്താണ്? ഇറ്റ് ഈസ് സിംപിളി എന്താണ്? ഓപ്ഷൻ ബി അല്ലേ, -1,1 അല്ലേ മക്കളെ? സിമ്പിൾ. റെഡി? ദ നെക്സ്റ്റ്, അടുത്തത്, ദ റേഞ്ച് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. കമോൺ ഗൈസ്, ദ റേഞ്ച് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ദ റേഞ്ച് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ? നമ്മൾ ഓർത്ത് വെക്കാനുള്ള ഐഡിയ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഏതാണ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ ഏത് ഗ്രൂപ്പാണ്? നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പാണ്, π/2 ഗ്രൂപ്പാണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ മക്കളെ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? ദെൻ ഇനി അടുത്തത് പ്രിൻസിപ്പൽ വാല്യൂവിന്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദാറ്റ്? കോസ് ഇൻവേഴ്സ് 1/2 + 2 സൈൻ ഇൻവേഴ്സ് 1/2 ഈസ് ഈക്വൽ ടു. മക്കളെ, ഇത് നമുക്ക് വേഗത്തിൽ ആൻസർ ചെയ്യാലോ അല്ലേ? എന്താണ് കോസ് ഇൻവേഴ്സ് 1/2 + വാട്ട് 2 സൈൻ ഇൻവേഴ്സ് 1/2 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അല്ലേ? എന്താണ് മക്കളെ കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ ഇറ്റ് ഈസ് വാട്ട് π/3 അല്ലേ, +2 സൈൻ ഇൻവേഴ്സ് 1/2 വി നോ ഇറ്റ് ഈസ് വാട്ട് π/6 അല്ലേ മക്കളെ? ഗെറ്റിംഗ് ക്യാൻസൽഡ്. സോ π/3 + π/3 അല്ലേ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി മക്കളെ? ഇറ്റ് ഈസ് സിംപ്ലി 2π/3. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, റെഡി? സോ അടുത്തത് മക്കളെ, ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സീക്ക് ഇൻവേഴ്സ് ഈസ്. ഓക്കെ മക്കളെ, സീക്ക് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണ്? വേഗം പറ, എന്താണ് സീക്ക് ഇൻവേഴ്സിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്? സീക്ക് ഇൻവേഴ്സ് ഏത് ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതാണ്? സെക്കൻഡ് ഗ്രൂപ്പാണ്, പൈ ഗ്രൂപ്പാണ് അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് കൊടുക്കുക പറഞ്ഞാട്ടെ? 0 to വാട്ട് പൈ ആണോ? യെസ്. ഓക്കെ അല്ലേ? 0 to പൈ. ഓക്കെ അല്ലേ? 0 to പൈ അല്ലേ? ബട്ട് ഇവിടെ എന്തുണ്ടാവും മക്കളെ? -π/2 അല്ലേ? അത് π/2 എന്താ? സീക്ക് അലർജി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എടാ ശരിയല്ലേ മക്കളെ? സോ ആൻസർ ഓപ്ഷൻ ബി ആണ് വേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ വരണം. എടാ റെഡി അല്ലേ മക്കളെ? എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ വരണം. ഓക്കെ അല്ലേ? സോ വാട്ട് ഈസ് ദാറ്റ്? ആൻസർ ഈസ് വാട്ട്? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അത് ക്ലോസ്ഡ് ആണ് വരേണ്ടത് കേട്ടോ, പ്രിന്റിംഗ് എററാണ്. ഓക്കെ, ഇനി മക്കളെ അടുത്ത ഒരു രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഇവിടെ നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കുക. കോസ് ഇൻവേഴ്സ് ആൽഫ. ഓക്കെ, ഇതൊക്കെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്? അതായത് റേഞ്ച് ഓഫ് ആൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് വാട്ട് ഇൻവേഴ്സ് ട്രിഗോണോമെട്രിക് ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ?
ഓക്കെ അല്ലെ? യെസ്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ്, ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, സോ ഗൈസ്, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്കറിയാം കോസ് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ് ഇൻവേഴ്സ് എക്സ് ബിലോങ്സ് ടു വാട്ട്? 0 to പൈ അല്ലെ? അഥവാ അതിന്റെ മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും, മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? പൈ ആയിരിക്കും അല്ലെ? അപ്പൊ കോസ് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് 0 to പൈ ആണെങ്കിൽ മക്കളെ കോസ് ഇൻവേഴ്സ് ഓഫ് ആൽഫയുടെ റേഞ്ചും എന്ത് തന്നെയാണ് മക്കളെ? 0, പൈ ആണ് അല്ലെ? കോസ് ഇൻവേഴ്സ് ബീറ്റയുടെ റേഞ്ചും എന്ത് തന്നെയാണ് മക്കളെ? ക്ലോസ്ഡ് 0, പൈ ആണ് അല്ലെ? കോസ് ഇൻവേഴ്സ് ഗാമയുടെ റേഞ്ചും എന്ത് തന്നെയാണ് മക്കളെ? 0, പൈ ആണ് അല്ലെ? മക്കളെ ഇത് 3 പേരെയും കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 പൈ കിട്ടണമെങ്കിൽ, ശരിക്കും ശ്രദ്ധിക്കണേ, ഇവരെ 3 പേരും കൂട്ടിക്കഴിഞ്ഞാൽ 3 പൈ കിട്ടണമെങ്കിൽ എന്താണ്? ഈച്ച് ഓഫ് വാട്ട്? കോസ് ഇൻവേഴ്സ് ആൽഫ, കോസ് ഇൻവേഴ്സ് ബീറ്റ ആൻഡ് കോസ് ഇൻവേഴ്സ് ഗാമ 3 പേരും അവരുടെ മാക്സിമം വാല്യൂ എടുക്കണം. എടാ റെഡി അല്ലേ? 3 പേരും അവരുടെ മാക്സിമം വാല്യൂ എടുക്കണം, അതോ അവരുടെ മാക്സിമം വാല്യൂ ആയ പൈ എടുക്കണം. പറഞ്ഞ മനസ്സിലല്ലേ? മാക്സിമം വാല്യൂ ആയ പൈ അവരെടുക്കണം അല്ലെ? എന്നാൽ മാത്രമേ എന്താവുള്ളൂ? ഇത് 3 കൂട്ടി കഴിഞ്ഞാൽ എന്താവുള്ളൂ മക്കളെ? 3 പൈ കിട്ടുള്ളൂ അല്ലെ? ഏതെങ്കിലും ഒരാളെങ്കിലും ഇത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ലടാ? 3 പൈ എന്താവില്ല, കിട്ടില്ല. ബിക്കോസ് അതിന്റെ റേഞ്ച് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ അല്ലെ? അതായത് ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് പൈ എന്താ പൈന്ന് കുറച്ച് കുറഞ്ഞു പോയി എന്ന് വിചാരിക്കുക അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 പൈ കിട്ടണമെങ്കിൽ ഇവൻ എന്താവണം? ബാലൻസ് ആവണം. അങ്ങനെ ബാലൻസ് ആക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല, കാരണം ഇവന്റെ മാക്സിമം വാല്യൂ എന്താണ്? പൈ ആണ്. അപ്പൊ 3 പേരും പൈ എടുത്താൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ മക്കളെ? ഇത് ബാലൻസ് ആയിട്ട് കിട്ടത്തുള്ളൂ. എടാ ശരിയല്ലേ? സോ ഗൈസ് കഴിഞ്ഞു. അപ്പൊ കോസ് ഇൻവേഴ്സ് ആൽഫ ഈസ് ഈക്വൽ ടു മക്കളെ പൈ ആണെങ്കിൽ നമുക്കറിയാം ആൽഫ ഈസ് ഈക്വൽ ടു കോസ് പൈ ആണ് അല്ലെ? കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ്. അതേപോലെ കോസ് ഇൻവേഴ്സ് ബീറ്റയും മക്കളെ എന്താണ്? പൈ ആണെങ്കിൽ ബീറ്റ ഈസ് ഈക്വൽ ടു കോസ് പൈ ആണ്, അതും എന്താണ് മക്കളെ? -1 ആണ് അല്ലെ? ഇനി കോസ് ഇൻവേഴ്സ് ഗാമ ഈസ് ഈക്വൽ ടു പൈ ആണെങ്കിൽ മക്കളെ ഗാമയും എന്താണ്? കോസ് പൈ ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടി? -1 എന്ന് കിട്ടി. എടാ റെഡി അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ക്വാണ്ടിറ്റി ആണ് അല്ലെ? ദിസ് പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി ആണ് അല്ലെ? ആൽഫ ഇൻറ്റു ബീറ്റ പ്ലസ് ഗാമ എല്ലാം -1 ആണ്. സോ -1 ഇൻറ്റു -1 ഓക്കെ റെഡി അല്ലേ? പ്ലസ് -1 അല്ലെ? ബീറ്റ ഇൻറ്റു ഗാമ പ്ലസ് ആൽഫ -1 അല്ലെ? ഇതിനടുത്തത് മക്കളെ ഗാമ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ -1 അല്ലെ? എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും മക്കളെ? നമുക്ക് ഫൈനലി അല്ലെ എന്ത് കിട്ടും മക്കളെ? കമോൺ പറ, എന്ത് കിട്ടും? 2 + 2 അഥവാ നമുക്ക് എന്ത് കിട്ടും മക്കളെ? 6 എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലെ? 6 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലെ മക്കളെ? സെറ്റ് ആണോ? എന്താണ് ആരും റെസ്പോണ്ട് ചെയ്യാതെ? കമോൺ, നിങ്ങൾ ഉത്തരം പറയണം, നിങ്ങൾ ഉത്തരം പറയണം. അതാണ് എൻ്റെ ആഗ്രഹം. അല്ലാതെ ഞാനിവിടെ വന്നിട്ട് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. യു ഷുഡ് ഡു, നിങ്ങൾ ചെയ്യണം ഗൈസ്. വൈ ദീസ് ഗൈസ് ആർ ലൈക്ക് ദിസ്? Guys are making me crazy. Ready അല്ലേ? ഇനി മക്കളെ ശ്രദ്ധിക്കുക, അടുത്തത് ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 2x അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അല്ലേ? നേരത്തെ രാവിലെ ക്ലാസ് കണ്ടവർക്ക് അറിയാം അല്ലേ? ആപ്പിലെ കുട്ടികൾക്ക് അറിയാം, അല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ മക്കളെ, ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 2x അല്ലേ? നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം അല്ലെ? എന്താണ്? -1, ആണ് അല്ലെ? ക്ലോസ്ഡ് ഇന്റർവൽ -1, ആണ് അല്ലെ? x ബിലോങ്സ് ടു -1, ആണ്. ഓക്കെ അല്ലെ? ഇനി മക്കളെ ഇവിടെ സൈൻ ഇൻവേഴ്സിന്റെ ഉള്ളിൽ വരുന്ന മറ്റൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെ, അഥവാ എക്സിന് പകരം മറ്റെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ എന്തായിരിക്കണം മക്കളെ? 2x ബിലോങ്സ് ടു എന്തായിരിക്കണം മക്കളെ? -1, ആയിരിക്കണം അല്ലെ? അഥവാ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ -1, ആണെങ്കിൽ ഞാൻ പറഞ്ഞു സൈൻ ഇൻവേഴ്സ് ഓഫ് പി ഓഫ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? പി ഓഫ് എക്സ് ബിലോങ്സ് ടു എന്തായിരിക്കണം മക്കളെ? ക്ലോസ്ഡ് -1, ആയിരിക്കണം അല്ലെ? അഥവാ 2x ഈസ് ഇൻ ബിറ്റ്വീൻ എന്തായിരിക്കണം മക്കളെ? -1, ആയിരിക്കണം അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് അല്ലെ എന്തായിരിക്കും മക്കളെ? -1/2 അതേപോലെ തന്നെ 1/2 ഇടയിലായിരിക്കണം അല്ലെ? അപ്പൊ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എന്താണ്? എക്സ് ആണ് അല്ലെ? സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. മക്കളെ ക്ലിയർ ആയ? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. മക്കളെ സെറ്റ് ആണോ? സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണോ? സെറ്റ് ആണോ മക്കളെ? സെറ്റ് ആണോ? വൈ ദിസ് ഗൈസ് ആർ ലൈക്ക് ദിസ്? ദിസ് ഗൈസ് ആർ മേക്കിംഗ് മീ ക്രേസി. റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി അടുത്തൊരു ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം നമ്മൾ എന്താക്കണം? പഠിക്കണം. രാവിലെ ഞാൻ പറഞ്ഞു മക്കളെ എന്താണ്? x² <= a ആണെങ്കിൽ അല്ലെ എന്താണ്? x ഈസ് ഇൻ ബിറ്റ്വീൻ -√a ആൻഡ് +√a അല്ലെ? ഇനി x² > a ആണെങ്കിൽ എന്താണ് മക്കളെ? ശ്രദ്ധിക്കുക, x ഈസ് വാട്ട് <= -√a or what x <= +√a നമ്മൾ പഠിച്ചു അല്ലെ? ഇനി അടുത്തത് ഈ സാധനം കൂടി നമ്മൾ പഠിക്കണം മക്കളെ. x² ഇൻ ബിറ്റ്വീൻ വാട്ട്? a ആൻഡ് b ആണെങ്കിൽ ഓക്കെ അല്ലെ? a ആൻഡ് b ആണെങ്കിൽ ഓക്കെ അല്ലെ? x ഈസ് ഇൻ ബിറ്റ്വീൻ എന്താണ് മക്കളെ? ശ്രദ്ധിക്കുക, x ഈസ് ഇൻ ബിറ്റ്വീൻ നോക്കണേ -√b to what? +√a. ഓക്കെ
ഓർ എക്സ് ഈസ് ഇൻ ബിറ്റ്വീൻ വാട്ട് റൂട്ട് എ ടു റൂട്ട് ബി. ഓക്കെ മക്കളെ, ഇവിടെ സാറിന് മാറിപ്പോയതൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഈ നെഗറ്റീവ് ഇൻ്റർവെൽ എഴുതുന്ന സമയത്ത്, നെഗറ്റീവ് ഇൻ്റർവെൽ എഴുതുന്ന സമയത്ത് ഇവൻ ലെഫ്റ്റിൽ വരണം. ഓക്കെ അല്ലേ, ഇവൻ റൈറ്റിൽ വരണം. അങ്ങനെയെങ്കിലും ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ, പോസിറ്റീവ് ഇൻ്റർവെൽ വരുന്ന സമയത്ത് ഇവൻ ഇതേ ഓർഡറിൽ തന്നെ എന്താക്കിയാൽ മതി, വന്നാൽ മതി. ഓക്കെ മക്കളെ, നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. പറഞ്ഞ മനസ്സിലായില്ലേ? എക്സ് സ്ക്വയർ ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണെങ്കിൽ, ഓക്കെ അല്ലേ, എക്സ് സ്ക്വയർ ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണെങ്കിൽ എന്താണ് എക്സ് അല്ലെ. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെയാണ് സെറ്റിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഇതാക്കാൻ വേണ്ടി പറ്റുക? എക്സ് ബിലോങ്സ് ടു നോക്കണം, ശരിക്കും ശ്രദ്ധിക്കണേ, മൈനസ് റൂട്ട് ബി കോമ മൈനസ് റൂട്ട് എ അല്ലെ, ക്ലോസ് ഇന്റർവൽ. ഓക്കെ യൂണിയൻ വാട്ട് റൂട്ട് എ ടു വാട്ട് റൂട്ട് ബി. പറഞ്ഞ മനസ്സിലായില്ലേ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, റെപ്രസെന്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് പറ്റും. എടാ പറഞ്ഞ മനസ്സിലായില്ലേ? എക്സ് ബിലോങ്സ് ടു മൈനസ് റൂട്ട് ബി ടു മൈനസ് റൂട്ട് എ യൂണിയൻ വാട്ട റൂട്ട് എ ടു വാട്ട റൂട്ട് ബി എന്ന് പറഞ്ഞ് നമുക്ക് എന്താക്കാം, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് വിടാൻ പറ്റും. മക്കളെ അത് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ട് ഇത് പഠിക്കൂലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യം നമുക്ക് ചെയ്യാലോ മക്കളെ. എങ്ങനെയാടാ നിങ്ങൾ നോക്കൂ. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1ന്റെയും 1ന്റെയും ഇടയിലാണ് അല്ലെ. അപ്പൊ കോസ് ഇൻവേഴ്സിന്റെ ഉള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, അവൻ എന്തായിരിക്കണം, ഇതേപോലെ തന്നെയാണ്, എന്താണ്, -1ന്റെയും അതേപോലെ തന്നെ 1ന്റെയും ഇടയിലായിരിക്കണം. മക്കളെ നേരത്തെ പറഞ്ഞ സാധനം മനസ്സിലായോ? നമുക്ക് എന്താക്കാം, ഈ പ്രോബ്ലം ചെയ്യാം. അപ്പൊ ഒന്നും കൂടി മനസ്സിലാവും കേട്ടോ. റെഡി അല്ലേ? ഇനി മക്കളെ ശ്രദ്ധിക്കാൻ, ഞാൻ സോൾവ് ചെയ്യാൻ വേണ്ടി എന്താണ് ഉഷാറിലെ, കം ഓൺ പ്ലസ് റെസ്പോണ്ട് ഗൈസ്, റെസ്പോൺസ്. റെഡി? ഇനി മക്കളെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ 3 സൈഡിൽ ഞാൻ എന്ത് കൊടുക്കുകയാണ് മക്കളെ, ശ്രദ്ധിക്കുക, എന്ത് കൊടുക്കുകയാണ്, +4 എന്താക്കാണ് മക്കളെ കൊടുക്കുകയാണ്. എടാ പറഞ്ഞ മനസ്സിലായില്ലേ? സോ ഇവിടെ -1 + 4 മക്കളെ എന്താണ്, 3 ആണ് അല്ലേ. അപ്പൊ ഇവിടെ എന്താണ്, എക്സ് സ്ക്വയർ. 1 + 4 എന്താണ് മക്കളെ, 5 ആണ്. എടാ റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഉത്തരം വരും മക്കളെ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, എക്സ് അല്ലെ ബിലോങ്സ് ടു, നമ്മൾ ആദ്യം നെഗറ്റീവ് റീജിയൻ എഴുതുന്ന സമയത്ത് ഇവൻ ആദ്യം എഴുതും അല്ലെ, അഥവാ -√5 അല്ലെ, കോമ അതേപോലെ -√3. എടാ മക്കളെ ക്ലിയർ ആണോ? ഓക്കെ ക്ലിയർ ആണോ മക്കളെ? യൂണിയൻ. ഓക്കെ അല്ലേ? റെഡി അല്ലേ? പിന്നെ എന്ത് വരും മക്കളെ, √3 കോമ √5 എന്ന് വരും. എടാ പറഞ്ഞ മനസ്സിലായല്ലേ? -5 കോമ -√3 യൂണിയൻ വാട്ട √3 കോമ √5. മക്കളെ മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷൻ ആണ് മക്കളെ? ഡി ആണ് എന്ത് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഈ കോൺസെപ്റ്റ് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി നിങ്ങൾ എന്താക്കൂ, ശ്രദ്ധിക്കൂ. അഥവാ മക്കളെ എക്സ് സ്ക്വയർ സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ എക്സ് സ്ക്വയർ മക്കളെ നോക്കണേ, 4ന്റെയും ഓക്കെ അല്ലേ, 4ന്റെയും അതേപോലെ തന്നെ എന്താണ് മക്കളെ 9ന്റെയും ഇടയിലാണെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ എക്സ് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാം അല്ലെ, എന്താണ് 2ന്റെയും അതേപോലെ തന്നെ എന്താക്കാം 4ന്റെയും ഇടയിലാണ് അല്ലെ. അപ്പൊ എക്സ് 2ന്റെയും 4ന്റെയും ഇടയിലാണെങ്കിൽ നമുക്കറിയാം സോറി 2ന്റെയും 3ന്റെയും ഇടയിലാണെങ്കിൽ നമുക്കറിയാം എക്സ് സ്ക്വയർ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, 4ന്റെയും 9ന്റെയും ഇടയിലായിരിക്കും. എടാ റെഡി അല്ലേ? എക്സ് 2ന്റെയും 3ന്റെയും ഇടയിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും എക്സ് സ്ക്വയർ 4ന്റെയും 9ന്റെയും ആണെങ്കിൽ നമുക്കറിയാം, അത് എല്ലാവർക്കും പറയുന്ന കാര്യമാണ്. പക്ഷെ അത് മാത്രമല്ലടാ, നിങ്ങൾ നോക്കൂ, എന്താണ് എക്സ് -3യുടെയും അതേപോലെ -2ന്റെയും ഇടയിലാണെങ്കിലോ അപ്പോഴും എന്തായിരിക്കും, ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, -3ന്റെയും -2ന്റെയും ഇടയിലുള്ള ഒരു നമ്പറിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും മക്കളെ? എക്സ് സ്ക്വയർ എന്തായിരിക്കും, +4ന്റെയും +9ന്റെയും ഇടയിലായിരിക്കും അല്ലേ. കാരണം നെഗറ്റീവ് നമ്പർ ആണെങ്കിലും സ്ക്വയർ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ആ ലോജിക്കിൽ ആലോചിക്കുക കേട്ടോ, ആലോചിക്കുക. അതാണ് നമ്മൾ ജനറലി എന്ത് പറഞ്ഞത് കേട്ടോ. എക്സ് സ്ക്വയർ എന്റെയും ബിന്റെയും ഇടയിലാണെങ്കിൽ എക്സ് ഒന്നിക്കൽ -√bന്റെയും -√aന്റെയും ഇടയിൽ യൂണിയൻ, അത് അല്ലെങ്കിൽ എന്താണ് √aന്റെയും √bന്റെയും ഇടയിൽ. മക്കളെ ക്ലിയർ ആയോ? റൊട്ടേറ്റ് ആയോ മക്കളെ? റൊട്ടേറ്റ് ആയെങ്കിൽ ഒന്ന് പ്ലീസ് കമന്റ് ഗൈസ്. ഓക്കെ അല്ലേ? ലിസൺ മക്കളെ ശ്രദ്ധിക്കുക. ഓക്കെ ലിസൺ, ഒന്ന് കമന്റ് ചെയ്യ മക്കളെ, ഒന്ന് കമന്റ് ചെയ്യടാ മക്കളെ, ഒന്ന് കമന്റ് ചെയ്യടാ. കമോൺ. ഓക്കെ റെഡി? സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ ദെൻ അടുത്ത ചോദ്യം എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്നതാണ്. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സീക്ക് ഇൻവേഴ്സ് 2 ഈസ്. ഓക്കെ മക്കളെ, എന്താണ് സീക്ക് ഇൻവേഴ്സ് 2ന്റെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, സീക്ക് ഫംഗ്ഷന്റെ വാല്യൂ എപ്പോഴാണ് 2 ആവുക എന്നാണ്. അത് എല്ലാവർക്കും അറിയാം അല്ലേ. എന്താണ് ആൻസർ? π/3 ആണ് ആൻസർ. പറഞ്ഞ മനസ്സിലായല്ലേ? π/3 അല്ലേ. കാരണം സീക്ക് π/3 ആണ്. ഓക്കെ എന്താ പറഞ്ഞ 2 അല്ലേ മക്കളെ? സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ മക്കളെ? അടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് tan ഇൻവേഴ്സ് √3 ഈസ്. ഓക്കെ മക്കളെ, tan ഇൻവേഴ്സ് √3 അല്ലേ, ടാൻ ഫംഗ്ഷൻ എപ്പോഴാണ് √3 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കുക അല്ലെ? എപ്പോഴാണ് ടാൻ ഫംഗ്ഷൻ √3 എടുക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, എപ്പോഴാണ് ടാൻ ഫംഗ്ഷൻ √3 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കുക? പറ മക്കളെ. യെസ്, ഇറ്റ് ഈസ് വാട്ട് π/3. എടാ റെഡി അല്ലേ?
അല്ലേ മക്കളെ? π/3 ആണ്. സോ അതിൻ്റെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണെന്ന് മക്കളെ കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള തിയറീസ് ആണ് ഇന്ന് പഠിച്ചത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്താക്കുന്നത് ഇപ്പോൾ ചെയ്യുന്നത്. കേട്ടോ മക്കളെ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഇനി മക്കളെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് ശ്രദ്ധിക്കുക? അടുത്ത ചോദ്യം എന്താണ്? cos inverse 1/2 പ്ലസ് sin inverse 1/2 പ്ലസ് tan inverse 1/√3 ഈസ് ഈക്വൽ ടു അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് cos inverse 1/2 എന്ന് പറഞ്ഞാൽ. cos inverse 1/2 എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്? π/3 ആണ് അല്ലേടാ. ഇനി sin inverse 1/2 നമുക്കറിയാം മക്കളെ എന്താണ്? π/6 ആണ്. അഥവാ cos ഫംഗ്ഷന്റെ വാല്യൂ 1/2 ആകുന്നത് π/3 എന്ന് പറഞ്ഞ ആംഗിളിലും sin ഫംഗ്ഷന്റെ വാല്യൂ 1/2 ആകുന്നത് എപ്പോഴാണ് മക്കളെ? ശ്രദ്ധിക്കുക, എപ്പോഴാണ്? π/6 ആംഗിളിലാണ് അല്ലേ? ഒരു ടാൻ ഫംഗ്ഷന്റെ വാല്യൂ എപ്പോഴാണ് മക്കളെ 1/√3 ആവുക? ഇത് സിമ്പിളി എന്താണ്? അത് π/6 തന്നെയാണ്. എടാ റെഡി അല്ലേ? ആം ഐ കറക്റ്റ്? യെസ്, ആം ഐ കറക്റ്റ്? ടാൻ ഫംഗ്ഷൻ എപ്പോഴാണ്? യെസ്, ഓക്കെ. എടാ മക്കളെ ഇവിടെ തെറ്റിയോ? അയ്യോ, ടാൻ ഫംഗ്ഷൻ എപ്പോഴാണ് √3 ആവുക? കറക്റ്റ്. ഓക്കെ, റെഡി. ഇനി മക്കളെ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ പറയൂ, ടാൻ ഫംഗ്ഷൻ എപ്പോഴാണ് മക്കളെ 1/√3 ആവുക? ഇറ്റ് ഈസ് സിമ്പിളി ഏതാണ്? π/6. എടാ ശരിയല്ലേ മക്കളെ? ശരിയല്ലേ? അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഇസ് ആൻസർ? ആൻസർ ഓപ്ഷനില്ലേ? അതിൻ്റെ സൈൻ ഫംഗ്ഷൻ π/3 അല്ലേ? π/3 പ്ലസ് അല്ലേ? π/3 പ്ലസ് π/6 പ്ലസ് π/3 2π/3. തെറ്റിയോ എൻ്റെ അടുത്തുനിന്ന്? cos inverse 1/2 π/3 ഇത് π/6. ഓക്കെ, എന്താ ഞാൻ കാട്ടിയ? tan is 1/√3. tan is 1/√3. tan 1/√3 ആണ്. cos √3/2 ആണ്. അത് π/6 ആണ്. sin 1/2. ഓക്കെ, റെഡി. നമുക്കിതിൽ ഓപ്ഷൻ ഇല്ല. ഓക്കെ, സോ വാട്ട് ഇസ് ദാറ്റ്? π/3 പ്ലസ് മക്കളെ നോക്കൂ, π/3 പ്ലസ് π/3 പ്ലസ് π/6 പ്ലസ് π/6 അല്ലേ? നമുക്കറിയാം π/6 പ്ലസ് π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? വാട്ട് ഇസ് π/6 പ്ലസ് π/6? വി നോ ഇറ്റ് ഈസ് വാട്ട് π/3 ആണ് അല്ലേ? സോ π/3 പ്ലസ് π/3 എന്ന് പറയുമ്പോൾ ആക്ച്വലി 2π/3 ആണ്. ഓപ്ഷനിൽ കാണുന്നില്ല, കുഴപ്പമില്ല. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ? എടാ മക്കളെ സെറ്റ് അല്ലേ? ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ മക്കളെ? ഡൗട്ട് ഉണ്ടോടാ? ഡൗട്ട് ഉണ്ടോടാ? ഓക്കെ, 2π/3 ആണ്. പക്ഷേ അത് ഓപ്ഷനില്ലല്ലോ. ഇല്ലല്ലോ. π/3 π/6 കറക്റ്റാണ്. ഓക്കെ, ഓക്കെ, റെഡി. സോ ഗൈസ് അടുത്ത കറക്റ്റാണ്. നമ്മുടെ ഓപ്ഷൻ ആൻസർ ഇല്ലാത്തതാണ്. ഓക്കെ, ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ 2 sec inverse 2 പ്ലസ് sin inverse 1/2. ഓക്കെ, 2 sec inverse 2 പ്ലസ് sin inverse 1/2. ഓക്കെ മക്കളെ പറഞ്ഞാട്ടെ എന്താണ് 2 sec inverse 2 അല്ലേ? മക്കളെ sec ഫംഗ്ഷന്റെ വാല്യൂ എപ്പോഴാണ് 2 ആവുക? വി നോ ഇറ്റ് ഈസ് വാട്ട്? ഇറ്റ് ഈസ് സിമ്പിളി ഏതാണ്? π/3 ആണ്. എടാ റെഡി അല്ലേ? അല്ലേ? യെസ്, അതെ. ഓക്കെ, ഇനി sin inverse 1/2 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? π/6 ആണ്. എടാ റെഡി അല്ലേ? സോ ക്വസ്റ്റ്യൻ്റെ ഫ്രണ്ടിൽ 2 ഇട്ടാൽ കറക്റ്റ് ആവും അല്ലേ? ഓപ്ഷൻ ഇല്ലാത്തതാണ്, അത് കുഴപ്പമില്ല. ഓക്കെ, ഓപ്ഷൻ ഇല്ലാത്തതാണ്, അത് കുഴപ്പമില്ല കേട്ടോ. നമ്മളെവിടെ ചെയ്ത മിസ്റ്റേക്ക് ഒന്നും വരുത്തിയിട്ടല്ലോ, അത് നോക്കിയാൽ മതി. അവിടെ മിസ്റ്റേക്ക് ഒന്നും വരുത്തിയിട്ടല്ലോടാ? ഓക്കെ, റെഡി. നമ്മൾ ചെയ്തിട്ട് എവിടെയും മിസ്റ്റേക്ക് വരുത്തിയിട്ടല്ലോ, അതറിഞ്ഞാൽ മതി. ഇല്ലല്ലോ? ഇല്ലല്ലോ മക്കളെ? യെസ്, ഓക്കെ, റെഡി. സോ ഗൈസ് അടുത്തത് 2π/3 അല്ലേ? പ്ലസ് π/6 അല്ലേ? വാട്ട് ഇസ് ദാറ്റ് മക്കളെ? വാട്ട് ഇസ് 2π/3 പ്ലസ് π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, വാട്ട് ഇസ് 2π/3 പ്ലസ് π/6? വേഗം പറ, എത്ര വരും? വേഗം പറയൂ, വേഗം പറയൂ. ഇറ്റ് സിമ്പിളി എന്താണ്? 5π/6. ഓക്കെ അല്ലേ? അതെങ്ങനെ വേഗം നോക്കിയെന്ന് അറിയോ? 2 × π/3 എന്ന് പറയുമ്പോൾ 2 × 60 വാട്ട് ഇസ് ദാറ്റ്? 120 ഡിഗ്രി. ഓക്കെ അല്ലേ? π/6 എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി. 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ 150 ഡിഗ്രി അല്ലേ? രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 150 ഡിഗ്രി ആണ് മക്കളെ. 150 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് സിമ്പിളി എന്താണ്? 5π/6. എടാ റെഡി അല്ലേ? 150 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഇറ്റ് ഈസ് എന്താണ്? 5π/6 അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യുക അല്ലേ? 2π/3 പ്ലസ് 5π/6 നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം മക്കളെ? ശ്രദ്ധിക്കുക, 2π/3 ഞാൻ എന്താക്കാണ്? ഇവിടെ 4
4 pi divided by 6 എന്ന് കൊടുക്കുകയാണ് അല്ലേ, പ്ലസ് പൈ ബൈ 6. സോ വാട്ട് ഇസ് ദാറ്റ് 5 pi by 6 എന്നായി. പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയും ചെയ്യാം. എടാ പറഞ്ഞ മനസ്സിലായില്ലേ മക്കളെ? സെറ്റ് അല്ലേ? എന്താ മക്കളെ ഒരു ഉഷാറിലത്തെ സെറ്റ് അല്ലേ? ഇനി അടുത്തത് ശ്രദ്ധിക്കുക, the principal value of sin inverse minus root 3 by 2 അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് sin inverse of minus x എന്ന് പറഞ്ഞാൽ എന്താണ് minus sin inverse x. എടാ ശരിയല്ലേ? അതേപോലെ തന്നെ എന്താണ് cosec inverse of minus x എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ minus cosec inverse x അല്ലേ. അതേപോലെ tan inverse of minus x എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ minus tan inverse x അല്ലേ. അതേപോലെ തന്നെ cos inverse of minus x എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ pi minus cos inverse x അല്ലേ. അതേപോലെ sec inverse of minus x എന്ന് പറഞ്ഞാൽ എന്താണ് ഓക്കെ പൈ മൈനസ് സീക്ക്. ഹലോ പ്രജ്വല്, നീ ഇത് നോക്കുന്നുണ്ടാ പൈ മൈനസ് വാട്ട് സീക്ക് ഇൻവേഴ്സ് എക്സ് അല്ലേ. അതേപോലെ തന്നെ എന്താണ് മക്കളെ ഫൈനലി എന്താണ് കോട്ട് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് അല്ലേ. നമ്മളത് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചതാണ് അല്ലേടാ. അതെ, അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് റൂട്ട് 3 by 2 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ ഇറ്റ് ഈസ് സിംപ്ലി മൈനസ് സൈൻ ഇൻവേഴ്സ് റൂട്ട് 3 by 2 അല്ലേ. എന്ന് പറഞ്ഞാൽ വി നോ സൈൻ ഇൻവേഴ്സ് റൂട്ട് 3 by 2 ഇറ്റ് ഈസ് എന്താണ് പൈ ബൈ 3 അല്ലേ. സോ വാട്ട് ഇസ് ആൻസർ is what minus pi by 3. മക്കളെ മനസ്സിലായില്ലേ? minus pi by 3. സിമിലർലി the principal value of sin inverse minus 1 by 2 അല്ലേ. എന്താണ് മക്കളെ sin inverse minus 1 by 2 യുടെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ it is simply minus sin inverse 1 by 2 ചെയ്താൽ മതി അല്ലേ. എന്താണ് മക്കളെ അത് minus pi by 6. സോ ഓപ്ഷൻ ഡി is the correct answer. വളരെ സിമ്പിൾ ആണ്. ഓക്കെ അല്ലേ മക്കളെ? വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇന്ന് സിമ്പിൾ കാര്യങ്ങളാണ് കൂടുതൽ എന്താക്കിയത് പഠിച്ചത്. അതുകൊണ്ടാണ് അവിടുന്ന് കൂടുതൽ ചോദ്യങ്ങൾ വന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ചോദ്യം എന്താണ് മക്കളെ? ദ പ്രിൻസിപ്പൽ വാല്യൂസ് ഓഫ് കൊസീക് ഇൻവേഴ്സ് മൈനസ് 2 by root 3 ഈസ്. ഓക്കെ അല്ലേ? നമുക്കറിയാം കൊസീക് ഇൻവേഴ്സ് ഓഫ് അല്ലേ. ഈ കൊസീക് എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പാണ് മക്കളെ? ഏത് ഗ്രൂപ്പാണ്? നമുക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പാണ് അല്ലേ. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് ആവുമ്പോൾ നമ്മൾ എന്താക്കിയാൽ മതി നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി പുറത്ത് അല്ലേ. സോ മൈനസ് കൊസീക് ഇൻവേഴ്സ് എന്ത് വരും മക്കളെ 2 divided by root 3 എന്ന് വരും അല്ലേ. അപ്പൊ എന്താണ് കൊസീക് ഇൻവേഴ്സ് 2 by root 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ്? എന്താണ് കൊസീക് ഇൻവേഴ്സ് 2 divided by root 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമോൺ എപ്പോഴാണ് കൊസീക് ഫംഗ്ഷന്റെ വാല്യൂ 2 by root 3 ആവുക എന്ന് നമുക്ക് പെട്ടെന്ന് ആലോചിക്കണമെങ്കിൽ സൈൻ ഫംഗ്ഷൻ വാല്യൂ എപ്പോഴാണ് root 3 by 2 ആലോചിച്ചാൽ മതി അല്ലേ. വാട്ട് ഇസ് ദാറ്റ്? പൈ ബൈ 3 അല്ലേ. സോ മക്കളെ നമുക്ക് എന്ത് കിട്ടി പറഞ്ഞിട്ടെ പറ മൈനസ് പൈ ബൈ 3 എന്ന് കിട്ടി. എടാ പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? മൈനസ് പൈ ബൈ 3 എന്ന് കിട്ടി. മക്കളെ മനസ്സിലായോ? സെറ്റാണോ മക്കളെ? സെറ്റാണോടാ? സെറ്റാണോ? സെറ്റാണോ ഗൈസ്? സെറ്റാണോ മക്കളെ? സെറ്റാണോ? യെസ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ് നോക്കൂ. ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് 1 by 2 പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് 1 by 2 ഈസ്. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക, ടാൻ ഇൻവേഴ്സ് ഓഫ് 1 അത് അവിടെ കിടക്കട്ടെ അല്ലേ. കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് 1 by 2 എന്ന് പറഞ്ഞാൽ എന്താണ് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1 by 2 ആണ് അല്ലേ. സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് 1 by 2 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എന്താണ് 1 by 2 ആണ് അല്ലേ. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് പൈ ബൈ 4 ആണ് അല്ലേ. പ്ലസ് പൈ അല്ലെ. ഇവിടെ ഞാൻ എന്താക്കാണ് കോമൺ ആയിട്ട് പുറത്തെടുക്കാണ് അല്ലേ. അപ്പോൾ എന്താണ് കോസ് ഇൻവേഴ്സ് 1 by 2 പ്ലസ് സൈൻ ഇൻവേഴ്സ് 1 by 2 എന്ന് കിട്ടും അല്ലേ മക്കളെ. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? എന്താണ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ബൈ 2 അല്ലേടാ. അതെ, സോ പൈ ബൈ 4 പ്ലസ് പൈ അല്ലെ മൈനസ് പൈ ബൈ 2 എന്ന് കിട്ടും. എടാ ശരിയല്ലേ? സോ പൈ ബൈ 4 പ്ലസ് വാട്ട് ഇസ് പൈ മൈനസ് പൈ ബൈ 2? വി നോ ഇറ്റ് ഈസ് എന്താണ് പൈ ബൈ 2. ഇനി പൈ ബൈ 4 പ്ലസ് പൈ ബൈ 2 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ 3 pi by 4. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ ക്ലിയർ ആയോ? സെറ്റാണോ മക്കളെ? സെറ്റാണോടാ? സെറ്റാണോ? സെറ്റാണോ? ഇനി മക്കളെ ഇതേപോലെ മറ്റൊരു ചോദ്യം ഇതാ വന്നിരിക്കുകയാണ്. ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 അല്ലെ. ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 അല്ലെ മൈനസ് ഓക്കെ കോട്ട് ഇൻവേഴ്സ് മൈനസ് റൂട്ട് 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ എന്താണ് പൈ മൈനസ് എന്താണ് മക്കളെ കോട്ട് ഇൻവേഴ്സ് റൂട്ട് 3 ആണ് അല്ലേടാ. യെസ്, പൈ മൈനസ് എന്താണ് കോട്ട് ഇൻവേഴ്സ് റൂട്ട് 3 ആണ് അല്ലേ. യെസ്, കോട്ട് ഇൻവേഴ്സ് റൂട്ട് 3 ആണ് അല്ലേ. മക്കളെ ഈ ബ്രാക്കറ്റ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അല്ലേ ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 അല്ലേ മൈനസ് പൈ അല്ലെ. ഈ മൈനസ് മൈനസ് ഉണ്ടാവും പ്ലസ് കോട്ട് ഇൻവേഴ്സ് റൂട്ട് 3 ആവും. എടാ ശരിയല്ലേ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് മക്കളെ വി നോ ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 പ്ലസ് കോട്ട് ഇൻവേഴ്സ് റൂട്ട് 3 അല്ലേ. ഓക്കെ ശ്രദ്ധിക്കുക, ടാൻ ഇൻവേഴ്സ് റൂട്ട് 3 പ്ലസ് കോട്ട് ഇൻവേഴ്സ് റൂട്ട് 3 അല്ലെ മൈനസ് പൈ എന്ന് വരും അല്ലേ. അപ്പൊ എന്താണ് മക്കളെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ വി നോ ഇറ്റ് ഈസ് വാട്ട് പൈ ബൈ 2 അല്ലേ. സോ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം പൈ ബൈ 2 എന്ന് കൊടുക്കാം. സോ പൈ ബൈ 2 മൈനസ് പൈ എന്ന് വരും. എന്താണ് മക്കളെ പൈ ബൈ 2 മൈനസ് പൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലി എന്താണ് മൈനസ് പൈ ബൈ 2. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. പറഞ്ഞ മനസ്സിലായല്ലേ? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. മക്കളെ ക്ലിയർ ആയോടാ? സെറ്റാണോ മക്കളെ? സെറ്റാണോ? സെറ്റാണോ? ഇനി മക്കളെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. റെഡിയാണെന്ന് വിചാരിക്കാം.
ഓക്കെ അല്ലേ? നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കോളൂ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? സൈൻ ഓഫ്, ഓക്കെ, സൈൻ ഓഫ് π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് മൈനസ് √3/2 അല്ലേ? ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഏറ്റവും അവസാനത്താണ് മക്കൾ നമ്മൾ എന്താക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ? ഇവിടെ സൈൻ ഇൻവേഴ്സ് ഓഫ് എന്തുണ്ട്? മൈനസ് √3/2 ഉണ്ട് അല്ലേ? സോ ഇവിടെ π/2 മൈനസ്, ഓക്കെ, ഈ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് √3/2 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇത് സിംപിളി എന്താണ്? മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് √3/2 ആണ് അല്ലേ? കാരണം നമുക്കറിയാം അല്ലേ എന്താണ് മക്കളെ റീസൺ? വാട്ട് ഈസ് ദ റീസൺ? നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. എടാ റെഡി അല്ലേ? അപ്പോൾ അതുപോലെയാണ് ഈ സംഭവം അല്ലേ? സോ വാട്ട് ഇസ് സൈൻ π/2 അല്ലേ പ്ലസ് സൈൻ ഇൻവേഴ്സ് √3/2 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? വാട്ട് ഈസ് സൈൻ ഇൻവേഴ്സ് √3/2 എന്ന് പറഞ്ഞാൽ ഇത് ഈസ് സിംപിളി എന്താണ്? π ഡിവൈഡഡ് ബൈ എന്താണ്? 3 എന്ന് വരും. എടാ റെഡി അല്ലേ? ഇനി മക്കളെ വാട്ട് ഈസ് നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചതാണ്. വാട്ട് ഈസ് സൈൻ π/2 പ്ലസ് തീറ്റ? സൈൻ π/2 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ വി നോ ഇറ്റ് ഈസ് വാട്ട്? കോസ് തീറ്റയാണ്. എടാ റെഡി അല്ലേ? അതറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. റെഡി അല്ലേ? സോ ശ്രദ്ധിക്കുക, അപ്പോൾ സൈൻ π/2 പ്ലസ് π/3 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? കോസ് π/3 ആണ്. എടാ ശരിയല്ലേ? അപ്പോൾ എന്താണ് കോസ് π/3 എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് സിംപിളി എന്താണ്? √3/2. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. റെഡി അല്ലേ? ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? സെറ്റാണോ മക്കളെ? സെറ്റാണോ? സെറ്റാണോ? സെറ്റാണോ മക്കളെ? സെറ്റാണോ? എടാ മക്കളെ ഐഡിയ റൊട്ടേറ്റ് ആവുന്നുണ്ടോ? എന്താ ഒരു ഉഷാറില്ലാത്ത? ആരും എന്താ റെസ്പോൺസ് ഇല്ലാത്ത? മനസ്സിലാവുന്നില്ലേ? ഒന്ന് ആക്റ്റീവ് ആവും മക്കളെ. കമോൺ കമോൺ കമോൺ. ഈ വൈകിയ വേള നിങ്ങൾ ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ടിരിക്കൂ. എന്താണിത്? എന്തിനു വേറൊരു സൂര്യോദയം എൻ പൊന്നുഷ സന്ധ്യ വന്നു ലലലല. റെഡി? ഇനി മക്കളെ അടുത്ത ചോദ്യം എന്താണ്? tan inverse x is equal to π/10, then the value of cot inverse x is, okay, we know മക്കളെ എന്താണ്? what is that? tan inverse x plus, ശരിക്കും ശ്രദ്ധിക്കണേ, tan inverse x plus cot inverse x is equal to എന്ത് വരും മക്കളെ? it is simply എന്താണ്? π/2 ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ cot inverse x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? π/2 മൈനസ് വാട്ട്? tan inverse x. എടാ ആകെ അപ്പൂസും ഹിമശ്രീയും പ്രജ്വലും മാത്രമേ ഉള്ളൂ? റിഫയും മാത്രമേ ഉള്ളൂ? വേറെ ആരും ഇല്ലേ? ഒന്ന് കമന്റ് ഉഷാറാക്ക്. why is guys are making me crazy. okay, so π/2 minus tan inverse x. എടാ ശരിയല്ലേ? സോ ഇവിടെ tan inverse x ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് മക്കളെ. എന്താണ്? π/10 ആണ്. സോ π/2 മൈനസ് π/10 എന്ന് വരും. എടാ ശരിയല്ലേ? സോ വാട്ട് ഈസ് ദാറ്റ്? നമുക്ക് എന്ത് വരും മക്കളെ? കമോൺ പറയൂ. ഇത് ക്രോസ് ചെയ്താൽ 10π minus 2π അല്ലേ? 10π minus 2π ഡിവൈഡ് ബൈ 2 into 10 അല്ലേ? 20. എടാ ശരിയല്ലേ? അഥവാ മക്കളെ 8π ഡിവൈഡ് ബൈ 20 എന്ന് വരും. എടാ ശരിയല്ലേ? അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും മക്കളെ? 4π ബൈ 2π അല്ലേ? 4 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2π ഡിവൈഡ് ബൈ 5. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. മക്കളെ മനസ്സിലായോടാ? മക്കളെ മനസ്സിലായോടാ? സെറ്റാണോ? സെറ്റാണോ മക്കളെ? സെറ്റാണോ? ഇനി അടുത്ത ചോദ്യം ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള അടുത്ത ചോദ്യം എന്താണ്? ഇഫ് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഇക്വൽ ടു 1, then the value of x is, okay, sin of sin inverse 1/5 plus cos inverse x is equal to 1, then the value of what 1/x is. മക്കളെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? മക്കളെ ഞാൻ ഈ സൈൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു വിചാരിക്കുക. ആക്ച്വലി ശ്രദ്ധിക്കുക, നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകല്ല ചെയ്യുക, രണ്ട് സൈഡിലും സൈൻ ഇൻവേഴ്സ് അപ്ലൈ ചെയ്യണം. പക്ഷേ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞോളൂ. ഓക്കെ അല്ലേ? കോസ് π/3 1/2 ആണ്. അതെ, ഞാനതല്ലേ, ഞാൻ ഇവിടെ തെറ്റ് എഴുതിയോ? ഓക്കെ, സോറി, കോസ് π/3 1/2 ആണ്. സോറി, ഞാനത് √3/2 എഴുതി അല്ലേ? ഓ താങ്ക് യു 1/2 ആണ് അല്ലേ? ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ, സോറി, കോസ് π/3 1/2. അത് എപ്പോഴും ചിലപ്പോൾ സ്പീഡ് പോകും, കൺഫ്യൂഷൻ ആയി പോട്ടെ. ഓക്കെ, എനിവേ താങ്ക് യു. റെഡി? അപ്പോൾ മക്കളെ ഇത് ഇങ്ങനെയും തെറ്റാം കേട്ടോ എന്ന് സാറ് കാണിച്ചു തന്നെയാണ് കേട്ടോ. ഓക്കെ, റെഡി? എൻ്റെ മക്കളെ ഇവിടെ നോക്കൂ, ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ സൈൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി എന്ന് വിചാരിക്കാം. ഓക്കെ, ഓർ എൽസ് നമുക്ക് അങ്ങനെ വേണ്ട, നമുക്ക് ഇങ്ങനെയും പറയാം. ഓക്കെ, നമുക്ക് പല രീതിയിൽ പറയാമല്ലോ. ഓക്കെ, സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഓക്കെ അല്ലേ മക്കളെ? ഈ 1-ന് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? 1-ന് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ് മക്കളെ? സൈൻ π/2 എന്ന് കൊടുക്കണം. എടാ പറഞ്ഞ മനസ്സിലായില്ലേ? 1-ന് പകരം മക്കളെ ഞാൻ സൈൻ π/2 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ അല്ലേ? അങ്ങനെ കൊടുത്തൂടെ? അപ്പോൾ രണ്ട് സൈഡും ഞാൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് കിട്ടുക? നിങ്ങൾ നോക്കൂ മക്കളെ, സൈൻ ഇൻവേഴ്സ് 1/5 അല്ലേ പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് അല്ലേ ഇസ് ഇക്വൽ ടു എന്താണ് മക്കളെ? π/2 ആണ്.
എടാ റെഡി അല്ലേ? സോ ഇവിടെ നമുക്ക് ഉത്തരമായി അല്ലേ? കാരണം എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് അല്ലേ ഇസ് ഈക്വൽ ടു വി നോ എന്താണ് π/2. എടാ ശരിയല്ലേ? അപ്പോൾ മക്കളെ ഇവിടെ എക്സ് ആകുന്ന സമയത്ത് ഇവിടെയും എന്താവണം? എക്സ് ആവണം എന്നാണ് അല്ലേ? അപ്പൊ ഇവിടെ 1/5 ആകുന്ന സമയത്ത് ഇവിടെയും എന്താണ് മക്കളെ? 1/5 ആവണം അല്ലേ? സോ മക്കളെ ഈ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കണം? 1/5 ആയിരിക്കണം. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലായോ മക്കളെ? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. മക്കളെ സെറ്റാണോ? മക്കളെ സെറ്റാണോടാ? മക്കളെ സെറ്റാണോടാ? എന്താണ് നിങ്ങളൊരു ഷാർലത്തെ സെറ്റാണോ? ഓക്കെ മക്കളെ ക്യുവറ്റിൽ ചോദിച്ച മറ്റൊരു ചോദ്യം. ഓക്കെ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? വേഗം പറയാൻ വേണ്ടി പറ്റുമോ? ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? കോസ് ഓഫ് വാട്ട് ഈസ് ദാറ്റ്? കോസ് ഇൻവേഴ്സ് -1/7 അല്ലെ പ്ലസ് സൈൻ ഇൻവേഴ്സ് -1/7 അല്ലേ മക്കളെ? നമുക്കറിയാം അല്ലെ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ്. ശ്രദ്ധിക്കണേ, കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നതാടാവുവേ? π/2 അല്ലടാവേ? അതെ അല്ലേ? അപ്പൊ കോസ് ഇൻവേഴ്സ് ഓഫ് 1/7 പ്ലസ് സൈൻ ഇൻവേഴ്സ് 1/7 അതെന്താണ് മക്കളെ? π/2 അല്ലടാ? അതെ. സോ അപ്പൊ കോസ് π/2 നമുക്ക് എന്ത് കിട്ടും എടാ മക്കളെ? പറയടാ. കോസ് π/2 നമുക്ക് എന്ത് കിട്ടൂടാ? വെരി സിമ്പിളി എന്താണ്? 0 എന്ന് കിട്ടും. എടാ ശരിയല്ലേ? സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ ഇനി മക്കളെ അടുത്ത ചോദ്യം എന്താണ് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക എന്താണ്? ഇഫ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു π/2. ഓക്കെ അല്ലേ? ഇഫ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു π/2 then the value of cos inverse x plus cos inverse y is. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് cos inverse x പ്ലസ് cos inverse x വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അല്ലേടാ മക്കളെ? അല്ലേ? അതെ. സോ നമുക്ക് എങ്ങനെയാണ് ചെയ്യുക? സോ ഇതിന് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട് അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ട കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈയുടെ വാല്യൂ ആണ് എടാ അല്ലേ? സോ മക്കളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/2 ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോസ് ഇൻവേഴ്സ് എക്സിനെ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാം? π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞ് മാറ്റി എഴുതാം അല്ലേ? സോ ഈ കോസ് ഇൻവേഴ്സ് എക്സിനെ ഞാൻ എന്ത് മാറ്റി എഴുതുകയാണ്? π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലേ? അതേപോലെ ഇവിടെ കോസ് ഇൻവേഴ്സ് വൈ ഉണ്ട്, അതിനെ മാറ്റി എഴുതാണ് എന്താണ് മക്കളെ? π/2 മൈനസ് എന്താണ്? സൈൻ ഇൻവേഴ്സ് വൈ. എടാ റെഡി അല്ലേ? ഇനി മക്കളെ ഇവിടെ ഒരു π/2 ഉണ്ട്, ഇവിടെ ഒരു π/2 ഉണ്ട്, അവരെ ഞാൻ ഒരുമിച്ച് വെച്ചു. ഓക്കെ അല്ലേ? π/2 അല്ലേ? ഇനി മക്കളെ ശ്രദ്ധിക്കുക, ഇനി മൈനസ് ഇവിടെ എന്താണ് മക്കളെ ശ്രദ്ധിക്കുക? ഒരു സൈൻ ഇൻവേഴ്സ് എക്സ് അതേപോലെ എന്താണ്? പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ ഉണ്ട്. എടാ അല്ലേ? മക്കളെ ശ്രദ്ധിക്കുക, ഇതിന്റെ വാല്യൂ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്? ഗിവൺ ആണ് അല്ലേ? അതെന്താണ് ഗിവൺ? π/2 എന്ന് പറഞ്ഞിട്ട് ഗിവൺ ആണ് അല്ലേ? സോ π/2 പ്ലസ് π/2 അല്ലേ മൈനസ് ഇവിടെ എന്ത് വരും മക്കളെ? π/2 എന്ന് വരും അല്ലേ? അത് രണ്ടും ക്യാൻസർ ആയിട്ട് പോയില്ലേടാ? സോ ആൻസർ എന്ത് കിട്ടി മക്കളെ? π/2. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. തുച്ചുണ്ണി മക്കളെ മനസ്സിലായോടാ? ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. മക്കളെ സെറ്റാണോ? നല്ല രസകരമല്ലേ പ്രോബ്ലംസ്? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് അല്ലേടാ മക്കളെ? അതെ. സോ ഇനി അടുത്ത ചോദ്യം എന്താണ്? ശ്രദ്ധിക്കുക, ഇതേപോലെയാണ് എന്താ? tan verse x plus cot inverse tan verse y is equal to 4π/5 then cot inverse x plus cot inverse y is equal to അല്ലേ മക്കളെ? ഇതേപോലെ നമുക്കറിയാം അല്ലേ എന്താണ്? tan inverse x plus cot inverse x അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we know it is what? π/2 അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ cot inverse x നെ നമുക്ക് എന്ത് കൊടുക്കാൻ പറഞ്ഞാട്ടെ? π/2 മൈനസ് എന്താണ്? tan inverse x എന്ന് പറഞ്ഞു കൊടുക്കാം. എടാ റെഡി അല്ലേ? സിമിലർലി cot inverse y നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? π/2 മൈനസ് വാട്ട്? tan inverse y ഏത് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. എടാ ശരിയല്ലേ? സോ നിങ്ങൾ നോക്കൂ, ഇവിടെ cot inverse x അല്ലെ പ്ലസ് cot inverse y ഞാൻ മാറ്റി എഴുതുകയാണ് അല്ലെ? cot inverse x നെ ഞാൻ മാറ്റി എഴുതുന്നത് എന്താണ്? π/2 മൈനസ് tan inverse x അല്ലെ? cot inverse y നെ ഞാൻ മാറ്റി എഴുതുന്നത് എന്താണ് മക്കളെ? π/2 മൈനസ് എന്താണ്? tan inverse y. എടാ റെഡി അല്ലേ? ഇനി മക്കളെ ഈ π/2 ഞാൻ ഒരുമിച്ച് വെക്കുകയാണ് നേരത്തെ പോലെ തന്നെയാണ് അല്ലെ? π/2 പ്ലസ് π/2. എടാ റെഡി അല്ലേ? മൈനസ് ഇവിടെ എന്തുണ്ട്? tan inverse x പ്ലസ് tan inverse y ഉണ്ട്. എടാ അല്ലേ? സോ π/2 പ്ലസ് π/2 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇത് സിമ്പിൾ എന്താണ്? പൈ ആണ് അല്ലേ? tan inverse x പ്ലസ് tan inverse y എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? 4π/5 ആണ് അല്ലേ? സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി മക്കളെ? 5π മൈനസ് 4π/5 എന്ന് കിട്ടി. എടാ റെഡി അല്ലേ? സോ 5π മൈനസ് 4π എന്താണ് മക്കളെ? ഇത് സിമ്പിൾ എന്താണ്? പൈ ആണ്. സോ π/5 ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഉച്ച ഞാൻ ക്ലാസ്സിലാണ്. ഓക്കെ റെഡി അല്ലേ? മക്കളെ സെറ്റ് അല്ലേ? വൈ ദിസ് ഗൈസ് ആർ ലൈക്ക് ദിസ്? ഓക്കെ വല്യമ്മ ഫോണിൽ വിളിക്കുന്നുണ്ടോ?
ഓക്കെ, റെഡി അല്ലേ? ദെൻ ഇനി മക്കളെ ശ്രദ്ധിക്കുക, ഇനി അടുത്ത ചോദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം. റെഡി അല്ലേ മക്കളെ? ശ്രദ്ധിക്കൂ, അടുത്ത ചോദ്യം എന്താണ്? ഇവിടെ നോക്കൂ, tan ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇക്വൽ ടു tan ഇൻവേഴ്സ് 1/√3 അല്ലേടാ? അതെ, tan ഇൻവേഴ്സ് എക്സ് മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 1/√3 അല്ലേടാ? അതെ. അപ്പോൾ എന്താണ് മക്കളെ tan ഇൻവേഴ്സ് 1/√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ആദ്യം തന്നെ നമുക്ക് അറിയുന്ന സംഭവം ആയതുകൊണ്ട് അവനെ നമുക്ക് മാറ്റി എഴുതിക്കൂടെടാ? യെസ്, മാറ്റി എഴുതാം. എന്താണ് tan ഇൻവേഴ്സ് 1/√3 എന്ന് പറഞ്ഞാൽ tan ഫംഗ്ഷന്റെ വാല്യൂ എപ്പോഴാണ് മക്കളെ 1/√3 ആവുക? ഇറ്റ് ഈസ് സിമ്പിളി എന്താണ്? π/6. ആം ഐ കറക്റ്റ്? അല്ലേ? π/6 ആവുക അല്ലേ? യെസ്, കറക്റ്റ്. ഇനി ഇവിടെ tan ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഇക്വൽ ടു എന്താണ്? π/6 അല്ല. നമുക്ക് പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. എങ്ങനെയാണ്? നമുക്ക് ഒരു റിലേഷൻ ഓൾറെഡി അറിയുന്ന റിലേഷൻ ഉണ്ട് അല്ലേ? എന്താ? tan ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈസ് ഇക്വൽ ടു എന്താണ്? π/2 അല്ലേ? നമുക്കറിയാം. മക്കളെ ശ്രദ്ധിക്കാൻ, ഞാൻ ഇവിടെ ചെയ്യുന്നത് എന്താണെന്നറിയാടാ? ഞാനിവിടെ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ 2 tan ഇൻവേഴ്സ് എക്സ് എന്ന് വരും അല്ലേ? ഇവിടെ ആണെങ്കിലോ π/6 പ്ലസ് π/2 എന്ന് വരും അല്ലേ മക്കളെ? അല്ലേടാ? യെസ് യെസ് യെസ്, ഓക്കെ അല്ലേ? സോ ഗൈസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടുവാടാ? കമോൺ പറയും. tan ഇൻവേഴ്സ് എക്സ് 2 tan ഇൻവേഴ്സ് എക്സ് ഇസ് ഇക്വൽ ടു വാട്ട്? π/6 പ്ലസ് π/2 അല്ലേ? യെസ്, ഓക്കെ. സോ നമുക്ക് 2 tan ഇൻവേഴ്സ് എക്സ് ഇസ് ഇക്വൽ ടു, ഓക്കെ അല്ലേ? എന്താണ് മക്കളെ? വാട്ട് ഇസ് π/6 പ്ലസ് π/2? 90 30 120 അല്ലേ? 120 എന്ന് പറയുമ്പോൾ എന്താണ്? 2π/3 എന്ന് വരും. എടാ ശരിയല്ലേ? യെസ്, 2π/3 എന്ന് വരും. am I correct? സോ 2 ഗെറ്റിംഗ് ക്യാൻസൽഡ്. സോ tan ഇൻവേഴ്സ് എക്സ് ഇസ് ഇക്വൽ ടു വാട്ട്? π/3 അടാ അല്ലേ? അപ്പോൾ എക്സ് ഇസ് ഇക്വൽ ടു മക്കളെ tan π/3 അല്ലേ? അപ്പോൾ tan π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? വാട്ട് ഇസ് ദാറ്റ്? tan π/3 എന്ന് പറഞ്ഞാൽ we know sin π/3 divided by cos π/3 അല്ലേ? ദിസ് സിംപ്ലി എന്താണ് മക്കളെ? √3 എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ നിങ്ങളേക്കും സാർ ട്രിഗണോമെട്രി ഫംഗ്ഷൻ അല്ലേ, ദർ വിൽ ബി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവില്ലേ? ഇല്ല, ഇവിടെ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അഥവാ tan ഇൻവേഴ്സ് എക്സ് ഇക്വൽ ടു π/3 അല്ലേ? അഥവാ നമ്മളിവിടെ -π/2നെയും π/2നെയും ഇടയിലുള്ള വാല്യൂസ് മാത്രമേ നമ്മൾ എന്താക്കുന്നുള്ളൂ മക്കളെ? കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ അല്ലേ? സോ വാട്ട് ഇസ് ദാറ്റ്? നമുക്ക് എത്ര സൊല്യൂഷൻ ഉണ്ട്? ഓൺലി 1 സൊല്യൂഷൻ. ദാറ്റ് ഈസ് വാട്ട്? യുണീക്ക് സൊല്യൂഷൻ എന്ന് വരും. എടാ മക്കളെ മനസ്സിലായോ? മക്കളെ മനസ്സിലായോടാ? സെറ്റ് അല്ലേ? ഓക്കെ, റെഡി. ദെൻ ഇനി മക്കളെ അടുത്ത ചോദ്യം എന്താണ്? 3 tan ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈസ് ഇക്വൽ ടു π, ദെൻ എക്സ് ഈസ് ഇക്വൽ ടു അല്ലേ? ഇത് നമുക്ക് ഇതേപോലെ ചെയ്യാം മക്കളെ. എന്താണ്? 3 tan ഇൻവേഴ്സ് എക്സ്, ഓക്കെ അല്ലേ? ഇവിടെ എന്താണുള്ളത്? 3 tan ഇൻവേഴ്സ് എക്സ്, ഓക്കെ അല്ലേ? പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈസ് ഇക്വൽ ടു എന്താണ് മക്കളെ? π. എടാ റെഡി അല്ലേ? മക്കളെ ഈ 3 tan ഇൻവേഴ്സ് എക്സിനെ എനിക്ക് എങ്ങനെ മാറ്റിയത് മക്കളെ? 2 tan ഇൻവേഴ്സ് എക്സ് അല്ലേ? പ്ലസ് വാട്ട്? tan ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാം. എന്തിനാണ് അങ്ങനെ മാറ്റി എഴുതിയിരിക്കുന്നത്? വി നോ tan ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ഇറ്റ് ഈസ് എന്താണ്? π/2 ആണ് അല്ലേ? സോ വിച്ച് ഈസ് ഇക്വൽ ടു വാട്ട്? π. സോ 2 tan ഇൻവേഴ്സ് എക്സ് ഈസ് ഇക്വൽ ടു അല്ലേ? π മൈനസ് π/2 അല്ലേ? π മൈനസ് π/2 എന്ന് വരും. എടാ റെഡി അല്ലേ? അഥവാ എന്താണ്? 2 tan ഇൻവേഴ്സ് എക്സ് ഈസ് ഇക്വൽ ടു വാട്ട്? π/2 എന്ന് വരും. എടാ റെഡി അല്ലേ? സോ മക്കളെ tan ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ π/4 ആണ് അല്ലേ? അപ്പോൾ എക്സ് ആണ് എന്താണ് മക്കളെ? tan π/4 ആണ് അല്ലേ? വിച്ച് ഈസ് ഇക്വൽ ടു എന്താണ്? 1 ആണ്. ഓ, അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ പ്ലസ് മൈനസ് ഓക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? ഐഡിയ റൊട്ടേറ്റ് ആയോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി മക്കളെ ശ്രദ്ധിക്കുക. അടുത്തത് എന്താണ്? tan ഇൻവേഴ്സ് 1/2 പ്ലസ് tan ഇൻവേഴ്സ് tan ഇൻവേഴ്സ് 1/2 പ്ലസ് tan ഇൻവേഴ്സ് 1/3. ഓക്കെ അല്ലേ? ഹൗ വിൽ യു ഡു ഗൈസ്? ഹൗ വിൽ യു ഡു? ഓക്കെ, വാട്ട് ഇസ് ദാറ്റ്? tan ഇൻവേഴ്സ് 1/2 പ്ലസ് tan ഇൻവേഴ്സ് 1/3 അല്ലേ? എങ്ങനെയാണ് മക്കളെ ചെയ്യുക? പറഞ്ഞാട്ടെ, കമോൺ പറയൂ. tan ഇൻവേഴ്സ്, ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വാട്ട് ഇസ് ദാറ്റ്? tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ അല്ലേടാ മക്കളെ? വാട്ട് ഇസ് ദാറ്റ്? tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ ഇസ് ഇക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് വാട്ട്? എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ. എടാ ശരിയല്ലേ? അപ്പോൾ അതേപോലെ tan ഇൻവേഴ്സ് 1/2 പ്ലസ് tan ഇൻവേഴ്സ് 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? tan ഇൻവേഴ്സ് ഓഫ്, കമോൺ പറയൂ, 1/2 പ്ലസ് 1/3 ഡിവൈഡ് ബൈ 1 മൈനസ് 1/2 ഇൻറ്റു 1/3. എടാ ശരിയല്ലേ മക്കളെ? എന്താണ് ഇത്? tan ഇൻവേഴ്സ് ഓഫ്, ഓക്കെ, 1/2 പ്ലസ് 1/3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? അങ്ങനെ ചെയ്യാം കേട്ടോ. ഇല്ല, 2 സൊല്യൂഷൻ വരില്ല, ഒരു സൊല്യൂഷൻ വരില്ല. അങ്ങനെ ചെയ്താലും ഒരേ സൊല്യൂഷൻ വരുള്ളൂ ഹിമശ്രീ കേട്ടോ. ഓക്കെ,
സോ വാട്ട് ഇസ് ദാറ്റ് വേഗം പറ മക്കളെ 1/2 + 1/3 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ 3 + 2 ഡിവൈഡ് ബൈ എന്താണ് 6 ആണ് അല്ലെ ഇവിടെ ആണെങ്കിൽ 1 - 1/6 ആണ് എടാ ശരിയല്ലേ സോ വാട്ട് ഇസ് ദാറ്റ് tan ഇൻവേഴ്സ് ഓഫ് ഓക്കെ 3 + 2 എന്ന് പറയുമ്പോൾ എന്താണ് 5 ഡിവൈഡ് ബൈ 6 അല്ലേ ഇവിടെ മക്കളെ എന്താണ് 6 - 1 ഡിവൈഡ് ബൈ 6 എടാ റെഡി അല്ലേ നമുക്ക് എന്ത് കിട്ടും മക്കളെ ശ്രദ്ധിക്കുക ഇവിടെ എന്ത് കിട്ടൂടാ ഓക്കെ എന്ത് കിട്ടൂടാ മക്കളെ tan ഇൻവേഴ്സ് ഓഫ് കമോൺ 5/6 ഡിവൈഡ് ബൈ എന്താണ് 5/6 അല്ലെ രണ്ടും കൂടി ക്യാൻസൽ ആയിട്ട് പോയടാ അപ്പോൾ സോ നമുക്ക് എന്ത് കിട്ടി മക്കളെ tan ഇൻവേഴ്സ് ഓഫ് 1 സോ tan ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാമെന്നാണ് 5/4 ഫിനിഷ്ഡ് റെഡി അല്ലേ tan ഇൻവേഴ്സ് ഓഫ് 1 ഈസ് വാട്ട് 5/4 ഫിനിഷ്ഡ് ഓക്കെ അല്ലേ സോ മക്കളെ വി ഹാവ് ഡൺ എത്രയാ 25 ക്വസ്റ്റ്യൻസ് ഓക്കെ നമ്മുടെ 25 ക്വസ്റ്റ്യൻസും കഴിഞ്ഞിരിക്കുന്നു ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തിയറിയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതിന് ശേഷം കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ യൂട്യൂബിൽ ചെയ്യും ഓക്കെ സോ ഗൈസ് ഇതുവരെ പിന്നെ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ജോയിൻ ചെയ്യുക കാരണം ഈ രാത്രിയുള്ള സീരീസ് നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻ മാത്രമേ പറയുള്ളൂ അതിൽ തിയറീസ് കാര്യമായിട്ട് പറയത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തിയറി കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ അവസരമുണ്ട് ഓക്കെ അല്ലേടാ അല്ലേ അല്ലേടാ മക്കളെ ഓക്കെ ശ്രദ്ധിക്കാം അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് നമ്മളെല്ലാ തിയറിയും പറഞ്ഞ് ഓക്കെ അല്ലേ നാളെ മോർണിംഗ് മാത്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനില്ല ഇനി AV സാർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ നാളെ കീം ബാച്ചിലാണ് ഓക്കെ അപ്പോൾ പിന്നെ റെഡി കേട്ടോ മക്കളെ അപ്പോൾ തിയറി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലേ അല്ലേ ആപ്പിളിലെ കുട്ടികളെന്ന് പറഞ്ഞാട്ടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തിയറി പറഞ്ഞിട്ടില്ലേ മക്കളെ ഇല്ലേടാ ആപ്പിളിലെ കുട്ടികളെന്ന് പറഞ്ഞാട്ടെ ഇല്ലേ പറഞ്ഞിട്ടില്ലടാ തിയറി ഡീറ്റെയിൽ ആയിട്ട് ഇല്ലടാ മക്കളെ എടാ തിയറി കൂടി യൂട്യൂബിൽ ഇടാന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കൂലടാ നമുക്ക് 100 ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ യെസ് ഓക്കെ റെഡി സോ മക്കളെ നമ്മൾ 25 ക്വസ്റ്റ്യൻ സ്പീഡിൽ പോയി പക്ഷേ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ സെറ്റാണോ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ കമന്റ് ഓക്കെ റെഡി അല്ലേ ഓക്കെ സെറ്റ് യെസ് ക്ലിയർ അല്ലേ സോ ഗൈസ് നമുക്ക് വീണ്ടും ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ ചാപ്റ്റർ 3 പാർട്ടാണുള്ളത് അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം റെഡി ആപ്പിൾ തിയറിയിൽ കാണാം അതോടൊപ്പം തന്നെ എന്താ പറയുക രാത്രി യൂട്യൂബിലും കാണാം കേട്ടോ ഓക്കെ സോ ഗൈസ് നിങ്ങൾക്ക് പിന്നെ മൈ സജഷൻ ഈസ് പെട്ടെന്ന് എന്ത് ചെയ്യുക അഡ്മിഷൻ എടുക്കാത്തതുകൊണ്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് പോകാം കാരണം ആപ്പിൽ നമ്മൾ കംപ്ലീറ്റ് തിയറി പക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും അതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യും അതിനുശേഷം രാത്രി നമ്മളിങ്ങനെ ചടപടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമ്മൾ എന്താവും ഇതിൽ തറവാവും ഓക്കെ അല്ലേ ദാറ്റ് ഇസ് അവർ ഓക്കെ അല്ലേ സോ മക്കളെ താങ്ക് യു ലവ് യു ഓൾ താങ്ക് യു